ഞാൻ മേഘ. ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ LSAയിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു 23 ജനുവരി ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ഈ ജൂൺ ബാച്ചിൽ ഞാൻ JRF ക്വാളിഫൈ ചെയ്തു. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ടേക്ക് ദിസ് ക്ലാസ് ഫോർ യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജീനോം ഓർഗനൈസേഷൻ ആണ്. ജീനോം ഓർഗനൈസേഷൻ എന്താണ് ആ പേര് തന്നെ, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഡസ് ജീനോം ഓർഗനൈസേഷൻ മീൻ? How the genome or the DNA is packaged inside the nucleus. That's what genome organization means. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീനോം ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ജീനോം? നിങ്ങൾ ന്യൂക്ലിയോടൈഡ് ക്ലാസ് കേട്ടവരല്ലേ? എന്താണ് ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹാപ്ലോയിഡ് സെല്ലിലത്തെ ജനറ്റിക് കണ്ടന്റ് ആണോ അതോ ഡിപ്ലോയിഡ് സെല്ലിലത്തെ ജനറ്റിക് കണ്ടന്റ് ആണോ? വേഗം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ഹാപ്ലോയിഡ്. അതെ, ഹാപ്ലോയിഡ് സെല്ലിന്റെ ഇറ്റ് ഈസ് ദി ജനറ്റിക് കണ്ടന്റ് ഓഫ് ദ ഹാപ്ലോയിഡ് സെൽ അല്ലെ, അതാണ് ജീനോം. അപ്പൊ നമ്മളിപ്പോ ഡിപ്ലോയിഡ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. എനിവേ നമ്മൾ എങ്ങനെയാണ് DNA, ഹൗ ദ DNA is organized or condensed or packaged inside the nucleus എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൈ ദ DNA has to be packaged? അല്ലെങ്കിൽ നമ്മൾ DNAയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളത് BDNA, ZDNA, ADNA. On cDNA, ddNA, different types of DNA. There are different types of DNA structures. And DNA structure itself consists of three levels. Or there are three levels of structures for DNA. There is a primary structure that is just the polynucleotide chain. There is a secondary structure which is the BDNA, ADNA, ZDNA. That is the double helical structure of DNA. And there is a tertiary structure that is the supercoiling of DNA. Or supercoiling or higher order coiling. So what we are going to discuss is how the DNA is packaged inside the nucleus. Appo why endinana nammal DNA package cheyyunnathu? Why the DNA has to be packaged inside the nucleus? Onnamthe reason ennu parnu kanyal straight aayittu allengi oru neenda nivarnu kadakkunna BDNA structure, is it protected inside the cell? Is it protected? It is not protected. Adayathu double stranded DNA breaks undakkunna enzymes undavam, അല്ലെങ്കിൽ degradative enzymes, അതായത് it is susceptible to cleavage and degradation by a lot of enzymes inside the nucleus. അപ്പൊ അത് well protected അല്ല. And every cell has the potential or the aim. എന്താണ് അവരുടെ ultimate aim? എല്ലാ സെല്ലിന്റെയും അവരുടെ genetic information, അവരുടെ genetic material കൃത്യമായി the slide is not moving, Suraj. It's not moving. I haven't touched it yet. Okay, അപ്പം എന്താ പറയുന്നത്? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻ പാക്കേജ് അല്ലെങ്കിൽ DNA പാക്കേജ് ചെയ്യുന്നത്? അത് നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സസെപ്റ്റബിൾ ടു ഡീഗ്രഡേഷൻ ആൻഡ് ക്ലീവേജ്, റൈറ്റ്? സോ ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. അത് ഫസ്റ്റ് തിങ്. ദ സെക്കൻഡ് തിങ്, അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇമാജിൻ ദാറ്റ് ദ റൂം ദാറ്റ് യു ആർ ഇൻ ഇസ് ദ ന്യൂക്ലിയസ് ആൻഡ് യു ഹാവ് എ റോപ്പ്. അപ്പൊ റോപ്പ് ഇറ്റ് ഇസ് സ്ട്രെച്ച്ഡ് ഔട്ട്, ഇറ്റ് ഇസ് ഫുള്ളി സ്ട്രെച്ച്ഡ് ഔട്ട് ടു ഇറ്റ്സ് എൻറ്റയർ ലെങ്ത്. അത് കംപ്ലീറ്റ്ലി അൺവൈൻഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യു ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു അനദർ റൂം, യു ഹാവ് ടു ക്യാരി ഇറ്റ് ടു അനദർ റൂം. ഇത് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ് ഇറ്റ് ഈസിയർ ടു ട്രാൻസ്പോർട്ട് ഇറ്റ് ആസ് ഇറ്റ് ഇസ് സ്ട്രെച്ച്ഡ് ഔട്ട്? ആ സ്ട്രെച്ച്ഡ് ഔട്ട് ആയിട്ട് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണോ എളുപ്പം, അതോ ഫുള്ളി പാക്കേജ്ഡ് ആക്കി ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ എടുത്ത് വെച്ചിട്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണോ എളുപ്പം? എപ്പോഴും പാക്കേജ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതല്ലേ എളുപ്പം. സോ സെൽ ഡിവിഷൻ സമയത്ത് കൃത്യമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് രണ്ട് സെൽസിന് കൊടുക്കണമെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് അൺവൈൻഡ് ചെയ്തിട്ട് നേരെ കടന്നാൽ ഇറ്റ് ഇസ് മച്ച് മോർ ഡിഫിക്കൾട്ട്. അതിൽ കുറെ ബ്രേക്സും ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെഗ്രിഗേഷൻ നടന്നു എന്ന് വരില്ല. സോ ഇൻ ഓർഡർ ടു എൻഷുർ കംപ്ലീറ്റ് സെഗ്രിഗേഷൻ ഓർ എഫിഷ്യന്റ് സെഗ്രിഗേഷൻ ടേക്സ് പ്ലേസ്, എന്ത് ചെയ്യണം? കൃത്യമായിട്ട് DNA ഹാസ് ടു ബി പാക്കേജ്ഡ് ആൻഡ് കണ്ടൻസ്ഡ്. ഓക്കെ ആണോ? ഇനി വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ റീസൺ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ DNA വാട്ട് ഇസ് ദ ആവറേജ് ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA? ഹ്യൂമൻ DNAയുടെ ആവറേജ് ലെങ്ത് എത്രയാണ്? അതെ, 2.2 ആണ്. ദാറ്റ് ഇസ് ട്രൂ. നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിച്ചത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് DNA? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ് ദാറ്റ് നമ്മുടെ നമ്പർ ഓഫ് ബേസ് പെയർസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ? എത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് ബേസ് പെയർസ്? ഹ്യൂമൻ DNAയില് ന്യൂക്ലിയർ ജീനോമിന്റെ നമ്പർ ഓഫ് ബേസ് പെയർസ് അല്ലെങ്കിൽ സൈസ് പഠിച്ചിരുന്നു. എത്രയാ സൈസ്? 3200 million base pairs. അതെ, 3200 million base അല്ലെങ്കിൽ 3.2 ബില്യൺ ബേസ് പെയർസ് നമുക്ക് പറയാം അല്ലെ. സോ 3.2 into 10⁹ ബേസ് പെയർസ് ആണ് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ ഉള്ളത്.
ഇനി അത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർസ് ചെയ്താൽ നമുക്ക് ലെങ്ത് കിട്ടില്ലേ? സോ നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബേസ് പെയർസിന്റെയാണ് നമ്മുടെ ഹെലിക്സ് റൈസ് പെർ ബേസ് പെയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ADNA, BDNA, ZDNA സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാനുണ്ട്. സോ BDNA-യുടെ helix rise per base pair, which is exactly the distance between two adjacent base pairs. It is 0.34 nanometer. So number of base pairs multiplied by the helix rise per base pair gives the length of the genome, which is 1 meter. 1 meter ആണ് ജീനോമിന്റെ ലെങ്ത്. ജീനോം എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഹാപ്ലോയിഡ് സെല്ലിലുള്ള ജനറ്റിക് മെറ്റീരിയലിന്റെ ലെങ്ത് ആണ്. വിച്ച് മീൻസ് 23 ക്രോമസോംസിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ 23 DNA-യുടെ ലെങ്ത് ആണ് 1 meter. So what is the length of a single DNA? This 1 meter divided by 23, which is exactly approximately 0.04 meter. ഇത് ഒരു DNA-യുടെ കേസാണ്. So what if it is a diploid cell? മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു 2.2 അല്ലെങ്കിൽ 2 മീറ്ററോളമാണ് ലെങ്ത് വരുന്നത്. സോ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ഡയാമീറ്റർ, ഒരു ആവറേജ് ഡയാമീറ്റർ എന്ന് പറയുന്നത് 20 മൈക്രോമീറ്ററോളാണ് വരുന്നത്. ചില ടെക്സ്റ്റിൽ 10ഉം 20 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 20 മൈക്രോമീറ്റർ ആണ് ഒരു ആവറേജ് ഡയമീറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് വരുന്നത്. സോ ഈ 20 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ന്യൂക്ലിയസിന്റെ ഉള്ളില് ഈ 2 മീറ്റർ വരുന്ന മൊത്തത്തിലുള്ള ഡിപ്ലോയിഡ് സെല്ലാണ് എടുക്കുന്നതെങ്കിൽ 2 മീറ്റർ വരുന്ന DNA-നെ നമുക്ക് പാക്കേജ് ചെയ്ത് വെക്കണ്ടേ? അത് സ്ട്രെയിറ്റ് ആയാൽ പറ്റുമോ? പറ്റില്ല. സോ എഫക്റ്റീവ്ലി നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ പാക്കേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീനോം ഓർഗനൈസ്ഡ് ആക്കുന്നത് അല്ലെങ്കിൽ പാക്കേജ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ആർ യു വിത്ത് മീ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് പാക്കേജിങ്ങിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പാക്കേജിംഗ് ഇസ് ഡൺ ബൈ 2 types of proteins, histone proteins and non-histone proteins. Histone proteins ഉണ്ട്, non-histone proteins ആണ് പാക്കേജിംഗിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നവര്. അതില് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ഓഫ് 2 types, canonical histones and non-canonical histones. Canonical histones എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഫോംസ് ഓഫ് ഹിസ്റ്റോൺസ് ആണ് canonical histones, and that consists of linker histone H1, core histones H2A, H2B, H3 and H4. And non-canonical histones are histone variants. These are histone variants, and histone variants എന്ന് പറയുമ്പോൾ gene expression മാറ്റാൻ വേണ്ടിയിട്ട്, in order to change the level of gene expression, അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യണോ or should we repress it, അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഓരോ ഹിസ്റ്റോൺസിനും വേരിയൻസ് ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വേരിയൻസിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. H2X, Z, H3.3 അല്ലെങ്കിൽ സെൻപ, പ്രോട്ടമീൻ, ഇങ്ങനത്തെ കുറച്ച് പേരെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വിചാരിക്കരുത് ഇത്രയേ ഉള്ളൂ എന്ന്. എവറി കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ എവറി ഹിസ്റ്റോൺ, നമ്മൾ കനോണിക്കൽ ഹിസ്റ്റോണിനും എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? histone variants have been identified. So histone variants have been identified for all the histones. ഇത് ഞാൻ എന്തുകൊണ്ട് സ്ട്രെസ് ചെയ്ത് പറയാന്ന് വെച്ചാൽ, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന എല്ലാം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോ ഡീൽ ചെയ്യാൻ പോകുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞ് കളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും എന്തായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺ മോർ ടൈം. അപ്പൊ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ കനോണിക്കൽ ഹിസ്റ്റോൺസ് ഉണ്ട്, നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് ഉണ്ട്. അതിൽ നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ദീസ് ആർ ഹിസ്റ്റോൺ വേരിയൻസ്. നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ് ആർ ഹിസ്റ്റോൺ വേരിയൻസ്. അതായത് ഇപ്പൊ H2A നോർമൽ ആണെങ്കിൽ ഇപ്പൊ ജീൻ എക്സ്പ്രഷൻ കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി കോമ്പാക്ട് ആക്കണം DNA പാക്കേജിംഗ് എങ്കിൽ മാക്രോ H2A എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് ഉണ്ട്, അത് വരുന്നു. അല്ലെങ്കിൽ H3യുടെ വേരിയന്റ് ആണ് സെൻപ. സെൻപ സെൻട്രോമിയറിൽ കാണുന്ന ഹിസ്റ്റോൺ ആണ്, H3യുടെ വേരിയന്റ് ആണ്. സോ സെൻട്രോമെറിക് റീജിയൻ എപ്പോഴും എന്തായിരിക്കണം? ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ കുറച്ചും കൂടി കോമ്പാക്ട്ലി പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ് H3യുടെ വേരിയന്റ് ആയിട്ടുള്ള സെൻപ ഉപയോഗിക്കുന്നത്. അതുപോലെ H2Aയുടെ ഒരു വേരിയന്റ് ആണ് പ്രോട്ടമീൻ. പ്രോട്ടമീൻ ഇസ് എ ഹിസ്റ്റോൺ വേരിയന്റ് ഓഫ് H2A ഫൗണ്ട് ഇൻ സ്പേംസ്. സ്പേമിന്റെ പ്രോ ന്യൂക്ലിയസിൽ കാണുന്ന H2Aയുടെ വേരിയന്റ് ആണ് പ്രോട്ടമീൻ. സോ പ്രോട്ടമീൻ എന്തിനു വേണ്ടിയിട്ടാ? കുറച്ചും കൂടി കണ്ടൻസ്ഡ് ആയിട്ട് കോമ്പാക്ട്ലി പാക്ക് ചെയ്യാനാണ്. സോ അതായത് ജീനിന്റെ എക്സ്പ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീൻ റിപ്രസ് ചെയ്യണമോ എക്സ്പ്രസ് ചെയ്യണോ എന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് മാറുന്ന അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യുന്ന ഹിസ്റ്റോൺ വേരിയൻസ് ആണ് നോൺ കനോണിക്കൽ ഹിസ്റ്റോൺസ്. ഇത് ഇനിയും കാണാനുണ്ട്. നമുക്ക് ജീൻ റെഗുലേഷന്റെ സമയത്തൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹിസ്റ്റോണിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോൺ H1, H2A, H2B, H3 and H4 ആർ കനോണിക്കൽ ഹിസ്റ്റോൺസ്. ഈ കനോണിക്കൽ ഹിസ്റ്റോൺസിന്റെ മോളിക്യുലാർ മാസ് ടു നമ്മൾ പെർസെന്റേജ് ഓഫ് ലൈസിൻ ആൻഡ് അർജിനിൻ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് H1 ഓൾമോസ്റ്റ് 30.5% എന്താണ് ലൈസിൻ ആൻഡ് അർജിനിൻ കണ്ടന്റ് ആണ്. ആൻഡ് ബാക്കിയുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ കമ്പയറിംഗ് ഓൾ ദ അതേഴ്സ് H2A and H2A to H4 has about 20 to 25% ലൈസിൻ പ്ലസ് അർജിനിൻ. ആൻഡ് അമിനോ ആസിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. ലൈസിൻ, അർജിനിൻ, ഹിസ്റ്റidine എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ്. സോ ഹൈ കണ്ടന്റ് ഓഫ് ലൈസിൻ ആൻഡ് അർജിനിൻ മീൻസ് എന്താണ് ഹിസ്റ്റോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, അല്ലെങ്കിൽ അവർക്ക് നെറ്റ് ചാർജ് എന്താണ് പോസിറ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോൺസ് ആർ ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രോട്ടീൻസ് ഫോർ പാക്കേജിംഗ് ഓഫ് DNA. എന്തുകൊണ്ടാ? DNA is നെഗറ്റീവ്ലി ചാർജ്ഡ്. DNA നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത് ആരാ DNA നെഗറ്റീവ് ചാർജ് കൊടുക്കണേ? വേം പറഞ്ഞേ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. അതെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ് DNA നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. സോ ആ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള DNA കൃത്യമായിട്ട് പാക്കേജ് ചെയ്യണമെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോട്ടീൻ വേണം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വേണം, അല്ലെ? സോ ഹിസ്റ്റോൺസ് അങ്ങനെ നോക്കുമ്പോൾ, അതായത് അവരുടെ കണ്ടന്റ് അർജിനിൻ പ്ലസ് ലൈസിൻ കണ്ടന്റ് നോക്കുമ്പോൾ അവര് റിച്ച് ഇൻ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ് ആണ്. സോ അവരുടെ നെറ്റ് ചാർജ് പോസിറ്റീവ് ആണ്. ആൻഡ് thereby they are effectively or they can effectively participate in the condensation or packaging of negatively charged DNA. Okay ആണല്ലോ? ഇനി ക്രോമസോമൽ പാക്കേജിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ക്രോമസോമൽ പാക്കേജിംഗിലേക്ക് വരുമ്പോൾ there are two levels of packaging അല്ലെങ്കിൽ two levels of condensation. There are lower order condensation and higher order condensation. അപ്പൊ ഈ സ്ട്രക്ചറിൽ ഈ ഒരു ഡയഗ്രാം കാണാനുണ്ടാവുമല്ലോ. അതില് നമ്മൾ ഈ പറഞ്ഞ 2 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ 2 നാനോമീറ്റർ സ്ട്രക്ചർ ആണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ള BDNA-യുടെ ഡയമീറ്റർ 2 നാനോമീറ്റർ ആണ്. അങ്ങനെ ഇരിക്കുന്ന 2 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള BDNA-നെയാണ് നമ്മൾ എന്താക്കി മാറ്റാൻ പോകുന്നത്? കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള 4 ആംഡ് ആയിട്ടുള്ള ക്രോമസോം ആക്കി മാറ്റുന്നത്. ഫുള്ളി കണ്ടൻസ്ഡ് DNA നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർമീഡിയറ്റ് സ്റ്റേജസിൽ നമ്മൾ ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബർ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ലോവർ ഓർഡർ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 11 നാനോമീറ്റർ ഫൈബറും 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറും ആണ് ലോവർ ഓർഡർ കണ്ടൻസേഷൻ. ആൻഡ് 300, 700 എന്നൊക്കെ പറയുന്നത് ഹയർ ഓർഡർ കണ്ടൻസേഷൻസ് ആണ്. നമുക്ക് ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ മെറ്റഫേസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, fully condensed chromosome can only be seen during metaphase. Metaphase മാത്രമേ നമുക്ക് higher order condensation ഏതൊക്കെയാ? higher order condensation 300 നാനോമീറ്ററും 700 നാനോമീറ്ററും ആണ് higher order condensation. അപ്പം lower order condensation 11 നാനോമീറ്റർ ഫൈബറും 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറും ആണ്. higher order condensation എന്ന് പറയുമ്പോൾ 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറും 700 ആണ്. ആൻഡ് നമ്മൾ ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് എപ്പോൾ മാത്രമേ കാണാൻ പറ്റൂ? മെറ്റാഫേസ് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ? പ്രോഫേസിലാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇനിയും കാണും. ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ. പ്രൊഫേസിലാണ് അല്ലെങ്കിൽ ഓൺസെറ്റ് ഓഫ് പ്രൊഫേസിലാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മെറ്റഫേസിലാണ് കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അനാഫേസ് ആകുമ്പോഴേക്കും എന്തുണ്ടാവും? സെഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. വേർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സ്റ്റാർട്ട് ടു സെപ്പറേറ്റ്. അപ്പോഴും നമുക്ക് 4 ആംഡ് ആയിട്ടുള്ള ക്രോമസോമിനെ കാണാൻ പറ്റില്ല. സോ 4 ആംഡ് ആയിട്ടുള്ള റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമിനെ നമുക്ക് എപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ? മെറ്റാഫേസ് ഓഫ് ദ സെൽ സൈക്കിളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഇത് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് 2 നാനോമീറ്റർ ഓൾറെഡി നമ്മൾ ന്യൂക്ലിയോടൈഡ് ചാപ്റ്ററിൽ പഠിക്കും. അത് കഴിഞ്ഞ് 11 നാനോമീറ്ററിലേക്ക് എങ്ങനെ കണ്ടൻസ് ചെയ്യിക്കുന്നു, അത് കഴിഞ്ഞ് 30ലേക്ക് എങ്ങനെ ആക്കുന്നു, 300 എങ്ങനെ ആക്കുന്നു, 700 എങ്ങനെ ആക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ കണ്ടൻസേഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്റർഫേസിൽ ഓക്കെ, ഡു യു വാണ്ട് മീ ടു സ്ലോ ഡൗൺ? ഓക്കെ, ഐ വിൽ സ്ലോ ഡൗൺ. ഓക്കെ.
അപ്പം നമ്മുടെ സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതില് ഇന്റർഫേസ് ഉണ്ട് ആൻഡ് ദർ ഇസ് എം ഫേസ്. ഇന്റർഫേസ് അപ്പൊ സെൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും സെല്ല് ഇന്റർഫേസിലാണ് ഇരിക്കുന്നത് അല്ലേ? അതായത് സെൽ സൈക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ G1 ഫേസ് കാണാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഫേസ് ഉള്ളത്? G1, S, G2. അതെ, G1, S, G2, M ഫേസ്. പിന്നെ G0 ഫേസ്, ക്വയസന്റ് ഫേസ് നമ്മളൊരു ഡിവൈഡിങ് സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ G0 ഫേസ് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഒരു ഡിവൈഡിങ് സെല്ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ G1, S, G2, M ഇതായിരിക്കും എന്ത് സെൽ സൈക്കിളില് അല്ലെങ്കിൽ എന്താ പറയാ സെൽ സൈക്കിളിൽ ഇതൊക്കെയാണ് സ്റ്റേജസ് വരുന്നത്. ഇതില് ഒരു 24 അവർ സെൽ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 9 hours ആണ് G1 ഫേസിൽ ആ സെൽ സ്പെൻഡ് ചെയ്യുന്നത്. 10 hours ആണ് അത് എസ് ഫേസിൽ സ്പെൻഡ് ചെയ്യുന്നത്. 4.5 hours ആണ് അത് G2 ഫേസിൽ സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓൺലി 30 minutes is being spent in the M phase. അതായത് 4.5 hours ആണ് ഏതില് G2 ഫേസില്. പിന്നെ 9 hours ആണ് G1 ഫേസില് ആൻഡ് 10 hours ആണ് എസ് ഫേസില്. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഒരു സെൽ സൈക്കിൾ എടുത്തു കഴിയുമ്പോൾ G1, S, G2, M ഇങ്ങനെയാണ് സെൽ സൈക്കിളിലെ ഫേസസ് പോകുന്നത്. അതില് 24 അവർ സെൽ സൈക്കിൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ 9 hours എന്ന് പറയുന്നത് എന്താണ്? G1 ഫേസ് ആണ്. ഓക്കെ, 9 hours എന്ന് പറയുന്നതും G1 ഫേസ് ആണ്. ആൻഡ് 10 hours എന്ന് പറയുന്നത് എസ് ഫേസ് ആണ്. 4.5 hours എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. ആൻഡ് ഓൺലി 30 minutes, വെറും 30 minutes മാത്രമാണ് എന്തിലുള്ളത്? എം ഫേസിൽ ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് സെൽ സൈക്കിൾ പോകുന്നത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈമും സെൽ ഇരിക്കുന്നത് ഏത് ഫേസിലാ? ഇന്റർഫേസ് ആണല്ലോ. G2, S, G1 എന്നൊക്കെ പറയുന്നത് ഇന്റർഫേസ് അല്ലേ? സോ മോസ്റ്റ് ഓഫ് ദ ടൈമും സെൽ ഇരിക്കുന്നത് ഇന്റർഫേസിലാണ്. സോ ഇന്റർഫേസിൽ നമ്മൾ ഏത് ഫോം ഓഫ് DNA ആയിരിക്കും കാണുന്നുണ്ടാവുക? ഈ പറയുന്ന സാധാരണ ഇരിക്കുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണോ കാണുക? അല്ല, ഇറ്റ് ഈസ് അപ്പോഴും ഒരു ലോവർ ലെവൽ ഓഫ് കണ്ടൻസേഷൻ അണ്ടർഗോ ചെയ്തിട്ടുള്ള DNA ആയിരിക്കും ഇന്റർഫേസിൽ ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് അവിടെ അതായത് ഇന്റർഫേസിൽ മാക്സിമം അതിന് അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന DNAക്ക് അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 30 nanometer ഫൈബർ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇന്റർഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂക്ലിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 11 nanometer ഫൈബർ സ്ട്രക്ചറിലായിരിക്കും DNA ഇരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ 30 nanometer ഫൈബർ സ്ട്രക്ചറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് മാക്സിമം ലെവൽ ഓഫ് കണ്ടൻസേഷൻ ഫോർ എ DNA ഓർ ഫോർ എ ക്രോമാറ്റിൻ ഇൻ ഇന്റർഫേസ്. 30 nanometer വരെ ഇന്റർഫേസിൽ പോവുള്ളൂ. അത് കഴിഞ്ഞ് പ്രൊഫേസ്, എം ഫേസിലത്തെ പ്രൊഫേസ് തുടങ്ങുന്ന സമയത്താണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ലെവൽ ഓഫ് കണ്ടൻസേഷനിലേക്ക് പോവാം. ഓക്കെ, അതിൽ ലോവർ ഓർഡർ കണ്ടൻസേഷൻ ആണ്. ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. ഓക്കെ, ന്യൂക്ലിയോസോം ലെവൽ എന്ന് പറയുന്നത് 11 nanometer ഫൈബർ സ്ട്രക്ചർ ആണ്. ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ഞാനതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, സോ 11 nanometer ഫൈബർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ലെവലാണ്. ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. എന്തൊക്കെയാ ന്യൂക്ലിയോസോം എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്തൊക്കെയുള്ളത്? അല്ലെങ്കിൽ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയുള്ളത്? ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ട്, ലിങ്കർ DNA ഉണ്ട്, ലിങ്കർ ഹിസ്റ്റോൺ ഉണ്ട്. ഓക്കെ, സോ ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. ഇവിടെ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്റെ പോയിന്റർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോയിന്ററിലേക്ക് നോക്കുക, ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ. അതായത് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് the core histone or the histone octamer at the center
and the DNA that is wrapped around the histone octamer called the core DNA. അപ്പൊ ഏതൊക്കെ ചേർന്നിട്ടുള്ളതാണ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ? കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ along with the DNA that is wrapped around it called the core DNA. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടാമറും കോർ ഡിഎൻഎയും കൂടി ചേർന്നതാണ് എന്ത്? ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. രണ്ട് കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് DNA, അതിനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് പറയുന്നത്. So the linker DNA is the region of DNA that joins or links two nucleosome core particles. Adjacent core particles ne തമ്മിൽ കണക്ട് ചെയ്യുന്ന region of extended region of linker DNA അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന DNA റീജിയനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ലിങ്കർ DNA എന്ന് വിളിക്കുന്നത്. And there is also a linker histone. Linker histone H1. H1 എന്താ ചെയ്യുന്നത്? ലിങ്കർ DNAയുടെ കുറച്ച് സൈറ്റ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്ന ആളാണ് ലിങ്കർ ഹിസ്റ്റോൺ. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ. ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോസോം കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ, ലിങ്കർ DNA ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ. Now nucleosome core particle is made up of histone octamer or the core histones and the DNA wrapped around it called the core DNA, and then linker DNA and the linker histone and the linker histone binds to linker DNA. Linker histone is H1. ഈ ഫിഗറിൽ കാണാമല്ലോ, ലെഫ്റ്റ് ഫിഗർ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫിഗറിൽ H1 ഹിസ്റ്റോൺ കാണുന്നില്ലേ? അത് ലിങ്കർ DNA പോർഷനിലേക്കാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ആണല്ലോ. H1 ആണ് ലിങ്കർ ഹിസ്റ്റോൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. കോർ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് H2A, H2B, H3, H4 ആണ്. ആൻഡ് ലിങ്കർ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് H1 ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഹിസ്റ്റോൺ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് ഹിസ്റ്റോൺ ഒക്ടാമർ വെച്ചിട്ടാണ്. സോ ഒക്ടാമർ എന്ന് പറയുമ്പോൾ 8 ഉണ്ടായിരിക്കില്ലേ? ഒക്ടാമർ കൺസിസ്റ്റ് ഓഫ് 8 യൂണിറ്റ്സ് അല്ലെ, 8 പ്രോട്ടീൻസ്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി കോറിന്റെ കാര്യം പറഞ്ഞത് 4 H2A പറഞ്ഞു, H2B പറഞ്ഞു, H3 പറഞ്ഞു, H4 പറഞ്ഞു. അത് 4 ആയുള്ളൂ. സോ എങ്ങനെ ഒക്ടാമർ ഫോം ചെയ്യും? ഈ പറയുന്ന ഓരോ പ്രോട്ടീനിന്റെയും 2 കോപ്പി വീതമായിരിക്കും ഹിസ്റ്റോൺ ഒക്ടാമറിൽ കാണുന്നത്. സോ H2Aയുടെ 2 കാണാം, H2Bയുടെ 2 കാണാം, H3യുടെ 2 കാണാം, H4ന്റെ 2 കാണാം. സോ ടോട്ടലി 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെങ്കിൽ 8 ഹിസ്റ്റോൺസ് ചേർന്നതാണ് എന്ത്? ഹിസ്റ്റോൺ കോർ എന്ന് പറയുന്നത്. ആൻഡ് അറൌണ്ട് ദാറ്റ് ഹിസ്റ്റോൺ കോർ DNA റാപ്പ് ചെയ്യുന്നത് 1.65 ടേൺസ് ആണ്. ഓക്കെ, എങ്ങനെയാണ്? 1.65 ടേൺസ് ആണ് നമ്മുടെ ഹിസ്റ്റോൺ കോർ പാർട്ടിക്കിളിന്റെ ചുറ്റും അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും DNA വൈൻഡ് ചെയ്യുന്നത് 1.65 ടേൺസ് ആണ്. സോ അങ്ങനെ ആ DNA, അതായത് 1.65 ടേൺസ് ചുറ്റുന്ന ആ DNAനെയാണ് നമ്മൾ ഓൾറെഡി എന്ത് വിളിച്ചത്? കോർ DNA എന്ന് വിളിച്ചത്. സോ ഹിസ്റ്റോൺ ഒക്ടാമർ ഏതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ചുറ്റും DNA 1.65 ടേൺസ് റാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, കോൾഡ് ദ കോർ DNA. ആൻഡ് റിമൈനിങ് റീജിയൻ ദാറ്റ് കണക്ട്സ് ദ അഡ്ജസന്റ് nucleosome core particles form the linker DNA, and linker histone H1 binds to linker DNA. Okay, ഇനി ഇതിൽ തന്നെ കോർ DNAയുടെ സൈസ് എന്ന് പറയുന്നത്, കോർ DNAയുടെ സൈസ് എന്ന് പറയുന്നത് 147 ബേസ് പെയർ ആണ്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നതാണ്. ഓക്കെ, ഇതിലും സ്ലോ ആക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ കുഴപ്പമില്ലല്ലോ. Are you with me? എന്താ ഈ 1.65 ടേൺസ്, അതായത് എത്ര പ്രാവശ്യം ചുറ്റുന്നു. അതായത് നമ്മൾ 2 കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ ഒരു ബോൾ എടുത്ത് ചുറ്റും റിബൺ ചുറ്റുകയെന്ന് വിചാരിക്കൂ. റിബൺ ചുറ്റുമ്പോ 1 ടേൺ കഴിഞ്ഞു, 2 ടേൺ കംപ്ലീറ്റ് ആവുന്നില്ല. സോ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചതാണ് 1.65 ടേൺസ്. അത്രയും നമ്പർ ഓഫ് ടൈംസ് ആണ് DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യുന്നത്. Are you with me? കിട്ടുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, റാപ്പ് ചെയ്യുന്ന ലിങ്കർ DNAയുടെ ബേസ് പെയർസ് അല്ലേ 147 എന്ന് പറഞ്ഞത്? ലിങ്കർ അല്ല. ലിങ്കർ എന്ന് പറയുന്നത് 2 അഡ്ജസന്റ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന DNA ആണ് ലിങ്കർ DNA. കോർ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA പോർഷൻ ദാറ്റ് റാപ്സ് ദ ഹിസ്റ്റോൺ കോർ. ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റുന്ന DNA ആണ് കോർ DNA. കോർ DNAയും ലിങ്കർ DNAയും വ്യത്യാസമുണ്ട്.
കോർ ഡി എൻ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ്. ലിങ്കർ ഡി എൻ എ ഇസ് ദ എക്സ്റ്റെൻഡഡ് റീജിയൻ ദാറ്റ് ഇസ് നോട്ട് ബൗണ്ട് ബൈ എനി ഹിസ്റ്റോൺ. ഹിസ്റ്റോണുമായിട്ട് ബൈൻഡ് ചെയ്യാതിരിക്കുന്ന രണ്ട് ന്യൂക്ലിയോസും കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ഓഫ് ഡി എൻ എ ആണ് ലിങ്കർ ഡി എൻ എ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ കോർ ഡി എൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ സയന്റിഫിക്കലി നമ്മൾ എക്സ്പെരിമെന്റലി ഇനി നമ്മൾ എക്സ്പെരിമെന്റ്സ് കാണാനുണ്ട്. എക്സ്പെരിമെന്റലി അത് 146, 145, 147 ഈ റേഞ്ചിൽ 145 to 147 ബേസ് പെയർ റേഞ്ചിലാണ് കോർ ഡി എൻ എയുടെ സൈസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ കോർ ഡി എൻ എ ഹാസ് എ സൈസ് ഓഫ് 147 ബേസ് പെയർ ആൻഡ് ദ ലിങ്കർ ഡി എൻ എ ഹാസ് എ സൈസ് ഓഫ് 20 to 60 ബേസ് പെയർ. അപ്പൊ ഒരു 20 മുതൽ 60 ബേസ് പെയർ വരെയാണ് ലിങ്കർ ഡി എൻ എയുടെ സൈസ് എന്ന് പറയുന്നത്. ഇവിടെ കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ കോർ ഡി എൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസിലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഓൾമോസ്റ്റ് സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കണ്ടുപരിചയമുള്ളവരായിരിക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ എക്സാക്ട്ലി എന്ന് പറഞ്ഞ വാക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് അല്ലെ. ഒരു ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരും ചിലപ്പോൾ. അതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ഈ കോർ ഡി എൻ എയുടെ ലെങ്ത് എക്സാക്ട്ലി 147 ആണ് ഇൻ ഓൾ ഓർഗാനിസംസ് പറഞ്ഞാൽ ശരിയല്ല, അത് തെറ്റാണ്. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എല്ലാ ഓർഗാനിസംസിലും കോർ ഡി എൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 147 ബേസ് പെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. On the other hand, linker DNA ക്ക് വരുമ്പോ linker DNA length varies from one organism to another organism. That is one species to another species. ഞാൻ organism ആണ് പറഞ്ഞത്, സോറി, സ്പീഷീസ് ആണ്. ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസിലേക്ക് പോകുമ്പോഴത്തേക്കും ലിങ്കർ ഡി എൻ എയുടെ സൈസിൽ ലെങ്ത്തിൽ വ്യത്യാസം വരും. ഇതിപ്പോ 20 to 60 ഒരു ആവറേജ് എടുത്തുവെങ്കിൽ അത് ഹ്യൂമൻസിന്റെ കേസിലേക്ക് വരുമ്പോ ലിങ്കർ ഡി എൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് 38 to 53 ബേസ് പെയർ ആണ്. അത് പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഓരോ ഓർഗാനിസംസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്പീഷീസിലേക്ക് പോകുമ്പോൾ ലിങ്കർ ഡി എൻ എയുടെ സൈസിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസം വരും. പക്ഷെ കോർ ഡി എൻ എയുടെ സൈസ് ഓൾമോസ്റ്റ് ഓർ അപ്രോക്സിമേറ്റ്ലി 147 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ ലിങ്കർ ഡി എൻ എ ഒരു 20 to 60 ബേസ് പെയർ ആണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. ആ 20 to 60 ഒരു 20 to 30 ബേസ് പെയർ ആര് കവർ ചെയ്യുന്നുണ്ട്? ലിങ്കർ ഡി എൻ എ ആയിട്ടുള്ള ലിങ്കർ ഹിസ്റ്റോൺ ആയിട്ടുള്ള H1 ബൈൻഡ് ചെയ്യുന്നുണ്ട്. സോ 20 to 30 ബേസ് പെയർ ലെങ്ത് ഓഫ് ദ ലിങ്കർ ഡി എൻ എ ഇസ് ബൗണ്ട് ബൈ ദ ലിങ്കർ ഹിസ്റ്റോൺ H1. സോ ലിങ്കർ ഹിസ്റ്റോൺ H1 എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്കർ ഡി എൻ എയുടെ 20 to 30 ബേസ് പെയറിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. ഏതൊക്കെയാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ട്, which is made up of histone octamer and the DNA that wraps around the histone octamer called the core DNA. അങ്ങനെ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ട്. There is the linker DNA that connects or joins two adjacent nucleosome core particles, and there is the linker histone H1 that binds to about 20 to 30 base pair of the linker DNA. സോ ഇത്രയാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു പറയാം. അതിനു മുമ്പ് ദിസ് അപ്പിയേഴ്സ് ലൈക്ക് എ ബീറ്റ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ അല്ലെ. നമ്മൾ ഇന്റർഫേസിൽ ന്യൂക്ലിയസിനെ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബീറ്റ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ ആണ് കാണുന്നത്. ബിക്കോസ് ദീസ് ആർ ഓൾ ന്യൂക്ലിയോസോംസ്. ഈ കാണുന്ന ഓരോ ബീഡഡ് സ്ട്രക്ചർ എന്താണ്? ഓരോ ന്യൂക്ലിയോസോംസ് ആണ്. ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ന്യൂക്ലിയോസോം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അല്ലെ. അങ്ങനെ ഓരോ ന്യൂക്ലിയോസോമിനും ഈ പറയുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ട്. അങ്ങനെ ന്യൂക്ലിയോസോംസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബീഡഡ് സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇന്റർഫേസിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനി മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ, അതായത് നമ്മൾ എങ്ങനെയാണ് ന്യൂക്ലിയോസോമിന്റെ കോർ ഡി എൻ എയുടെ സൈസ് ഇത്രയാണ് അല്ലെങ്കിൽ ലിങ്കർ ഡി എൻ എയുടെ സൈസ് ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അത് നമ്മൾ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. സോ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ന്യൂക്ലിയോസോം എടുത്തു, അതിലേക്ക് ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ നടത്തി. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ന്യൂക്ലിയസ് ആഡ് ചെയ്ത് കൊടുത്തു. സോ എന്തുണ്ടാക്കും? ന്യൂക്ലിയസ് എന്താ ചെയ്യുക?
DNA റീജിയൻസിനെ കട്ട് ചെയ്യുന്ന ആളല്ലേ ന്യൂക്ലിയസ്. എന്ത് ചെയ്തു, അയാള് ഈ ഇടയിലുള്ള റീജിയൻസ് കട്ട് ചെയ്യും. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ DNA ലെങ്ത് നോക്കിയപ്പോൾ ഒരു 170 to 240 ബേസ് പെയർ ആണ് കിട്ടിയത്. ഓക്കെ, സോ വേറൊരു കാര്യം, DNA that is bound to the protein is not susceptible to cleavage by nuclease. ന്യൂക്ലിയസ് എങ്ങനെയുള്ള DNA കട്ട് ചെയ്യുള്ളൂ? ഫ്രീ ആയിട്ട് നിൽക്കുന്ന DNA മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മുടെ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് എന്താ, പ്രോട്ടീൻ അല്ലേ. സോ അങ്ങനെ പ്രോട്ടീന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീനിലേക്ക് ബൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റാപ്പ് ചെയ്തിരിക്കുന്ന DNA ആര് കട്ട് ചെയ്യില്ല? ന്യൂക്ലിയസ് കട്ട് ചെയ്യില്ല. സോ ഇവിടെ ലിങ്കർ DNA റീജിയൻസിനെയാണ് ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തപ്പോ കട്ട് ചെയ്തത്. ആൻഡ് നമുക്ക് ഇങ്ങനെ സ്ട്രക്ചേഴ്സ് കിട്ടി. നമ്മൾ എന്നിട്ട് ഹെവി ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കുന്നു. ഹെവി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താ, ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയസ് എൻസൈം ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഹയർ കോൺസെൻട്രേഷനിൽ എന്തും ചെയ്യും? ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഹയർ കോൺസെൻട്രേഷനിൽ എന്താ ചെയ്യാ, അതായത് ഈ പറയുന്ന കുറച്ച് എൻഡുകൾ ബാക്കി ഉണ്ടായിരുന്നില്ലേ കട്ട് ചെയ്യാൻ, അപ്പൊ അത്രയും എക്സ്ട്രീം പ്രിസിഷനോട് കൂടി അതായത് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന DNA ഒഴികെയുള്ള എല്ലാ പോർഷനും കട്ട് ചെയ്ത് കളയുമാര് ന്യൂക്ലിയസ്. സോ ഫൈനലി നമുക്ക് ഈ കോർ DNA ആണ് ബാക്കി കിട്ടുക. ആൻഡ് കോർ DNA ലെങ്ത് നമ്മൾ അസൈ ചെയ്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 146 ബേസ് പെയർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 146 അല്ലെങ്കിൽ 147 ബേസ് പെയർ ആണ് കോർ DNA സൈസ് എന്ന്. അത് നമ്മൾ കണ്ടുപിടിച്ചത് മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ വെച്ചിട്ടാണ്. ഇത്ര ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, കൂടുതലായിട്ടൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, എങ്ങനെ കോർ DNA സൈസ് നമ്മൾ കണ്ടുപിടിച്ചു എന്നേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ അതിനു മുമ്പ് ഞാനിത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു ന്യൂക്ലിയോസോമിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 11 നാനോമീറ്റർ ആണ്. 11 ആണ്. 11 നാനോമീറ്റർ ആണ് എന്ത്, ഒരു ന്യൂക്ലിയോസോമിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 നാനോമീറ്റർ ആണ്. ഇത് ആങ്സ്ട്രത്തിലാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് ആങ്സ്ട്രം ടു നാനോമീറ്റർ കൺവേർഷൻ ചെയ്താൽ മതി. ഓക്കെ, മൈക്രോകൊക്കൽ അതെന്താണ് അത് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്? മൈക്രോകൊക്കസിൽ നിന്നാണ് ഈ ന്യൂക്ലിയസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അതിന്ന് മൈക്രോകൊക്കസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത ന്യൂക്ലിയസ് ആയതുകൊണ്ടാണ് നമ്മൾ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. മൈക്രോകൊക്കൽ ഡൗട്ട് ആയിക്കോട്ടെ. ഇപ്പൊ ന്യൂക്ലിയസ് അതായത് ഹിസ്റ്റോൺസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള DNA എന്താ പറയാ ക്ലീവ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞ, പക്ഷെ ലിങ്കർ DNAയും കുറച്ച് H1 ഹിസ്റ്റോണുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അത് ഹിസ്റ്റോൺസ് കൺസിഡർ ചെയ്യുന്നില്ല നമ്മളിവിടെ. സോറി, H1 കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. H1 ഇല്ലാത്ത എങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, മൈക്രോകൊക്കൽ ന്യൂക്ലിയസിന് വിധേയമാക്കിയിട്ടുള്ളത്. അതായത് H1 ഹിസ്റ്റോൺ ആക്ച്വലി ഇതിന് സ്റ്റെബിലിറ്റി കൂട്ടുന്ന ഒരാളാ. വേറെ വലിയ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ആർക്കില്ല, H1 പറയുന്നില്ല. സോ ഇവിടെ ഹിസ്റ്റോൺ H1 കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, H1 കൺസിഡർ ചെയ്യാത്ത റീജിയൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഒരു 240 ബേസ് പെയറും പിന്നീട് 146 ബേസ് പെയറിൽ കൃത്യമായിട്ട് കോർ DNA മാത്രം ഒബ്റ്റെയിൻ ചെയ്യുമ്പോഴാണ് 146 ബേസ് പെയറിലേക്ക് എത്തുന്നത്. ഇത് കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു, ഞാൻ സ്പീഡ് കുറയ്ക്കാം. കൂടുതലാണെങ്കിൽ പറഞ്ഞോളൂ, കുറയ്ക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ കുറയ്ക്കാം. ഓക്കെ, സോ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ്. ഹലോ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞു. ഇപ്പോ ഈ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യുന്നത് ലിങ്കർ DNA പാർട്ട് മാത്രല്ലേ ഉള്ളൂ? അതെ, ലിങ്കർ DNA മാത്രമേ ഉള്ളൂ. കാരണം ലിങ്കർ DNA ആണ് വേറെ പ്രോട്ടീൻസ് ഒന്നും ആയിട്ട് ഇന്ററാക്ട് ചെയ്യാതെ ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ മൈക്രോകൊക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ എന്ന് പറയുന്നത് ലിങ്കർ DNA ബേസ് പെയർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, അത് ഏത് DNA കട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ബീഡഡ് സ്ട്രക്ചർ അല്ലേ. സോ ബീഡഡ് സ്ട്രക്ചറിൽ ഇരിക്കുമ്പോ ന്യൂക്ലിയോസോമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ആയിട്ട് ഇരിക്കുന്ന DNA കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ബൗണ്ട് ടു ദ പ്രോട്ടീൻ. പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. സോ അതിനേക്ക് പോയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ആ കോർ പാർട്ടി, അതായത് കോർ DNA ഡൈജഷൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ബേസ് പെയർ എങ്ങനെ ഈ ഒരു മെത്തേഡ് നമ്മളത് അൺബൈൻഡ് ചെയ്ത് എടുത്തിട്ട് ഇലക്ട്രോഫോറസിസോ
ബേസ് പെയർ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ്. അത് വേണമെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് ഗ്രൂപ്പിൽ ഇടാം, ഞാൻ ഫർദർ ആയിട്ട് ഇടാം. അത് അസേ ഉണ്ട്, അതെന്താ വെച്ചാൽ വാട്സണിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കാഞ്ഞതാണ്. അത് നമ്മൾ അസൈ ചെയ്ത് നോക്കി എത്ര ബേസ് പെയർ ഉണ്ടെന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, കോർ ഡി എൻ എയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ കോർ ഡി എൻ എയുടെ ലെങ്ത് 146 ആണെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. മൈക്രോക്കക്കൽ ന്യൂക്ലിയസ് ഡൈജഷൻ വെച്ചിട്ടാണ് നമുക്ക് കോർ ഡി എൻ എയുടെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കി, അതായത് കുറച്ച് എമൗണ്ട് ഓഫ് ന്യൂക്ലിയസ് ആഡ് ചെയ്ത് കൊടുത്തു നോക്കി. സോ ലിങ്കർ ഡി എൻ എ ആണ് അവിടെ ഫ്രീ ആയിട്ടുള്ളത്. ദ ഡി എൻ എ ദാറ്റ് ഇസ് ബൗണ്ട് ടു ദ പ്രോട്ടീൻ is not susceptible to cleavage by nucleus. അപ്പൊ ന്യൂക്ലിയസ് എവിടെ മാത്രമേ കട്ട് ചെയ്യുള്ളൂ, ലിങ്കർ ഡി എൻ എയിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്തു, ഡിഫറെന്റ് ന്യൂക്ലിയോസോംസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. ആൻഡ് ഹെവി ന്യൂക്ലിയസ് ഡൈജഷൻ കൊടുത്തു നോക്കിയപ്പോ എക്സാക്ട്ലി കോർ ഡി എൻ എ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ക്ലീഡ് ആയി പോയി. ആൻഡ് നമ്മൾ എന്നിട്ട് അതിന് അസേ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ലെങ്ത് 146 ബേസ് പെയർ ആണെന്ന് കണ്ടെത്താൻ പറ്റി. സോ ഇങ്ങനെയാണ് കോർ ഡി എൻ എയുടെ സ്ട്രക്ചർ, കോർ ഡി എൻ എയുടെ ലെങ്ത് 146 ആണെന്ന് കണ്ടുപിടിച്ചത്. ഇതങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ അല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോർ ഹിസ്റ്റോൺസിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു ഹിസ്റ്റോൺ ഒക്ടാമർ, അതാണ് ബേസൽ യൂണിറ്റ് അല്ലെ. ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റുമാണ് ഡി എൻ എ 1.65 ടേൺസ് റാപ്പ് ചെയ്യുന്നത്. സോ ഈ കോർ ഹിസ്റ്റോൺസ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ എല്ലാ കോർ ഹിസ്റ്റോൺസിനും കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ കൺസേർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോൾഡിനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കോർ ഹിസ്റ്റോൺസിനും ഉള്ള ഒരു കോമൺ കൺസേർവ്ഡ് സ്ട്രക്ചറൽ ഫോൾഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് 3 alpha helices linked by 2 loops L1 and L2. എന്തൊക്കെയുള്ളത്, ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് 3 alpha helices. ഏതൊക്കെയാ, എന്റെ പോയിന്ററിലൂടെ പോണേ, α1, α2, α3, അങ്ങനെ 3 ആൽഫ ഹെലിസസ് ആണ് ഇവിടെ ഉള്ളത്, ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിനിൽ ഉള്ളത്. ഈ ആൽഫ ഹെലിസസ് ആർ കണക്റ്റഡ് ബൈ 2 ലൂപ്സ് L1 and L2. അപ്പൊ ഈ പോയിന്റിലൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാ വരുന്ന സ്ട്രക്ചർ, α1, L1, α2, L2, α3, ഇങ്ങനെയാണ് ആ ഒരു ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ കിടക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് H4 ആണ്. H4 മാത്രമല്ല എല്ലാ കോർ ഹിസ്റ്റോൺസിനും ഈ ഒരു കൺസേർവ്ഡ് സ്ട്രക്ചറൽ ഫോൾഡ് പ്രസന്റ് ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫോൾഡ് ആണ്. ഓക്കെ ആണല്ലോ, ഒന്നുകൂടി പറയാം. എല്ലാ കോർ ഹിസ്റ്റോൺസിനും എന്തുണ്ട്, അവർ പ്രോസസ് ചെയ്യുന്ന ഒരു കൺസേർവ്ഡ് സ്ട്രക്ചറൽ ഫോൾഡിന്റെ പേരാണ് ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ. ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് 3 alpha helices, α1, α2 and α3, which are linked by 2 loops L1 and L2. അതെല്ലാ കോർ ഹിസ്റ്റോൺസിനുള്ള ഒരു കോമൺ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി അവർക്ക് ഈ കോർ ഹിസ്റ്റോൺസിന് ഈ ആൽഫ ഹെലിസസും ഇടയിലുള്ള ലൂപ്പും മാത്രമല്ല, അവർക്ക് എന്തും കൂടി ഉണ്ട്, they also possess dynamic histone fold extensions named histone tails. അവർക്ക് എന്തുകൂടി ഉണ്ട്, ഡൈനാമിക് ആയ, that word is important, dynamic, unordered and susceptible to modifications. അപ്പൊ ഡൈനാമിക് ആണ്, ഡിസോർഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത, ഓർഡേർഡ് അല്ലാത്ത എക്സ്റ്റൻഷൻസിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് പറയുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം പണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അവിടെ ഓപ്ഷൻസിൽ ഓർഡേർഡ് എന്നായിരുന്നു. അപ്പൊ അത് ഒബ്വിയസ്ലി തെറ്റായിരിക്കുമല്ലോ. സോ എന്താണ് ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് പറയുമ്പോൾ, ദീസ് ആർ ഡൈനാമിക് സ്ട്രക്ചേഴ്സ്. ഡൈനാമിക് ആണ്, ഓർഡേർഡ് അല്ല. ആൻഡ് ദീസ് ടെയിൽസ് ക്യാൻ അണ്ടർഗോ ഡിഫറെന്റ് മോഡിഫിക്കേഷൻസ്. ടെയിൽസിൽ കുറെ മോഡിഫിക്കേഷൻസ് നടക്കാം, ലൈക്ക് മീഥൈലേഷൻസ്, അസറ്റൈലേഷൻസ്, ഫോസ്ഫോറിലേഷൻസ്, ഹൈഡ്രോക്സിലേഷൻസ്, യൂബിക്യുറ്റിലേഷൻസ്, ഇനിയും ഇഷ്ടം പോലെ എണ്ണമറ്റ മോഡിഫിക്കേഷൻസ് എവിടെ നടക്കാം, ഹിസ്റ്റോൺ ടെയിൽസിൽ നടക്കാം. ഓക്കെ, ആൻഡ് ദീസ് ഹിസ്റ്റോൺ ടെയിൽ മോഡിഫിക്കേഷൻസ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് ജീൻ എക്സ്പ്രഷൻ ഓർ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇവർ നടത്തുന്നുണ്ട്. അതായത് ചില ഹിസ്റ്റോൺ ടെയിൽ മോഡിഫിക്കേഷൻസ് help in gene expression or causes gene activation, and some other gene histone modifications cause gene repression. ചില മോഡിഫിക്കേഷൻസ് എങ്ങോട്ടാ പോകുന്നത്, ജീൻ ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ചില മോഡിഫിക്കേഷൻസ് ജീൻ റിപ്രഷൻ
അല്ലെങ്കിൽ ജീൻ ഇനാക്ടിവേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ജീൻ റെഗുലേഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഹിസ്റ്റോൺ ടെയിൽസ് ആർ സസെപ്റ്റബിൾ ടു ദീസ് മോഡിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോൺ ടെയിൽസിലേക്ക് നോക്കുമ്പോ എല്ലാ കോർ ഹിസ്റ്റോൺസിലും ഏതൊക്കെ കോർ ഹിസ്റ്റോൺസ് മറക്കരുതേ, H2A, H2B, H3, H4 ഇവരാണ് കോർ ഹിസ്റ്റോൺസ്. എല്ലാ കോർ ഹിസ്റ്റോൺസിനും എന്തുണ്ട്? N ടെർമിനലിലെ ടെയിൽ കാണാൻ പറ്റും. എല്ലാ കോർ ഹിസ്റ്റോൺസിനും N ടെർമിനലിലെ ടെയിൽ കാണാൻ പറ്റും. ആൻഡ് H2A മാത്രമാണ് അഡീഷണൽ C ടെർമിനലിൽ ഒരു ടെയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ ആണോ? എല്ലാ കോർ ഹിസ്റ്റോൺസിനും N ടെർമിനലിൽ ടെയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ H2A മാത്രമാണ് C ടെർമിനലിൽ ഒരു ടെയിൽ കാണുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കേ, എല്ലാവർക്കും എന്തുണ്ട്? ആൽഫ 1 ഉണ്ട്, പിന്നെ ഇതാണ് L1, പിന്നെ ആൽഫ 2, ഇടയിലുള്ള ലൂപ്പ് L2, then ആൽഫ 3. ഇത് എല്ലാവർക്കും കോമൺ അല്ലേ? and that is called histone fold domain. ഇനി H2A കൺസിഡർ ചെയ്യുന്ന സമയത്ത് C ടെർമിനലിൽ ഒരു ചെറിയ ആൽഫ ഹെലിക്സ് ഉണ്ട്. അത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യണ്ട. അതിനുശേഷം എന്തുണ്ട്? ഒരു ലോങ് എക്സ്റ്റൻഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ആൻഡ് C ടെർമിനൽ ടെയിൽ ഇസ് പ്രസന്റ് ഓൺലി ഫോർ H2A. ഓക്കെ, ആൻഡ് ഇവിടെ H2Bയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ C ടെർമിനലില് ഒരു ആൽഫ ഹെലിക്സ് ആണ്. ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ കാണിക്കുന്നത് മൊത്തം ആൽഫ ഹെലിക്സ് ആണ്. ആൻഡ് H2Bയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ C ടെർമിനലില് ഒരു അഡീഷണൽ ആൽഫ ഹെലിക്സ് കാണാം, ബട്ട് ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഹിസ്റ്റോൺ ടെയിൽ. അതൊരു ആൽഫ ഹെലിക്സ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ബീങ് കണ്ടിന്യൂഡ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആൽഫ ഹെലിക്സ് പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഹിസ്റ്റോൺ ടെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ആൽഫ ഹെലിക്സ് ആണ്. ഓക്കെ, അപ്പൊ ടെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ H2A മാത്രമേ C ടെർമിനൽ ടെയിൽ ഉള്ളൂ. H2B ഒരു ആൽഫ ഹെലിക്സ് ആണ് C ടെർമിനലിൽ ഉള്ളത്. ആൻഡ് H3 വരുന്ന സമയത്ത് N ടെർമിനലിൽ തന്നെ ഒരു അഡീഷണൽ ആൽഫ ഹെലിക്സ് കാണാൻ പറ്റും. ഓക്കെ, H2A N ടെർമിനലിൽ ഒരു ആൽഫ ഹെലിക്സ് ഉണ്ട്, പക്ഷെ അത് ചെറുതാണ്, സോ അത് കൺസിഡർ ചെയ്യണ്ട. പക്ഷെ H3യുടെ കേസ് അങ്ങനെയല്ല. ഇത് കമ്പാരബിളി, അതായത് നമ്മളിപ്പോ ആൽഫ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത്രയും സൈസ് തന്നെ വരുന്ന ഒരു ആൽഫ ഹെലിക്സ് അല്ലേ H3യുടെ N ടെർമിനലിലുള്ളത്. അപ്പൊ H3 N ടെർമിനലില് ഒരു അഡീഷണൽ ആൽഫ ഹെലിക്സ് പ്രസന്റ് ആണ്. H4 അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം, ഈ ഹിസ്റ്റോൺ എല്ലാ കോർ ഹിസ്റ്റോൺസിനും എന്തുണ്ട്? ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫോൾഡ് ഡൊമെയിൻ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ഹെലിസസ് ലിങ്ക്ഡ് ബൈ 2 ലൂപ്സ് L1 ആൻഡ് L2. അതെല്ലാ ഹിസ്റ്റോൺസിനും ഉള്ളതാണ്. ഓക്കെ, H4ന്റെ ഇവിടെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അതിവിടെ കണ്ടാൽ മനസ്സിലാവും. എല്ലാവർക്കും എന്തുണ്ട്? ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ഉണ്ട്. ആൻഡ് എല്ലാവർക്കും എല്ലാ ഹിസ്റ്റോൺസിനും എന്തുണ്ട്? N ടെർമിനൽ ടെയിൽ പ്രസന്റ് ആണ്. N ടെർമിനൽ ടെയിൽ എല്ലാവർക്കും പ്രസന്റ് ആണ്. H2A മാത്രമാണ് C ടെർമിനൽ ടെയിൽ ഉള്ളത്. H2B there is an additional alpha helix at the C terminal domain, and H3 has an additional alpha helix on the N terminal domain. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിനിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്റോൺ ഫോൾഡിന്റെ സ്ട്രക്ചർ. ഇനി എങ്ങനെയാണ് കോർ ഹിസ്റ്റോൺസ് ഒക്ടാമർ ഫോം ചെയ്യുന്നത് നോക്കണം. നമ്മളിപ്പോ പഠിക്കുന്നത് ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ എത്തിയിട്ടേ ഉള്ളൂ. അതിൽ എങ്ങനെ ന്യൂക്ലിയോസോം ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയോസോമിന്റെ കോർ പാർട്ടിക്കിളിന്റെ ഉള്ളിലുള്ള ഏറ്റവും സെൻട്രലിലുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിൽ എങ്ങനെയാ ഫോം ചെയ്യുന്നത് നോക്കാം. ഒക്ടാമർ ഒബിയസ്ലി ഫോം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ഫോം ചെയ്യണം? ഡൈമേഴ്സ് ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ഡൈമർ ഫോം ചെയ്യണം, അതിനുശേഷം ടെട്രാമർ ഫോം ചെയ്യണം, അതിനുശേഷം വേണം ഒക്ടാമറൈസ് ചെയ്യാനായിട്ട്. ഇതൊരു സീക്വൻഷ്യൽ സ്റ്റെപ്പാണ്. അപ്പൊ ആദ്യം ഡൈമറൈസ് ചെയ്യണം, പിന്നെ ടെട്രാമറൈസ് ചെയ്യണം, എന്നിട്ടാണ് ഒക്ടാമറൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ഡൈമർ ഫോം ചെയ്യുന്നത് ആദ്യം നോക്കാം. സോ ഓൾവേസ് H2A forms dimer with H2B, or H2A dimerizes with H2B, and always H3 dimerizes with H4. എപ്പോഴും H2A H2B യുമായിട്ടാണ് ഡൈമറൈസ് ചെയ്യുന്നത്.
എപ്പോഴും H3H4 ഡൈമറൈസ് ചെയ്യുന്നത്. ഒരിക്കലും H3H2A അല്ലെങ്കിൽ H2A H4 അല്ലെങ്കിൽ H2B H4 അങ്ങനെ ഒരു മിക്സിംഗ് അപ്പ് നടക്കുന്നില്ല. ഓൾവേസ് H2A ഡൈമറൈസസ് വിത്ത് H2B and always H3 ഡൈമറൈസസ് വിത്ത് H4. അങ്ങനെ H2A H2B ഹെട്രോഡൈമറും H3H4 ഹെട്രോഡൈമറും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെ ഈ ഡൈമർ ഫോം ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി ഇപ്പൊ ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ പഠിച്ചു അല്ലെ? ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമെയിൻ പഠിച്ചു. അതിലിപ്പോ L1 എന്താണെന്നറിയാം, L2 എന്താണെന്നറിയാം, α1 എന്താണെന്നറിയാം, α2 എന്താണെന്നറിയാം, α3 എന്താണെന്നറിയാം. സോ എങ്ങനെയാണ് ഡൈമറൈസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ H2A H2B എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ H2Aയുടെ L1ഉം H2Aയുടെ L1ഉം H2Bയുടെ L2ഉം ഇത് രണ്ടും ലൂപ്സ് ആണല്ലോ. സോ H2Aയുടെ L1 ലൂപ്പും H2Bയുടെ L2 ലൂപ്പും ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഒരു ഹിസ്റ്റോൺ ഹാൻഡ്ഷേക്ക് മോട്ടീഫ് ഫോം ചെയ്യുന്നതും അവിടെ ഡൈമർ ഫോം ചെയ്യുന്നതും. അതായത് നമ്മൾ എങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുക? അതായത് ഒരു കൈ ഇങ്ങോട്ടാണെങ്കിൽ അപ്പുറത്തെ കൈ ഓപ്പോസിറ്റ് ഓറിയന്റേഷനിലല്ലേ? അങ്ങനെ ആന്റി പാരലലി അല്ലേ നമ്മൾ ഹാൻഡ്സ് ഷേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ? ഓപ്പോസിറ്റ് ഓറിയന്റേഷനിലല്ലേ വന്ന് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ്ഷേക്ക് മോട്ടീഫ് എങ്ങനെ ഫോം ചെയ്യുന്നു? H2Aയുടെ L1ഉം H2Bയുടെ L2ഉം ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഹിസ്റ്റോൺ ഹാൻഡ്ഷേക്ക് മോട്ടീഫ് ഫോം ചെയ്യുന്നത്. സോ ഒന്നുമില്ലെങ്കിൽ ഇതൊന്നും നോക്കണ്ട. L1 L2 അത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ വേണ്ട, ജസ്റ്റ് എന്ത് പറഞ്ഞാൽ മതി? H2Aയും H2Bയും ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? H2A H2B ഹെട്രോഡൈമർ ഫോം ചെയ്യുന്നത്. In the same way, H3 and H4 arrange anti-parallelly to form H3H4 heterodimer. ഇത്രയേ ഉള്ളൂ. സോ അവിടെ ഫോം ചെയ്യുന്നത് ഹാൻഡ്ഷേക്ക് മോട്ടീഫ് ആണെന്ന് മാത്രം. സോ അവർ ആന്റി പാരലലി ആരാണോ ഡൈമറൈസ് ചെയ്യാൻ ഇന്ററാക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് അവര് ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ഹിസ്റ്റോൺ ഹാൻഡ്ഷേക്ക് മോട്ടീഫ് ഫോം ചെയ്യുന്നതും ഹെട്രോഡൈമറൈസ് ചെയ്യുന്നതും. ഓക്കെ അല്ലേ? ഡൈമറൈസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ? ആർ യു വിത്ത് മീ? കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഇങ്ങനെ ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഹെട്രോഡൈമറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡൈമറൈസ് ചെയ്തു, ഇനി എന്ത് ചെയ്യണം? ടെട്രാമറൈസ് ചെയ്യണം അല്ലെ? ടെട്രാമറൈസ് ചെയ്യണം. അതിനു മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഇവിടെ ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തു. ഇത് ഒരു ഹാൻഡ്ഷേക്ക് മോട്ടീഫ് ആണ്. ഇതിപ്പോ നമുക്ക് H2A H2B എന്ന് വിചാരിക്കാം. സോ H2A H2B ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് ആര് തമ്മിലായിരിക്കും? ഇവിടെ ഇപ്പൊ ബേസ്ഡ് ഓൺ ദ ഫിഗർ ആര് തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത്? അതായത് ആരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്നത്? α2കൾ തമ്മിലല്ലേ? ഈ പോയിന്റ് ഒന്ന് ഫോക്കസ് ചെയ്യണേ. ഇതിപ്പോ H2A ആണെന്ന് വിചാരിക്കുക. ഈ യെല്ലോ എന്ന് പറയുന്നത് H2A ആണെങ്കിൽ യെല്ലോ H2Aയും നമുക്ക് ബ്ലൂ H2B ആയിട്ട് എടുക്കാം. സോ യെല്ലോന്റെ α1 α2 ആൻഡ് α3 അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ തിരിച്ച ഓറിയന്റേഷനിലാണ് α1 α2 α3 ആന്റി പാരലലി ആണ് ഇവർ രണ്ടുപേരും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ്, അതിപ്പോ നോൺ കോവലന്റ് ഇന്ററാക്ഷൻസ് ആണല്ലോ, ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് എവിടെ നടക്കുന്നത്? α2കൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്യുന്നു, അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് വരുന്നത് α2കൾ തമ്മിലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഡൈമറൈസ് ചെയ്തു അല്ലെ? ഈ ഡൈമർ എന്ത് ചെയ്യണം? ടെട്രാമറൈസ് ചെയ്യണം. ഡൈമർ എന്ത് ചെയ്യണം? ടെട്രാമറൈസ് ചെയ്യണം. സോ H2A H2B ഡൈമേഴ്സ് ഒരിക്കലും ടെട്രാമറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. H2A H2B ഡൈമേഴ്സ് do not take part in tetramerization. H3 H4 ഡൈമേഴ്സ് undergo tetramerization. അപ്പൊ ടെട്രാമറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്? H3 H4 ഡൈമേഴ്സ് മാത്രമാണ്. H2A H2B ഡൈമേഴ്സ് do not take part in tetramerization. ഓക്കെ, അപ്പൊ H3 H4 ടെട്രാമർ ഫോം ചെയ്യുന്നു. അതിലേക്ക് പിന്നീടാണ് H2A H2B ഡൈമേഴ്സ് വന്ന് ആഡ് ചെയ്യുന്നത്. H2A H2B ഡൈമേഴ്സ് ഒരിക്കലും ടെട്രാമറൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല.
അവർ ഇൻഡിവിജ്വൽ ഡൈമേഴ്സ് ആയിട്ടാണ് പിന്നീട് വന്നിട്ട് ഈ കോറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. പക്ഷെ H3H4 ഡൈമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ടെട്രാമറൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ടെട്രാമർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതില് H3H4 ടെട്രാമർ ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് H3H4 ഡൈമേഴ്സ് തമ്മിലാണ് ഇന്ററാക്ഷൻ വരുന്നത്. രണ്ട് H3H4 ഡൈമേഴ്സ് അടുത്തടുത്ത് വരുന്നു. ആൻഡ് ദ ഇന്ററാക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഒരു H3H4 ഡൈമറിന്റെ H3യുടെ ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇതിപ്പോ H3H4 ഡൈമർ, ഇവിടെ വേറൊരു H3H4 ഡൈമർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് H3, ഇത് H4, ഇത് H3H4. ഓക്കെ, ഇങ്ങനെ H3H4 ഡൈമേഴ്സ് ഇരിക്കുന്ന സമയത്ത് ടെട്രാമറൈസേഷൻ അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് ഇന്ററാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ H3s. H3കൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നടക്കുന്നത് H3കൾ തമ്മിലാണ്. H4കൾ തമ്മിലല്ല, H3കൾ തമ്മിലാണ് ഇന്ററാക്ട് ചെയ്തിട്ട് ടെട്രാമർ ഫോം ചെയ്യുന്നത്. H3കൾ തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും? ഇതിപ്പോ ഫസ്റ്റ് ഡൈമർ ആണെങ്കിൽ ഒരു ഡൈമറിന്റെ ആൽഫ 1ഉം അടുത്തൊരു ഡൈമറിന്റെ H3യുടെ ആൽഫ 3യും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരിക. ഒന്നും കൂടി പറയാം, H2A, H2B dimer do not take part in tetramerization. They are individually added later on. Okay, octamer formation ൽ അവര് പിന്നീട് individually ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നേരെ തിരിച്ച് H3H4 dimers interact to form tetramer. അങ്ങനെ ടെട്രാമർ ഫോം ചെയ്യുന്ന സമയത്ത് H3H3കൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ടെട്രാമറൈസേഷനിൽ H3കളുടെ ഇന്ററാക്ഷൻ വഴിയാണ് ടെട്രാമർ ഫോം ചെയ്യുന്നത്. And that interaction, most of the interaction or major interaction takes place between alpha 1. Alpha 1 ഒക്കെ എവിടെയെന്ന് ഓർമ്മയുണ്ടല്ലോ? ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈനിന്റെ പോർഷൻസ് ആയിരുന്നു alpha 1, 2, 3 ഒക്കെ. സോ H3യുടെ, അതായത് ഒരു ഡൈമറിലത്തെ H3യുടെ, എക്സാക്ട്ലി H4, H3, H3, H4 അങ്ങനെ H3കൾ തമ്മിലായിരിക്കും ഇന്ററാക്ഷൻ വരുന്നത്. സോ H3യുടെ ഒരാളുടെ ആൽഫ 1ഉം അപ്പുറത്തെ H3യുടെ ആൽഫ 3യും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ H3H4 ടെട്രാമർ ഫോം ചെയ്യുന്നു. ഓക്കെ ആണോ? അങ്ങനെ H3H4 ടെട്രാമർ ഫോം ചെയ്തു. ഈ ടെട്രാമറിന്റെ ചുറ്റുമാണ് DNA 1.65 ടേൺസ് ചുറ്റുന്നത്. ഓക്കെ, ഈ ടെട്രാമറിന്റെ ചുറ്റുമാണ് DNA നേരത്തെ നമ്മൾ പറഞ്ഞ 1.65 ടേൺസ് ചുറ്റുന്നത്. സോ വൺസ് H3H4 tetramer forms, DNA wraps around the tetramer 1.65 times. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് മൊത്തത്തിൽ ഒക്ടാമർ ഫോം ചെയ്തിട്ട് DNA റാപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ടെട്രാമർ ഫോം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? DNA 1.65 ടേൺസ് റാപ്പ് ചെയ്യും. ഇതിനു ശേഷമാണ് H2A, H2B dimers will be added. So H2A, H2B dimers are then added to the tetramer DNA complex. അങ്ങനെയാണ് ഒക്ടാമർ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ടെട്രാമർ H3H4 ടെട്രാമർ ഫോം ചെയ്തു, അതിനു ചുറ്റും DNA റാപ്പ് ചെയ്തു. അതിനുശേഷമാണ് H2A, H2B dimers, രണ്ട് ഡൈമർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഒക്ടാമറൈസ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ഒക്ടാമറൈസേഷൻ H4ഉം H2Bയും തമ്മിലാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. ഓക്കെ, H3H4 ടെട്രാമർ ഇരിക്കുന്നു, ഇതിലേക്ക് രണ്ട് H2A, H2Bകൾ വരണം. ഈ ഇന്ററാക്ഷൻ നടക്കുന്നത് എങ്ങനെയാ? ഈ ടെട്രാമറിലത്തെ H4ഉം ഡൈമറിലെ H2Bയും തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് H3H4 ടെട്രാമർ ഫോം ചെയ്യുമ്പോൾ H3കൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ ഒക്ടാമറൈസേഷന്റെ സമയത്ത് H4ഉം H2Bയും തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഒക്ടാമർ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിളിന്റെ കോർ ഹിസ്റ്റോൺസ് ഒക്ടാമറൈസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തായി? ഹിസ്റ്റോൺ ന്യൂക്ലിയോസോം സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ കോർ പാർട്ടിക്കിളിലെ ന്യൂക്ലിയോസോം ഒക്ടാമർ, ഹിസ്റ്റോൺ ഒക്ടാമർ ഇപ്പൊ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് DNA റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ DNA റാപ്പ് ചെയ്ത DNA നമ്മൾ കോർ DNA എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മൊത്തത്തിൽ റാപ്പ് ചെയ്തു, നമ്മൾ ന്യൂക്ലിയോസോം ഫോം ചെയ്തു. ഓക്കെ ആണല്ലോ? ന്യൂക്ലിയോസോം ഫോം ചെയ്തു. ഇപ്പൊ റാപ്പ് ചെയ്തിട്ട് 1.65 ടേൺസ് ഒക്കെ ആയിട്ട് ന്യൂക്ലിയോസോം ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് അഡ്ജസന്റ് ന്യൂക്ലിയോസോംസിനെ കണക്ട് ചെയ്തുകൊണ്ട് ആരുണ്ട്? ലിങ്കർ DNA ഉണ്ട്. ആ ലിങ്കർ DNAയുടെ 20 to 30 ബേസിക് പെയർ കവർ ചെയ്തുകൊണ്ട് ആരുണ്ട്? ലിങ്കർ ഹിസ്റ്റോൺ ഉണ്ട്. ആ ലിങ്കർ ഹിസ്റ്റോൺ stabilizes the nucleosome structure.
ലിങ്കർ ഹിസ്റ്റോൺ ഒന്നുകൂടി പറയാം ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, അല്ലെങ്കിൽ ന്യൂക്ലിയോസും മൊത്തത്തില് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് സമ്മറൈസ് ചെയ്താൽ മതിയോ? അല്ല, ഒന്നുകൂടി പറയാം, ഒപ്റ്റിമൈസേഷൻ ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ന്യൂക്ലിയോസും കോർ പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയോസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയോസും കോർ പാർട്ടിക്കിൾ കാണാൻ പറ്റും, ലിങ്കർ DNA കാണാൻ പറ്റും, ലിങ്കർ ഹിസ്റ്റോൺ കാണാൻ പറ്റും, അല്ലെ? അങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതില് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിളിന്റെ ഉള്ളില് എങ്ങനെ ഒക്ടാമറൈസേഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മളിപ്പോ നോക്കിയിട്ടുള്ളൂ. ആൻഡ് അതിന്റെ കൂടെ കോർ ഹിസ്റ്റോൺ അല്ലെങ്കിൽ കോർ DNA പറഞ്ഞു, ലിങ്കർ DNA പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈൻ പറഞ്ഞു, എങ്ങനെ ഡൈമറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഡൈമറൈസ് ചെയ്യുന്നത്? എപ്പോഴും H2A H2B ആയിട്ട് ഡൈമറൈസ് ചെയ്യുള്ളൂ, H3 H4 ആയിട്ട് ഡൈമറൈസ് ചെയ്യുള്ളൂ. So H2A dimerizes with H2B to form H2A H2B heterodimer, and H3 dimerizes with H4 to form H3 H4 heterodimer. And അത് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? It is through histone handshake motif. എങ്ങനെ? ഒരു H2Aയും H2B ആണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഹിസ്റ്റോൺ ഹാൻഡ്ഷേക്ക് മോട്ടീവ് ഫോം ചെയ്യുന്നത്, ഡൈമറൈസ് ചെയ്യുന്നത്. സോ വൺസ് ഡൈമറൈസ് ചെയ്തു കഴിഞ്ഞാൽ H2A H2B exist as dimers, while H3 H4 dimers undergo tetramerization. Okay, അപ്പൊ H2A H2B dimers ഡൈമറായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു, while H3 H4 dimers undergo tetramerization to form H3 H4 tetramer. H3 H4 tetramer ഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് ആര് തമ്മിലാണ്? രണ്ട് H3 H4 ഡൈമേഴ്സിന്റെ H3കൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത്. ഒരാളുടെ ആൽഫ 1ഉം അടുത്ത ഡൈമറിന്റെ H3യുടെ ആൽഫ 3യും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത്. Now, once H3 H4 tetramer forms, DNA wraps around it 1.65 times. അതിന് ചുറ്റും എന്ത് ചെയ്തു? കോർ DNA ഫോം ചെയ്തു. കോർ DNA 1.65 ടേൺസ് ചുറ്റി. അതിനുശേഷമാണ് H2 H2B ഡൈമേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. H2 H2B ഡൈമേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആഡ് ആവുന്ന സമയത്ത് ആര് തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്? H2Bയും ഇവിടുത്തെ ടെട്രാമറിലെ H4കളും തമ്മിലാണ്. So H2B and H4 തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. And that is how octamerization takes place. And that is how histone octamer forms. Okay, ഇങ്ങനെയാണ് ന്യൂക്ലിയോസോം സ്ട്രക്ചർ ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, രണ്ട് അഡ്ജസന്റ് ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ലിങ്കർ ഹിസ്റ്റോൺ ആയിട്ട് H1 ഇരിക്കുന്നത്. ആൻഡ് H1 stabilizes nucleosome structure. H1 stabilizes nucleosome structure. ഇങ്ങനെയാണ് ഇപ്പൊ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഹിസ്റ്റോണിന്റെ ചുറ്റും DNA ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും throughout the entire length of the DNA ഹിസ്റ്റോണും DNAയും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ എപ്പോഴും ഇൻ കോണ്ടാക്ട് ആണ് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കും. എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, അപ്പൊ ഇന്ററാക്ഷൻ, അതായത് നമ്മളിപ്പോ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും DNA 1.65 ടേൺസ് റാപ്പ് ചെയ്തിരിക്കുന്നു. നമ്മൾ വിചാരിക്കും അങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ DNA ഹിസ്റ്റോണും DNAയും കോണ്ടാക്റ്റിലാണ് എന്ന്. പക്ഷെ ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. Only 14 points of contact exist between histone and DNA. DNA എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് DNA? കോർ DNA ആണ്. അതാണല്ലോ ഹിസ്റ്റോണുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. സോ കോർ DNAയും ഹിസ്റ്റോണും തമ്മിൽ ആക്ച്വലി ആകെ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് എവറി 10 ബേസ് പെയർ. അതായത് 147 ബേസ് പെയർ ആണെങ്കിൽ അത് 1.65 ടേൺസ്, അല്ലെങ്കിൽ അത് ഓരോ ടേണിലും എന്തുണ്ടായിരിക്കും? 10 ബേസ് പെയർ അല്ലേ? സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണെങ്കിൽ എവറി 10 ബേസ് പെയറിൽ എന്തുണ്ടായിരിക്കും? 1 പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? സോ 147 ബേസ് പെയർ, ഒരു ആവറേജ് 140 എടുക്കുക. സോ 140 ബേസ് പെയർ ആണ് നമ്മുടെ കോർ DNAയുടെ ലെങ്ത് എന്ന് പറയുന്നത്. സോ 140 ബേസ് പെയറിൽ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണ് വരുന്നതെങ്കിൽ 140 ഡിവൈഡഡ് ബൈ 14 എന്ന് പറയുമ്പോൾ എന്താ? എവറി 10 ബേസ് പെയറിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ആൻഡ് എവറി 10 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ BDNAയുടെ സ്ട്രക്ചർ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും.
BDNA-ല് ഒരു ടേണില് ഇറ്റ് കണ്ടെയ്ൻസ് 10 ബേസ് പെയർസ് അല്ലെ? അങ്ങനെയല്ലേ? ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? BDNA-ല് ഒരു ടേണില് ഓരോ ടേണിലും 10 ബേസ് പെയർ വീതമാണ് കാണാറുള്ളത്. അപ്പൊ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഓരോ ടേണിലും ഓരോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിരിക്കും ഹിസ്റ്റോണും നമ്മുടെ DNA തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ദിസ് ഇന്ററാക്ഷൻ ഇസ് വിത്ത് ദ മൈനർ ഗ്രൂപ്പ്. മേജർ ഗ്രൂവ് മൈനർ ഗ്രൂവ് ഒക്കെ ഓൾറെഡി പഠിച്ചവരാണ്, അല്ലെങ്കിൽ നീ പഠിക്കും. അപ്പൊ ഇതിന്റെ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവുന്നത് ആര് തമ്മിലാ? ഹിസ്റ്റോണും മൈനർ ഗ്രൂവും തമ്മിലാണ് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ആൻഡ് ഈ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നോൺ സീക്വൻസ് സ്പെസിഫിക് ആണ്. ഇത് റാൻഡം ആയിട്ട്, അത് സീക്വൻസ് ഒന്നും നോക്കാതെ ഉണ്ടാവുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് ഇത് ഈ പറയുന്ന 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റിലും ഉണ്ടാവുന്ന ഇന്ററാക്ഷൻസ്. ഈ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റില് ഓൺലി 40 ഹൈഡ്രജൻ ബോൺസ് ആർ ഫോംഡ്. 40. ഓക്കെ, ഈ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഹിസ്റ്റോൺ ആൻഡ് DNA-ല് വെറും 40 ഹൈഡ്രജൻ ബോണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതാണ് അവിടുത്തെ ഇന്ററാക്ഷൻ. ഓക്കെ, അവിടുത്തെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ 40 ഹൈഡ്രജൻ ബോൺസ് ആണ്. ഈ 40 ഹൈഡ്രജൻ ബോൺസില് 33 ആർ ബിറ്റ്വീൻ ഹിസ്റ്റോൺസ് ആൻഡ് DNA-ലത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലത്തെ ഓക്സിജനുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് 7 ഇസ് ബിറ്റ്വീൻ ഹിസ്റ്റോൺ ആൻഡ് നൈട്രജൻ ബേസസ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഹിസ്റ്റോണും DNA-യും ഒക്ടാമറൈസ് ചെയ്ത് അതിന് ചുറ്റും റാപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. 1.65 ടൈംസ് റാപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ 1.65 ടേൺസ് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് എന്ന്. അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആകെ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് മാത്രമേ ഹിസ്റ്റോണും DNA-യും തമ്മിലുള്ളൂ. ഈ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എവറി ടേണില്, ഓരോ ടേണിലുമാണ് ഓരോ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഓരോ 10 ബേസ് പെയറും കൂടുമ്പോഴാണ് ഓരോ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ആൻഡ് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് മൈനർ ഗ്രൂവുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നോൺ സീക്വൻസ് സ്പെസിഫിക്, അല്ലെങ്കിൽ അവരുടെ നോൺ സീക്വൻസ് സ്പെസിഫിക് മാനറിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടുത്തെ ബേസ് സീക്വൻസ് ഏതാണ് അല്ലെങ്കിൽ അത് നോക്കിയിട്ടൊന്നുമല്ല ഇവിടെ ഹിസ്റ്റോണും DNA-യും ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ദേ ആർ നോൺ സീക്വൻസ് സ്പെസിഫിക്. ആൻഡ് ഈ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ടില് ദേ ആർ മേക്കിംഗ് about 40 hydrogen bonds, 40 hydrogen bonds. And out of this 40 hydrogen bonds, 33 hydrogen bonds are between histone proteins and the oxygen atom of the phosphate group of the DNA. DNA-യിലത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലത്തെ ഓക്സിജൻ ആറ്റവുമായിട്ടാണ് ഇവിടെ 33 ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാക്കുന്നത്. ആൻഡ് റിമൈനിങ് 7 എന്ന് പറയുന്നത് ബേസസുമായിട്ടാണ്. നമ്മള് DNA സ്ട്രക്ചർ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല ന്യൂക്ലിയോടൈഡ് ചാപ്റ്ററിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് മേജർ ഗ്രൂവിലും മൈനർ ഗ്രൂവിലും കുറച്ച് ആറ്റംസ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഇൻഫർമേഷൻസ് ആണ്. അതായത് പല പ്രോട്ടീൻസിനും എവിടെ വന്ന് ബൈൻഡ് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ് ഈ പറയുന്ന മേജർ ഗ്രൂവിലും മൈനർ ഗ്രൂവിലും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ചില പാറ്റേൺസ് ഓഫ് ആറ്റംസ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആറ്റംസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ബേസുകളുമായിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന 7 ഹൈഡ്രജൻ ബോൺസ് ബിറ്റ്വീൻ ദ ഹിസ്റ്റോൺസ് ആൻഡ് ബേസസ്. അതും നോൺ സ്പെസിഫിക് മാനറിലാണ്. അതായത് കണ്ടാൽ, അഡിനിന്റെ ആൾക്കാരെ കണ്ടാൽ മാത്രമേ ഞാൻ ബേസ് പെയർ ചെയ്യൂ, അല്ലെങ്കിൽ തൈമിന്റെ കണ്ടാൽ മാത്രമേ, അങ്ങനെ ഒരു സ്പെസിഫിസിറ്റി ഇല്ല. അവിടെ ബേസസ് ആയിട്ടാണേ ഉള്ളൂ. ബേസസിന്റെ ഏതെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് സൈറ്റ്സിൽ പോയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ആര് ഫോം ചെയ്യുന്നു? ഹിസ്റ്റോൺസിന്റെ പ്രോട്ടീന്റെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് വരുന്നത്. ഇനി നമുക്ക് DNA എന്താ ചെയ്യേണ്ടത്? ഹിസ്റ്റോണിന്റെ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യല്ലേ വേണ്ടത്. അതായത് ഒരു ബോൾ എടുത്തു. സോ ഈ ബോളിന് ചുറ്റും എന്ത് ചെയ്യണം? നമുക്ക് DNA-നെ റാപ്പ് ചെയ്യണം. ഇങ്ങനെയാണല്ലോ റാപ്പിംഗ് നടക്കുന്നത്. ഇത് നമ്മൾ വരയ്ക്കൊന്നും കൺസിഡർ ചെയ്യണം കേട്ടോ, മനസ്സിലാവാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണല്ലോ റാപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ബോളിന് ചുറ്റും റാപ്പ് ചെയ്യണം. സോ റാപ്പ് ചെയ്യുമ്പോൾ DNA ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ത്രെഡ് ഒന്നും അല്ലല്ലോ, ഇങ്ങനെ വളയാനും തിരിയാനും ഒന്നും. അത് DNA ആണ്. അത് ഒരു കെമിക്കലി ബോണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. സോ അത് എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, അല്ലെ എങ്ങനെയാണ് ഈ റാപ്പിംഗ് പോസിബിൾ ആവുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ട്രാക്ട്. എ ട്രാക്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ന്യൂക്ലിയോടൈഡിൽ പഠിക്കും. എ ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു 5-6 അഡിനിൻസ് ഒരുമിച്ച് വരികയാണെങ്കിൽ, ദ പ്രസൻസ് ഓഫ് 5 or 6 അഡെനിൻസ് ടുഗെദർ, അതിനാണ് പോളി എ ട്രാക്ട് എന്ന് പറയുന്നത്. അങ്ങനെ പോളി എ ട്രാക്ട് ഒരു 22
22.5 ഡിഗ്രി ടേൺ കോസ് ചെയ്യുന്നുണ്ട്. 22.5 ഡിഗ്രി അല്ലെങ്കിൽ 17 to 22.5 ഡിഗ്രി ടേൺ ഈ ഒരു പോളി എ ട്രാക്ട് കോസ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നത് എന്താണ്, നമുക്ക് എന്താ വേണ്ടത്, ഈ ഹിസ്റ്റോൺ കോറിന് ചുറ്റും എന്ത് ചെയ്യണം, DNA റാപ്പ് ചെയ്യണം. DNA റാപ്പ് ചെയ്യുന്ന നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. DNA റാപ്പ് ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെയാണ് റാപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ല. അല്ലെങ്കിൽ റാപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് വേണം ദാറ്റ് ഹെൽപ്സ് ഇൻ ദ റാപ്പിംഗ് ഓർ ഹെൽപ്പ് ഇൻ ബെൻഡിങ്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെൻഡിങ് സീക്വൻസ് ആണ് പോളി എ ട്രാക്ട്. പോളി എ ട്രാക്ട് എന്ന് പറയുന്നത് ഒരു ബെൻഡിങ് സീക്വൻസ് ആണ്. സോ എന്താണ് പോളി എ ട്രാക്ട് ചെയ്യണത്, ഒരു പോളി എ ട്രാക്ട് DNA പ്രസന്റ് ആണെങ്കിൽ that enables the bending of the DNA to 17 to 22.5 degree. ഒരു 17 to 22.5 ഡിഗ്രി ടേൺ ആരുണ്ടാക്കും, ഒരു പോളി എ ട്രാക്ട് DNA പ്രസന്റ് ആണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ദ പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ, അതായത് കുറെ പോളി എ ട്രാക്ട് 10 ബേസ് പെയർ എപ്പാർട്ട്, അതായത് ഒരു പോളി എ ട്രാക്ട്, ഇത് എ ട്രാക്ട് ആണെന്ന് വിചാരിക്കാം, ഒരു എ ട്രാക്ട് കഴിഞ്ഞിട്ട് 10 ബേസ് പെയർ കഴിഞ്ഞ് അടുത്ത എ ട്രാക്ട്, അത് കഴിഞ്ഞ് 10 ബേസ് പെയർ കഴിഞ്ഞ് അടുത്ത എ ട്രാക്ട്, അങ്ങനെ ഒരു 10 ബേസ് പെയർ ഗ്യാപ്പിൽ മൾട്ടിപ്പിൾ പോളി എ ട്രാക്ട് കാണുകയാണെങ്കിൽ ദിസ് കോസസ് ദ കംപ്ലീറ്റ് ബെൻഡിങ് ഓഫ് ദ DNA. കംപ്ലീറ്റ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൃത്യം വളയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ബെൻഡിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ത്രെഡ് ഒക്കെ കൃത്യമായിട്ട് മടക്കി വെക്കില്ലേ, അതുപോലെ കംപ്ലീറ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് ഇവിടെ പോസിബിൾ ആവുന്നത് ഇഫ് poly A tract is present 10 base pair apart, if it is repeating 10 base pair apart. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ബെൻഡിങ് ആണോ നമുക്ക് ഇവിടെ വേണ്ടത്? ആണോ? കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണോ വേണ്ടത്? അല്ല. നമുക്ക് എന്താ വേണ്ടത്, ഒരു ബോൾ പോലെ ഇരിക്കുന്ന, ബോളാണെന്ന് നമുക്ക് സങ്കല്പിക്കാം, ബോൾ പോലെ ഇരിക്കുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുമാണ് എന്ത് ചെയ്യേണ്ടത്, DNA നമുക്ക് വൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ ബോളായിട്ട് ഇരിക്കുന്ന ഹിസ്റ്റോണിന് ചുറ്റും റാപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബെൻഡിങ്ങിന്റെ ആവശ്യമില്ല. സോ എന്ത് ചെയ്യണം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ സീക്വൻസ് ആണ് GC ട്രാക്ട്, GC ബേസ് പെയർസ്, അല്ലെങ്കിൽ GC ട്രാക്ട് അല്ലെങ്കിൽ GC ബേസ് പെയർ. അപ്പോ GC ബേസ് പെയർ ആക്ച്വലി എന്താ ചെയ്യണത്, കംപ്ലീറ്റ് ബെൻഡിങ് അല്ലെങ്കിൽ ബെൻഡിങ് പ്രിവെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് GC ബേസ് പെയർ. അപ്പൊ GC എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡിൽ G അടുത്ത സ്ട്രാൻഡിൽ C എന്നാണ്, അല്ലാതെ ഒരേ സ്ട്രാൻഡിൽ GC അല്ല. അതേപോലെ ഇനിയിപ്പോ ചില ടെക്സ്റ്റിൽ AT ബേസ് പെയറിൽ കാണാം A ട്രാക്ടിന്. AT ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാൻഡിൽ A അടുത്ത സ്ട്രാൻഡിൽ T, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുപോലെ GC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാൻഡിൽ Gകള് അടുത്ത സ്ട്രാൻഡിൽ Cകള്, അങ്ങനെ. അപ്പൊ 2-3 GC ബേസ് പെയർ കാണുകയാണെങ്കിൽ this prevents the bending of DNA. ഓക്കെ, അപ്പൊ 10 ബേസ് പെയർ അപ്പാർട്ട് പോളി എ ട്രാക്ട് പ്രസന്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ബെൻഡിങ്ങും, GC ട്രാക്ട് ഇടയിൽ കാണുകയാണെങ്കിൽ അത് പ്രിവെൻഷൻ ഓഫ് ബെൻഡിങ്ങും ആണ്. സോ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹിസ്റ്റോൺ. ഓക്കെ, എന്താ കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. പറയാം, ഒന്നുകൂടി പറയാം. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറയാം. അതായത് ഇങ്ങനെ AT ട്രാക്റ്റും GC ട്രാക്റ്റും കൂടി ഒരു ഇന്റർപ്ലേ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു എന്താ പറയാ, അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും DNA കൃത്യമായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും DNA റാപ്പ് ചെയ്ത് വെക്കണം. സോ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ബെൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സീക്വൻസസ് പ്രസന്റ് ആയിരിക്കണം. സോ ഇവിടെ ബെൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് A ട്രാക്ട്. A ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു 5-6 അഡിനിൻസ് ഒരുമിച്ച് വരുന്ന, ദ പ്രസൻസ് ഓഫ് 5 or 6 അഡിനിൻസ് ടുഗദർ ഫോംസ് ദ പോളി എ ട്രാക്ട്. അങ്ങനെ പോളി എ ട്രാക്ട് പ്രസന്റ് ആണെങ്കിൽ ദിസ് കോസസ് ദ ബെൻഡിങ് ടു അബൌട്ട് 17 to 22.5 ഡിഗ്രി റൊട്ടേഷൻ, അല്ലെങ്കിൽ അത്രയും ബെൻഡ് ആരുണ്ടാക്കുന്നുണ്ട്, പോളി എ ട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദ പ്രസൻസ് ഓഫ് പോളി എ ട്രാക്ട് എവറി 10 ബേസ് പെയർ, അല്ലെങ്കിൽ ഓരോ 10 ബേസ് പെയർ അപ്പാർട്ടിലും നമ്മൾ പോളി എ ട്രാക്ട് കാണുകയാണെങ്കിൽ this causes the complete bending of the DNA. കംപ്ലീറ്റ് ബെൻഡിങ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്, ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മളൊരു ത്രെഡ് എടുത്തിട്ട് ഡയറക്ട്ലി മടക്കി വെക്കുകയാണ്, അങ്ങനെയാണോ ഹിസ്റ്റോണിന് ചുറ്റും നമുക്ക് റാപ്പ് ചെയ്യേണ്ടത്? അല്ലല്ലോ. നമ്മളൊരു ബോൾ എടുത്തിട്ട് ഒരു ത്രെഡ് അതിന് ചുറ്റും ചുറ്റുമ്പോ കൃത്യമായ ബെൻഡിങ് അല്ല, കുറച്ച് ബെൻഡ് ചെയ്യണം, കുറച്ച് വേറൊരു കർവേച്ചറിൽ പോകണം, എന്നിട്ട് വേണം ഇങ്ങോട്ട് എടുക്കാൻ, അല്ലെ? അല്ലാതെ 180 ഡിഗ്രി ഡയറക്റ്റ് ആയിട്ട് പിടിക്കുകയല്ലോ.
സോ ഇങ്ങനെ ഈ ഒരു റാപ്പിങ്ങിന്, ഈ ഒരു എന്താ പറയാ, ഹിസ്റ്റോൺ ഒക്ടാമിന് ചുറ്റും റാപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് AT ട്രാക്ട്. അതിനിടയിൽ കാണുന്ന GC ട്രാക്ട് അല്ലെങ്കിൽ GC ബേസ് പെയർ. GC ബേസ് പെയർ ആക്ച്വലി ബെൻഡിങ് പ്രിവെന്റ് ചെയ്യുന്നവരാണ്. അപ്പോ ഓവർ ബെൻഡിങ് പ്രൊമോട്ട് ചെയ്യുന്ന A ട്രാക്റ്റും ഇടയില് പ്രിവെന്റ് ചെയ്യുന്ന G ട്രാക്റ്റും, ഇവര് തമ്മിൽ ഇന്ററാക്ട് അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ വഴിയാണ് നമുക്ക് ഹിസ്റ്റോണിന് ചുറ്റും DNA റാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. സോ ദ പ്രസൻസ് ഓഫ് GC, അതായത് ഒരു GC ബേസ് പെയർ, 2 GC ബേസ് പെയർ എന്ന് വിചാരിക്കുക. ഇത് കഴിഞ്ഞ് ഒരു 5 ബേസ് പെയർ കഴിഞ്ഞ് ഒരു AT ട്രാക്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 5 ബേസ് പെയർ കഴിഞ്ഞ് അടുത്ത GC ട്രാക്ട്. അങ്ങനെ ഒരു GC, ഒരു 5 ബേസ് പെയർ കഴിഞ്ഞ ഒരു AT, അടുത്തൊരു 5 ബേസ് പെയർ കഴിഞ്ഞ ഒരു GC. ഇങ്ങനെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർപ്ലേ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ A ട്രാക്റ്റുകളുടെ ഇടയിലാണ് GC ട്രാക്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ GC ബേസ് പെയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒക്ടാമറിന് ചുറ്റും DNA റാപ്പ് ചെയ്യാൻ പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ ഹിസ്റ്റോണിന് ചുറ്റും DNA റാപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു ഇന്റർ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള GC ട്രാക്ട് ആൻഡ് AT ട്രാക്ട് ഉള്ളത് കൊണ്ടാണ്. സോ 2 AT ട്രാക്ടുകൾ തമ്മിൽ 10 ബേസ് പെയർ ഗ്യാപ്പാണ്, 2 GC ട്രാക്ടുകൾ തമ്മിലും 10 ബേസ് പെയർ ഗ്യാപ്പാണ്. പക്ഷെ ഒരു GC ട്രാക്റ്റും ഒരു AT ട്രാക്റ്റും തമ്മിൽ 5 ബേസ് പെയർ ഗ്യാപ്പിലാണ് കാണുന്നത്. ഇത് കൂടുതൽ നോക്കൊന്നും വേണ്ട, ഞാൻ എങ്ങനെ ബെൻഡിങ് നടക്കുന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എങ്ങനെ ബെൻഡിങ് നടക്കുന്നു? A ട്രാക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, and it is interspersed by GC tract അല്ലെങ്കിൽ GC base pairs that prevents the complete bending. So complete bending prevent ചെയ്യുന്ന ആൾക്കാരും complete bending cause ചെയ്യുന്ന A ട്രാക്റ്റും കൂടി ഇന്റർപ്ലേ ചെയ്തിട്ടാണ് ഈ ഹിസ്റ്റോണിന് ചുറ്റും എന്ത് ചെയ്യാൻ പറ്റുന്നത്? DNA-ക്ക് റാപ്പ് ചെയ്യാൻ, നന്നായി എഫിഷ്യന്റ് ആയിട്ട് റാപ്പ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അടുത്തേക്ക് പൊക്കോട്ടെ. Are you with me? ആണെങ്കിൽ ഒന്ന് തംസപ്പ് തരൂ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ട്രാക്റ്റും AT ട്രാക്ട് പറഞ്ഞില്ല, അത് രണ്ടും സെയിം ആണോ? ഏത്? A ട്രാക്റ്റും AT ട്രാക്റ്റും സെയിം ആണ്. അതാ ഞാൻ പറഞ്ഞത്. AT എന്ന് പറയുമ്പോൾ എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? 2 സ്ട്രാൻഡിന്റെ കേസ് അവര് പറഞ്ഞിട്ടുള്ളത്. AT എന്ന് ചില ബുക്കിൽ കാണാം. അപ്പൊ എന്താ അവര് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇതിപ്പോ 2 ഡബിൾ സ്ട്രാൻഡഡ് DNA അല്ലേ, അതില് AT ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡിൽ A ആണെങ്കിൽ ഒബിയസ്ലി അടുത്ത സ്ട്രാൻഡിൽ എന്തായിരിക്കും? T ആയിരിക്കില്ലേ? സോ നമ്മൾ പോളി A ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു 5-6 അഡിനിൻ ഒരുമിച്ച് വരുന്നു. ഇൻ ദ സെൻസ് ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ എന്തായിരിക്കും? തൈമിൻ ആയിരിക്കും. അതാണ് AT ട്രാക്ട് എന്ന് പറയുന്നത്. A ട്രാക്റ്റും AT ട്രാക്റ്റും സെയിം തന്നെയാണ്. അതുപോലെയാണ് GC പറയുന്നത്. GC പറയുമ്പോൾ G ഒരു സ്ട്രാൻഡിലും C അപ്പുറത്തെ സ്ട്രാൻഡിലുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ DNA ഹിസ്റ്റോണിന് ചുറ്റും റാപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഇങ്ങനെ നമ്മളിപ്പോ DNA-യുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ DNA-ക്ക് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൈമറി സ്ട്രക്ചർ എന്തായിരുന്നു? ജസ്റ്റ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ എന്തായിരുന്നു? ഇറ്റ് വാസ് ദ ഡബിൾ ഹെലിക്സ് ഓഫ് DNA. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ആൻഡ് ടെറിഷറി സ്ട്രക്ചർ ഇസ് ഹയർ ഓർഡർ കോയിലിംഗ് ഓർ സൂപ്പർ കോയിലിംഗ്. ആൻഡ് സൂപ്പർ കോയിലിംഗ് ഇൻ യൂക്കാരിയോട്സ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്തതില് സൂപ്പർ കോയിലിംഗ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ടാണ് DNA-ക്ക് സൂപ്പർ കോയിൽഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ടെറിഷറി സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാ? എന്താണ് ആക്ച്വലി സൂപ്പർ കോയിലിംഗ്? സൂപ്പർ കോയിലിംഗ് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് സൂപ്പർ കോയിലിംഗ് വരുന്നത്. പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ഉണ്ട്, നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഉണ്ട്. പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ DNA, ഇപ്പൊ റൈറ്റ് ഹാൻഡ് DNA എടുക്കാം. റൈറ്റ് ഹാൻഡ് DNA ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് DNA ഉണ്ട്. റൈറ്റ് ഹാൻഡ് DNA ആണ് BDNA ആൻഡ് ADNA. ലെഫ്റ്റ് ഹാൻഡ് DNA-ക്ക് ഒരു എക്സാമ്പിൾ ആണ് ZDNA. നമുക്ക് റൈറ്റ് ഹാൻഡ് DNA എടുക്കാം. സോ ഇഫ് എ റൈറ്റ് ഹാൻഡ് DNA undergoes coiling in the right-handed manner, അല്ലെങ്കിൽ when the right-handed helix forms a right-handed super helix, that is called positive supercoiling. ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് റൈറ്റ് ഹാൻഡഡ് ആണെന്ന് വിചാരിക്കാം. സോ കൺസിഡർ ദിസ് റൈറ്റ് ഹാൻഡഡ്. സോ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഹെലിക്സ്, അതിപ്പോ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ വരയ്ക്കാം. സോ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ഹെലിക്സ്
അപ്പൊ അത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് ആണെന്ന് വിചാരിക്കാം. സോ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് റൈറ്റിലേക്ക് തന്നെ, അതായത് റൈറ്റിലേക്ക് തന്നെ എന്ത് ചെയ്യാണ് സൂപ്പർ ഹെലിക്സ് ഫോം ചെയ്യണം. അതായത് ഇതിലൊക്കെ എന്താണ്, ഇതിലൊക്കെ സാധാരണ നമ്മൾ പറയുന്ന നമ്മുടെ BDNA ഉണ്ട്. ഈ BDNA സ്ട്രക്ചർ ആണ് സാധാരണ ഹെലിക്സ് അല്ലെ, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. ഈ റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് വീണ്ടും വീണ്ടും കോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് കോയിലിംഗ് ഇസ് ഇൻ ദ റൈറ്റ് ഹാൻഡഡ് ഡയറക്ഷൻ ഇറ്റ്സെൽഫ്. അതായത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA സ്ട്രക്ചർ റൈറ്റിലേക്ക് തന്നെ സൂപ്പർ കോയിലിംഗ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റിലേക്ക് തന്നെ കോയിലിംഗ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്. ആൻഡ് ഇഫ് റൈറ്റ് ഹാൻഡഡ് DNA undergoes a left-handed super helical forming അല്ലെങ്കിൽ left-handed coiling, that is called as negative super coiling. അതായത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA റൈറ്റിലേക്ക് തന്നെ കോയിൽ ചെയ്യുകയാണെങ്കിൽ അതിനാണ് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA റൈറ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ലെഫ്റ്റിലേക്ക് കോയിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ്. ഇതാണ് രണ്ട് തരത്തിലുള്ള സൂപ്പർ കോയിലിംഗ്. ഓക്കെ, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൻഡ് ന്യൂക്ലിയോസോം ഫോർമേഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഇരിക്കുമ്പോൾ DNA is negatively super coiled. DNA ന്യൂക്ലിയോസോം സ്ട്രക്ചറിൽ ഇരിക്കുമ്പോ എങ്ങനെ ന്യൂക്ലിയോസോം സ്ട്രക്ചറിൽ ഇരിക്കുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും വൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും വൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു DNA is നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ്. ഇത് നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഇൻ യൂക്യാരിയോട്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന കേസില് ഹിസ്റ്റോൺസ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗിലേക്ക് പോകുന്നത്. ശരിയല്ലേ? ഹിസ്റ്റോൺസ് ഇല്ലായിരുന്നെങ്കിൽ എന്താ പറയില്ല, ഒക്ടാമർ ഫോം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഈ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യേണ്ടി വരില്ലല്ലോ. ഒക്ടാമർ ഇല്ലെങ്കിൽ പിന്നെ റാപ്പ് ചെയ്യേണ്ടി വരില്ലല്ലോ. സോ ഹിസ്റ്റോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ യൂക്യാരിയോട്സിന്റെ കേസിൽ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് നടക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ബാക്ടീരിയ ഇങ്ങനൊരു ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്. ബാക്ടീരിയ ലാക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ബാക്ടീരിയക്ക് എന്താ ഉള്ളത്? ഹിസ്റ്റോൺ ലൈക്ക് ന്യൂക്ലിയോയിഡ് സ്ട്രക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോൺ ലൈക്ക് പ്രോട്ടീൻസ് ആണ് അവർക്കുള്ളത്. അവർക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്. അങ്ങനെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആബ്സെന്റ് ആയി ഇരുന്നിട്ടും അവർക്ക് നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടുള്ള DNA കാണുന്നുണ്ട്. അതെങ്ങനെയാ അപ്പൊ കാണുന്നത്? That is due to an enzyme called DNA gyrase. DNA gyrase. ഓക്കെ, DNA gyrase എന്ന് പറഞ്ഞ എൻസൈം ഉള്ളത് കൊണ്ടാണ് ബാക്ടീരിയയുടെ കേസിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിന്റെ കേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് കാണാൻ പറ്റുന്നത്. നമ്മുടെ കേസിൽ അല്ലെങ്കിൽ യൂക്യാരിയോട്സിന്റെ കേസിൽ ഹിസ്റ്റോൺസ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് അണ്ടർഗോ ചെയ്യുന്നത്. പ്രോകാരിയോട്സിന്റെ കേസിൽ ഹിസ്റ്റോൺസ് ഇല്ലാതിരുന്നിട്ടും നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് നടക്കുന്നു. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് DNA gyrase. DNA gyrase എന്ന് പറയുന്നത് ടോപ്പോ ഐസോമറൈസ് 2 ഫാമിലിയിൽ വരുന്ന ഒരാളാണ്. ടോപ്പോ ഐസോമറൈസ് 2 ഫാമിലിയിൽ വരുന്ന ഒരാളാണ് DNA gyrase. ടോപ്പോ ഐസോമറൈസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. അതിൽ ടോപ്പോ ഐസോമറൈസ് 1 ഉണ്ട്, ടോപ്പോ ഐസോമറൈസ് 2 ഉണ്ട്. സോ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ടോപ്പോ ഐസോമറൈസ് 2 എന്താ ചെയ്യുന്നത്? ഡബിൾ സ്ട്രാൻഡഡ് കട്ട്സ് ഉണ്ടാക്കിയിട്ട് 2 ടേൺ കുറച്ചുകൊണ്ട് DNA ജോയിൻ ചെയ്യും. എങ്ങനെയാണ്? ടോപ്പോ ഐസോമറൈസ് 2 പ്രൊഡ്യൂസസ് ഡബിൾ സ്ട്രാൻഡ് കട്ട്സ്. 2 സ്ട്രാൻഡിനെയും, അതായത് ഇപ്പൊ DNA സ്ട്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ 2 സ്ട്രാൻഡിലും കട്ട് ഉണ്ടാക്കും, 2 ടേൺ കുറയ്ക്കും, എന്നിട്ട് റീജോയിൻ ചെയ്യും. സോ അതാണ് ടോപ്പോ ഐസോമറൈസ് 2 ഫാമിലി ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയും വേറെ ചാപ്റ്റേഴ്സിൽ. അപ്പൊ ടോപ്പോ ഐസോമറൈസ് 2 ഫാമിലിയിൽ വരുന്ന ആളാണ് DNA gyrase. അപ്പൊ ജനറലി അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഗൈറേസ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ടോപ്പോ ഐസോമറൈസ് 2 ഫാമിലി ആയതുകൊണ്ട് തന്നെ അവര് 2 സ്ട്രാൻഡുകളെ കട്ട് ചെയ്ത് ഡബിൾ സ്ട്രാൻഡ് കട്ട് ഉണ്ടാക്കി 2 ടേൺ കുറയ്ക്കുന്നു, റീജോയിൻ ചെയ്യുന്നു. അങ്ങനെ ടേൺസിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ BDNAയുടെ ക്യാരക്ടറിസ്റ്റിക് ആകെ മാറിപ്പോവും. നമ്മൾ BDNA, ZDNA, ADNA പഠിക്കുന്ന സമയത്ത് ഓരോ DNAക്കും അല്ലെങ്കിൽ അതാവുന്നത് BDNA ആവുന്നത് അതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് ഡയമീറ്റർ ആയിക്കോട്ടെ, അതിന് നമ്പർ ഓഫ് ബേസ് പെയർ ആയിക്കോട്ടെ, ഇങ്ങനെ കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് അത് BDNA ആയി മാറുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പൊ DNA gyrase എന്താ ചെയ്തത്? 2 ടേൺ കുറച്ചു. സോ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞാൽ BDNA അല്ലാതെ മാറും. സോ BDNAക്ക്
അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് മൊത്തം മാറിപ്പോയി. സോ അവിടെ ആ DNA എന്തുണ്ടാവും, കുറെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവപ്പെടും. സോ ഈ സ്ട്രെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് DNA itself undergoes negative supercoiling in case of bacteria. സോ ഒന്നുകൂടി പറയാം, ബാക്ടീരിയയുടെ കേസിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്. നമ്മുടെ കേസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് യൂക്യാരിയോട്സ് ആയിരുന്നു. സോ യൂക്യാരിയോട്സിന്റെ കേസിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ പ്രസന്റ്. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടുള്ള DNA കിട്ടുന്നത്. പക്ഷേ ബാക്ടീരിയയുടെ കേസിൽ നെഗറ്റീവ്ലി സൂപ്പർ കോയിലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്. അവർക്ക് എന്തേ ഉള്ളൂ, ഹിസ്റ്റോൺ ലൈക്ക് ന്യൂക്ലിയോയിഡ് സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറെ ഹിസ്റ്റോൺ ലൈക്ക് പ്രോട്ടീൻസ് ആണ് അവർക്കുള്ളത്. സോ അവർക്ക് റാപ്പ് ചെയ്യണമെങ്കിൽ ഹിസ്റ്റോൺസ് ഇല്ല, എന്നിട്ടും അവർക്ക് നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടുള്ള DNA കാണപ്പെടുന്നു. സോ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ദാറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ എൻസൈം DNA gyrase. DNA gyrase എന്ന് പറയുന്നത് ടോപ്പോയിസോമറേസ് 2 ഫാമിലിയിൽ വരുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ എൻസൈം ആണ്. ആൻഡ് ദാറ്റ് മീൻസ് ഡബിൾ സ്ട്രാൻഡഡ് കട്ട്സ്. ഡബിൾ സ്ട്രാൻഡഡ് കട്ട് ഉണ്ടാക്കുന്നു, 2 ടേൺ കുറയ്ക്കുന്നു ആൻഡ് ദെൻ റീജോയിൻ ചെയ്യുന്നു. സോ 2 ടേൺ കുറയുന്നു എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് BDNA is changed. ക്യാരക്ടറിസ്റ്റിക്സ് മാറിക്കഴിഞ്ഞാൽ DNAക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. സോ സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്ട്രെയിൻ ഉണ്ടാവും. ആൻഡ് in order to overcome that unstable condition, DNA itself undergoes negative supercoiling. So ബാക്ടീരിയയുടെ കേസിൽ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഉണ്ടാവുന്നത് DNA ഗൈറേസിന്റെ പ്രസൻസ് കൊണ്ടാണ്. മാം ഒരു മിനിറ്റ്, ഇപ്പം സൂപ്പർ കോയിലിംഗ് പറഞ്ഞത് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സിന്റെ കേസിലല്ലേ പറഞ്ഞത്? അല്ല, ലെഫ്റ്റ് ഹാൻഡഡും ഇനി വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA റൈറ്റിലേക്ക് തന്നെ കോയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ലെഫ്റ്റിലേക്ക് തന്നെയാണെങ്കിൽ അതും പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA റൈറ്റിലേക്ക് തന്നെ കോയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ലെഫ്റ്റിലേക്ക് തന്നെ കോയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്. നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഹെലിക്സ് സൂപ്പർ ഹെലിക്സ് ഫോം ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആയി മാറുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഇപ്പൊ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് പറഞ്ഞു. ഹിസ്റ്റോൺസ് ഉള്ളത് കൊണ്ട് DNA എങ്ങനെയായിട്ടിരിക്കുന്നു, നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടാണ് നമ്മൾ ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാരണം ഇരിക്കുന്നത്. അപ്പൊ DNA നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിൽ പറയാം, ന്യൂക്ലിയോസോംസ് ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയാം അല്ലെ. നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് സ്റ്റോർ ഹൗസ് എവിടെയാണ്, ന്യൂക്ലിയോസോംസ് ആണ്. കാരണം ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാരണമാണ് DNA എന്തായി മാറുന്നത്, നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഹിസ്റ്റോൺ ടെയിൽസിന്റെ കാര്യമാണ് പറയണത്. ഹിസ്റ്റോൺ ടെയിൽസ് ഈ DNA itself undergo supercoiling എന്ന് പറഞ്ഞില്ലേ ബാക്ടീരിയയിൽ, അതെന്താ? അതായത് അവിടെ എന്തുണ്ടാവും, കുറച്ച് സ്ട്രെയിനും സ്ട്രെസ് ഒക്കെ വരില്ലേ. അതായത് BDNA എങ്ങനെയാണ്, അപ്പൊ നമ്മൾ പഠിക്കുന്ന BDNAയുടെ 2.37 നാനോമീറ്റർ അതിന്റെ എന്തുണ്ടാവണം, ഡയമീറ്റർ ഉണ്ടായിരിക്കണം, 10 ബേസ് പെയർ പെർ ടേൺ ഉണ്ടായിരിക്കണം, ഹെലിക്സ് റൈസ് പെർ ബേസ് പെയർ 3.4 നാനോമീറ്റർ ആയിരിക്കണം. ഇങ്ങനെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ BDNA എന്തായിട്ട് മാറുള്ളൂ, BDNA ആവുള്ളൂ. അല്ലെങ്കിൽ അതാണ് BDNA ആക്കുന്നത്, ഈ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ DNA ഗൈറേസ് വെക്കുമ്പോൾ അവിടെ 2 ടേൺ കുറച്ചു. 2 ടേൺ കുറയ്ക്കുമ്പോൾ ഒബിയസ്ലി നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ടേൺസ് കുറയില്ലേ. നമ്മളിപ്പോ 10 ടേൺസ് ഉണ്ടായിരുന്നു, ആ 10 ടേൺസിൽ 10 ബേസ് പെയർ വീതമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. DNA ഗൈറേസ് വന്ന് ആക്ട് ചെയ്തപ്പോ ഇപ്പൊ 8 ടേൺ ആയി കുറഞ്ഞു. 8 ടേൺ ആയി കുറയുമ്പോ നമ്പർ ഓഫ് ബേസ് പെയർ പെർ ടേണും കൂടില്ലേ. 10 ഉള്ളത് ഇപ്പൊ 12 ഒക്കെ ആയി മാറില്ലേ. നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോ നമ്പർ ഓഫ് ബേസ് പെയർ പെർ ടേൺ കൂടും. അതങ്ങനെയാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക് മാറി. ക്യാരക്ടറിസ്റ്റിക് മാറുമ്പോൾ DNAക്ക് സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അൺസ്റ്റേബിൾ ആവും. അൺസ്റ്റേബിൾ ആവുമ്പോൾ അതിന് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരും. സോ ഈ സ്ട്രെസ്സും സ്ട്രെയിനും മാറ്റാൻ വേണ്ടിയിട്ട് DNA തനിയെ സൂപ്പർ ഹെലിക്സ് ഫോം ചെയ്യും. DNA തനിയെ എന്തായിട്ട് മാറും, നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബാക്ടീരിയ. ഓക്കെ, ആ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ലെഫ്റ്റിലേക്ക് കോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA റൈറ്റിലേക്ക് കോയിൽ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ബാക്ടീരിയയുടെ കേസിൽ ഉണ്ടാവുന്നത്. ഇനി ഹിസ്റ്റോൺ ടെയിൽസിലേക്ക് പോവാം. ഹിസ്റ്റോൺ ടെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു, അവർ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, ഒട്ടും ഓർഡേർഡ് അല്ല,
and these undergo different modifications. And ഈ മോഡിഫിക്കേഷൻസ് എന്ത് കാരണമാവുന്നുണ്ട്? ജീനിന്റെ എക്സ്പ്രഷൻ കോസ് ചെയ്യണോ അല്ലെങ്കിൽ ജീൻ റിപ്രസ്ഡ് ആയിരിക്കണമോ? ടേൺസ് കുറയുമ്പോ ബേസ് പെയർ കുറയുന്നോ? അല്ലല്ലോ. അതായത് ഇപ്പൊ 10 ബേസ് പെയർ ഉണ്ടായിരുന്നു, അല്ല 10 ടേൺ ഉണ്ടായിരുന്നു. 10 ടേണില് 10 ബേസ് പെയർ വീതം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു. നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോ നമ്പർ ഓഫ് ബേസ് പെയർ പെർ ടേൺ കൂടും. മൊത്തത്തിലുള്ള ബേസ് പെയർ കൂടുന്നല്ല, ഓരോ ടേണിലുമുള്ള ബേസ് പെയർ കൂടും. അങ്ങനെയാണ്. അതായത് അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് ടേൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബേസ് പെയർ പെർ ടേൺ കൂടും. അത് നിങ്ങൾ ന്യൂക്ലിയോടൈഡ്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. അവിടെ നിങ്ങൾ ADN, BDN, ZDN പഠിച്ചില്ലല്ലോ. പഠിച്ചോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മ വരേണ്ടതാണ്. എന്തായാലും അവിടെ നമ്പർ ഓഫ് ടേൺസ് 10 ആയിരുന്നു BDNയുടെ സ്ട്രക്ചറിൽ. അപ്പൊ ടേൺസിന്റെ എണ്ണം കുറയാന്ന് പറയുമ്പോൾ അത് കുറച്ച് ലൂസ് ആയില്ലേ? ടേൺസിന്റെ എണ്ണം കുറയുമ്പോൾ ലൂസ് ആയി. അപ്പൊ ബേസ് പെയറിന്റെ എണ്ണം പെർ ടേൺ ബേസ് പെയറിന്റെ എണ്ണം കൂടും, 10 കൂടും. അങ്ങനെയാണ് അവിടെ സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഹിസ്റ്റോൺ ടെയിൽസ്. അപ്പൊ ഹിസ്റ്റോൺ ടെയിൽസ് നമ്മൾ പറഞ്ഞു അവര് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. എത്ര ഹിസ്റ്റോൺ ടെയിൽസ് ഉണ്ടെന്നാ നമ്മൾ പറഞ്ഞേ? വേഗം കമന്റ് ചെയ്യോ. എത്ര ഹിസ്റ്റോൺ ടെയിൽസ് നമ്മൾ പറഞ്ഞേ? 2 ഹിസ്റ്റോൺ ടെയിൽസോ? 2 ഹിസ്റ്റോൺ ടെയിൽസ് ആണോ പറഞ്ഞേ? ടോട്ടലി H2A, H2B, H3, H4 എല്ലാത്തിനും കൂടി ചേർത്തിട്ട് എത്ര ഹിസ്റ്റോൺ ടെയിൽസാ? 4 അല്ല 5 ആണ്. ഓക്കെ മൊത്തത്തിൽ 10. ഗ്രേസ്, ഗുഡ്. അതായത് നമ്മൾ ഒക്ടാമറിലെ കാര്യമാണ് നമ്മൾ ചോദിക്കണം. നമ്മൾ ഓരോ ഹിസ്റ്റോണിനും N ടെർമിനൽ ടെയിൽ ഉണ്ട്, H2Aക്ക് മാത്രം അഡീഷണൽ C ടെർമിനൽ ടെയിൽ ഉണ്ട്. ശരിയാ? അപ്പൊ മൊത്തത്തിൽ എത്രയാവും? മൊത്തത്തിൽ എത്രയാ? 8. ശരിയാ? അതായത് ഇവിടെ 4 എണ്ണം, ഇവിടെ 1. അപ്പൊ മൊത്തത്തില് 1, 2, 3, 4, 5 ടെയില്. പക്ഷെ ഈ എന്താ പറയാ H2, H2B, H3, H4 ഒറ്റയ്ക്കല്ലോ. അവരുടെ ഓരോന്നിന്റെയും 2 കോപ്പി വീതം അല്ലേ ഒക്ടാമറൈസേഷൻ സമയത്ത് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒക്ടാമറിൽ ഓരോന്നിന്റെയും 2 കോപ്പി വീതം ഉണ്ട്. അപ്പോ ഓരോന്നിനും ഈ 2 എണ്ണം ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ എത്ര ടെയിൽ ഉണ്ടാവും ടോട്ടലി? 10ന്റെ കണക്ക് എങ്ങനെയാ പറഞ്ഞത്? ഇത് 10 കണക്കല്ലേ? അതായത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈൻ ഓർമ്മ ഉണ്ടല്ലോ. ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈനിൽ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് ഒരു ആൽഫ ഹെലിക്സ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ 3 ആൽഫ ഹെലിക്സസ് ഉണ്ട്. നടുവില് L1 ലൂപ്പും ഉണ്ട്, L2 ലൂപ്പും ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതില് എല്ലാവർക്കും N ടെർമിനൽ ടെയിൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ 1, 2, 3, 4 1, 2, 3, 4 4 ടെയിൽസ് പ്ലസ് അഡീഷണൽ H2Aക്ക് എന്തുണ്ട്? ഒരു C ടെർമിനൽ ടെയിൽ ഉണ്ട്. സോ ടോട്ടലി 5 ടെയിൽ ഓർ 5 ടെയിൽസ് ഫോർ H2, H2B, H3, H4 മാത്രം. അതായത് ഓരോന്നിന്റെയും ഓരോ പോളിപെപ്റ്റൈഡ് വീതം എന്തുണ്ട്? 5 ടെയിൽ ഉണ്ട്. പക്ഷെ ഒക്ടാമർ ഫോർമേഷനിൽ ഓരോന്നിന്റെയും 2 കോപ്പി വീതമല്ലേ പ്രസന്റ് ആയത്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? അതായത് ഓരോന്നിന്റെയും H2Aയുടെയും H2Bയുടെയും H3യുടെയും H4ന്റെയും 2 കോപ്പി വീതമാണ് നമ്മുടെ ഒക്ടാമറിലുള്ളത്, ഹിസ്റ്റോൺ ഒക്ടാമറിലുള്ളത്. സോ 5 എണ്ണം എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നിന്റെയാ. പക്ഷെ ഓരോന്നിനും 2 കോപ്പി വീതം വരുമ്പോൾ ടോട്ടലി എത്ര ടെയിൽസ് വരും? 10 ടെയിൽസ് വരും. സോ 10 ഹിസ്റ്റോൺ ടെയിൽസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതില് ഓരോ ഹിസ്റ്റോൺ ടെയിൽസും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഡിഫറെന്റ് പൊസിഷൻസിലൂടെയാണ്. അതായത് ഇപ്പൊ ഇവിടെ ഈ സ്ട്രക്ചറിൽ കാണിച്ചാൽ കാണാം H3യും അതുപോലെ തന്നെ H2Aയും. ഇത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ആണെങ്കിൽ ഇതിന് ചുറ്റും DNA ഈ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പെയിൽ ലൈറ്റ് കളർ ഇല്ലേ, അത് DNA ആണെന്ന് വിചാരിക്കാം. സോ ഈ ഹിസ്റ്റോണിന്റെ ടേൺസിന്റെ ഇടയിലൂടെയാണ് H2Aയുടെ ടെയിലും H3യുടെ ടെയിലും പുറത്തേക്ക് വരുന്നത്. N ടെർമിനൽ ടെയിൽ മാത്രമല്ലേ പുറത്തേക്ക് വരാൻ പറ്റൂ. നമ്മൾ എപ്പോഴും ഒരു പ്രോട്ടീൻ N to C ടെർമിനൽ അല്ലേ? സോ അതിൽ C ടെർമിനൽ ടെയിൽ അങ്ങനെ നിൽക്കല്ല, ഇറ്റ് ഇസ് കണ്ടിന്യൂ. അതൊരു പ്രോട്ടീന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് അത് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ N ടെർമിനൽ ടെയിൽ മാത്രമേ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അതില് H2Bയും H3യും എന്ന് പറയുന്നത് ടേണിന്റെ ഇടയിലൂടെ, അതായത് DNA ഹെലിക്സിന്റെ ടേണിന്റെ ഇടയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് H4ന്റെയും H2Aയുടെയും ടെയിൽസ് എങ്ങനെയാ വരുന്നത്? എബവ് ആൻഡ് ബിലോ.
ഇതിപ്പം മുകളിലേക്ക് താഴേക്ക് കാണാലോ. എബവ് ആൻഡ് ബിലോ ആയിട്ടാണ്, മുകളിലും താഴെയായിട്ടാണ് H4ന്റെയും H2A-യുടെയും ടെയിൽസ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഒന്നുകൂടി പറയാം, 10 ടെയിലാണ് ടോട്ടലി ഉള്ളത്. 10 ടെയിൽ എന്ന് പറയുമ്പോ എങ്ങനെയാ, എല്ലാവരുടെയും N ടെർമിനൽ ടെയിലും H2A-യുടെ C ടെർമിനൽ ടെയിലും. പക്ഷെ C ടെർമിനൽ ടെയിൽ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ പ്രോട്ടീനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. N ടെർമിനൽ ആണ് സ്റ്റാർട്ടിങ്, സോ ഇറ്റ് ക്യാൻ പ്രൊട്രൂഡ് ഔട്ട് ഓഫ് ദ ഈ പറയുന്ന ന്യൂക്ലിയോസും കോർ പാർട്ടുകളെ പുറത്തേക്ക് എന്ത് ചെയ്യാം, പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരാം. സോ അതില് H3-യുടെയും H2B-യുടെയും ടെയിൽസ് ഇൻ ബിറ്റ്വീൻ ദ ഹെലിക്സ്, അല്ലെങ്കിൽ നമ്മൾ DNA റാപ്പ് ചെയ്യുമ്പോൾ ആ ടേൺസിന്റെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന H3-യുടെയും H2B-യുടെയും ടേൺസ് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ആൻഡ് H4-ന്റെയും H2A-യുടെയും ടെയിൽസ് എബവ് ആൻഡ് ബിലോ, മുകളിലും താഴെയായിട്ടാണ് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ ഇനി ടെയിൽസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് പ്രോട്ടീസ് ഡൈജഷൻ. അപ്പൊ ഹിസ്റ്റോൺ ടെയിൽസ് എന്തിനാ? ഹിസ്റ്റോൺ ടെയിൽസ് മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട് അവിടെ. ജീൻ എക്സ്പ്രഷൻ, അതായത് ചില മോഡിഫിക്കേഷൻസ് ആർ ജീൻ ആക്ടിവേറ്ററി, ചില മോഡിഫിക്കേഷൻസ് ആർ ജീൻ റിപ്രസറി. ചില മോഡിഫിക്കേഷൻസ് നടന്നു കഴിഞ്ഞാൽ ജീൻ ആക്ടിവേറ്റഡ് ആവും, ചില മോഡിഫിക്കേഷൻസ് നടന്നു കഴിഞ്ഞാൽ ജീൻ റിപ്രസ്ഡ് ആയി പോകും. അതൊക്കെ ശരിയാ. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോൺ ടെയിൽസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് DNA, അല്ലെങ്കിൽ പാക്കേജിംഗ് ഓഫ് DNA-യില് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ ഫോർ ദ ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് പ്രോട്ടീസ് ഡൈജഷൻ. അപ്പൊ പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്യും. പ്രോട്ടീസ് എന്താ? പ്രോട്ടീൻസിനെ കട്ട് ചെയ്യുന്ന എൻസൈം അല്ലേ, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈം അല്ലേ പ്രോട്ടീസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്തു. പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഈ ഹിസ്റ്റോൺ ടെയിൽസ് എല്ലാം കട്ടായി പോകും. ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഹിസ്റ്റോൺസ് എന്താ? പ്രോട്ടീൻസ് അല്ലേ. അപ്പൊ ഹിസ്റ്റോൺ ടെയിൽസ് എന്താ? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അവരും എന്തെന്നെയാണ്? പെപ്റ്റൈഡ്സ് ആണ്. സോ എന്ത് ചെയ്തു, പ്രോട്ടീസ് വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് ഹിസ്റ്റോൺ ടെയിൽസ് എല്ലാം കട്ടായി പോയി. ഓക്കെ, ആൻഡ് ഹിസ്റ്റോൺ ടെയിൽസ് കട്ട് ചെയ്തപ്പോ ഇറ്റ് വാസ് ഏബിൾ, അല്ലെങ്കിൽ വി വർ ഏബിൾ ടു ഒബ്സർവ് ദാറ്റ് ന്യൂക്ലിയോസം സ്ട്രക്ചർ വാസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ റിമൂവൽ ഓഫ് ഹിസ്റ്റോൺ ടെയിൽസ്. ഹിസ്റ്റോൺ ടെയിൽസ് റിമൂവ് ചെയ്തപ്പോ ന്യൂക്ലിയോസോം സ്ട്രക്ചറിന് ഒന്നും പറ്റിയില്ല. അതായത് 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിന് ഒന്നും സംഭവിച്ചില്ല. ബട്ട് വൺസ് ദ ഹിസ്റ്റോൺ ടെയിൽസ് വർ റിമൂവ്ഡ്, it was that structure was not able to undergo higher order condensation. അതായത് 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ ഇരിക്കുന്ന ന്യൂക്ലിയോസോമിനെ നമ്മൾ പ്രോട്ടീസ് ഡൈജഷൻ ചെയ്തപ്പോൾ ഹിസ്റ്റോൺ ടെയിൽസ് എല്ലാം എന്തായി പോയി, കട്ടായി പോയി. അപ്പൊ ഇങ്ങനെ ഹിസ്റ്റോൺ ടെയിൽസ് കട്ടായി പോയതുകൊണ്ട് ന്യൂക്ലിയോസോം സ്ട്രക്ചറിന് ആസ് ഇറ്റ് സെൽഫ് അതിന് പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. അതായത് ന്യൂക്ലിയോസോം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഹിസ്റ്റോൺ ടെയിൽസിന് വലിയ റോൾ ഇല്ല. പക്ഷേ it was not able to or it was unable to undergo 30 nanometer fiber structure or അങ്ങോട്ട് ഒരു higher order condensation-ലേക്ക് നമ്മുടെ DNA-ക്ക് പോകാൻ പറ്റില്ല. which means histone tails are very important for higher order condensation. And coming on to higher order condensation എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും higher order condensation-ലേക്ക് അല്ല, lower order condensation-ലെ maximum condensation. അതായത് 11 നാനോമീറ്റർ ഫൈബർ ആയിരുന്നപ്പോ പ്രത്യേകിച്ച് വലിയ സ്റ്റേജ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അതിന്റെ പ്രോട്ടീൻ ഡൈജഷൻ കൊടുത്തപ്പോ ഹിസ്റ്റോൺ ടെയിൽ കട്ടായി പോയി. അതെ. പിന്നെ അതിന് ശേഷം 30 നാനോമീറ്ററിലേക്ക് വരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അതായത് അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷനിലേക്ക് ആർക്ക് പോകാൻ പറ്റുന്നില്ല? ഈ ഒരു ന്യൂക്ലിയോസോമൽ സ്ട്രക്ചറിന് പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് പ്രോട്ടീസ് ഡൈജഷൻ വെച്ചിട്ട് നമ്മൾ ഹിസ്റ്റോൺ ടെയിൽസ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്താ ഈ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാണ്? ഹിസ്റ്റോൺ ടെയിൽസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, വിച്ച് ഇസ് 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഹിസ്റ്റോൺ ടെയിൽസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ഹിസ്റ്റോൺ ടെയിൽസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോർമേഷൻ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ലോവർ ഓർഡർ കണ്ടൻസേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ലോവർ ഓർഡർ കണ്ടൻസേഷൻ. ഓക്കെ, അപ്പൊ ലോവർ ഓർഡർ കണ്ടൻസേഷൻ ആണ് നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോവർ ഓർഡർ കണ്ടൻസേഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഇന്റർഫേസിലാണ് നടക്കുന്നത് അല്ലെ? ഇന്റർഫേസിൽ പോലും, അല്ലെങ്കിൽ G1 ഫേസിൽ പോലും നമുക്ക് DNA എങ്ങനെ കാണാൻ പറ്റില്ല? ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ട് സെക്കൻഡറി സ്ട്രക്ചറിൽ കാണാൻ പറ്റില്ല. അപ്പോഴും ലോവർ ഓർഡർ കണ്ടൻസേഷനിലാണ് കാണുന്നത്. സോ ലോവർ ഓർഡർ കണ്ടൻസേഷനിലെ ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും
11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ അല്ലെങ്കിൽ ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അതിലെ ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ന്യൂക്ലിയോസോമിന് എന്തൊക്കെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്? ന്യൂക്ലിയോസോമിന് ഒരു ന്യൂക്ലിയോസോം കോർ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, which is made up of histone, octamer and core DNA. And linker DNA ഉണ്ട്, linker histone ഉണ്ട്. ഇത്രയും സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. എങ്ങനെ ഒക്ടാമറൈസ് ചെയ്യുന്നു ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് ഓരോ ന്യൂക്ലിയോസോമിന്റെയും ഡയമീറ്റർ 11 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞു, ഹൈറ്റ് 5.5 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ഹിസ്റ്റോൺസിനും എന്തുണ്ട്? ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈൻ ഉണ്ടെന്ന് പറഞ്ഞു. α1, α2, α3 and linked by L1 and L2 loops. പിന്നെ അവരുടെ N ടെർമിനൽ ടെയിൽസ്, C ടെർമിനൽ ടെയിലിന്റെ എണ്ണം 10 ടെയിലാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് എങ്ങനെ ഡൈമറൈസ് ചെയ്യുന്നു? ഹിസ്റ്റോൺ ഹാൻഡ് ഷേക്ക് മോട്ടീഫ് ഫോം ചെയ്തുകൊണ്ട് ഡൈമറൈസ് ചെയ്യുന്നു. അവര് ആന്റി പാരലലി വന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഡൈമറൈസ് ചെയ്യുന്നത്. ഓൾവേസ് H2A ഡൈമറൈസസ് വിത്ത് H2B and H3 ഡൈമറൈസസ് വിത്ത് H4. ആൻഡ് H3, H4 ഡൈമേഴ്സ് അണ്ടർഗോ ടെട്രാമറൈസേഷൻ. എങ്ങനെ അണ്ടർഗോ ചെയ്യും? ആര് തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത്? H3കൾ തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ഫോം ടെട്രാമർ. വൺസ് ടെട്രാമറൈസേഷൻ occurs or once tetramer forms, DNA wraps around it. 1.65 ടൈംസ് എന്ത് ചെയ്യും? DNA റാപ്പ് ചെയ്യും. അതിലേക്കാണ് H2, H2B ഡൈമേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്ത ഡൈമേഴ്സിന്റെ H2Bയും ഓൾറെഡി ഉള്ള ടെട്രാമറിന്റെ H4കളും തമ്മിലായിരിക്കും എന്ത് ഇന്ററാക്ഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്ററാക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ദ DNA കോണ്ടാക്റ്റിലല്ല ഇരിക്കുന്നത്. ഓൺലി 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് മാത്രമേ ഉള്ളൂ. 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എവറി 10 ബേസ് പെയർ ആണ് കോണ്ടാക്ട് വരുന്നത്. ആ 14 പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റിൽ 40 ഹൈഡ്രജൻ ബോൺസ് ആണ് ഉള്ളത്. അതിൽ 33 ആർ വിത്ത് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഓക്സിജൻ ആൻഡ് റിമൈനിങ് 7 ആർ വിത്ത് ബേസസ്. അതും ബേസ് നോൺ സ്പെസിഫിക് മാനറിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് എങ്ങനെ റാപ്പ് ചെയ്യുന്നു? വിത്ത് ഹെൽപ്പ് ഓഫ് പോളി എ ട്രാക്ട് അല്ലെങ്കിൽ AT ട്രാക്ട്. പോളി എ ട്രാക്ട്, ഒരു പോളി എ ട്രാക്ട് 17 to 22.5 ഡിഗ്രി ടേൺ ആണ് കോസ് ചെയ്യുന്നത്. അങ്ങനെ 10 ബേസ് പെയർ ഗ്യാപ്പിൽ കുറെ എണ്ണം കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബെൻഡിങ് കോസ് ചെയ്യും. പക്ഷെ നമുക്ക് ആ കംപ്ലീറ്റ് ബെൻഡിങ്ങിന്റെ ആവശ്യമില്ല. സോ ഈ ഒരു റാപ്പിംഗ് അറൌണ്ട് ദ ഹിസ്റ്റോൺ octamer is enabled by the presence of consecutive GC base pairs spaced 10 base pair apart, offset by 5 base pairs from AT base pairs. അതായത് ഒരു GC കഴിഞ്ഞ് 5 ബേസ് പെയർ കഴിഞ്ഞാൽ ഒരു AT, അടുത്ത 5 ബേസ് പെയർ കഴിഞ്ഞാൽ അടുത്തൊരു GC, അങ്ങനെ അങ്ങനെ GC AT ഇന്റർസ്പേഴ്സ്ഡ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഹിസ്റ്റോണിന് ചുറ്റും എന്ത് ചെയ്യാൻ പറ്റുന്നത്? DNA-ക്ക് റാപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്, നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് കണ്ടു. അതില് DNA-ല് ഇപ്പൊ നമ്മുടെ DNA-ല് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഹിസ്റ്റോൺ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ബാക്ടീരിയയുടെ കേസിൽ ഹിസ്റ്റോൺ ഇല്ലാതെ തന്നെ അത് നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് ആണ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ എൻസൈം DNA ഗൈറേസ്. DNA ഗൈറേസ് ഒരു ടോപ്പോയിസോമറേസ് 2 ഫാമിലിയിൽ വരുന്ന ആളാണ്. ടോപ്പോയിസോമറേസ് 2 ഫാമിലി എന്താ ചെയ്യുന്നത്? ഡബിൾ സ്ട്രാൻഡഡ് കട്ട് ഉണ്ടാക്കുന്നു, 2 ടേൺ കുറയ്ക്കുന്നു, റീജോയിൻ ചെയ്യുന്നു. സോ 2 ടേൺ കുറയുമ്പോൾ ആ BDNA-യുടെ ക്യാരക്ടറിസ്റ്റിക് മൊത്തം മാറിപ്പോവും. സോ മാറിപ്പോകുന്ന സമയത്ത് സ്ട്രെസ്, സ്ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റാൻ ആ അൺസ്റ്റേബിൾ കണ്ടീഷനിൽ നിന്ന് എന്താ ചെയ്യാ ഓവർകം ചെയ്യാൻ വേണ്ടി DNA itself undergoes നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ്. അങ്ങനെയാണ് ബാക്ടീരിയയുടെ കേസിൽ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് എത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹിസ്റ്റോൺ ടെയിൽസിനെ കുറിച്ചാണ്. 8 ഹിസ്റ്റോൺ ടെയിൽസ് ആണ് പ്രൊജക്ട് ചെയ്യുന്നത്. C ടെർമിനൽ ഹിസ്റ്റോൺ ടെയിൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നില്ല. N ടെർമിനൽ ഹിസ്റ്റോൺ ടെയിൽ ആണ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. അതില് H3യുടെയും H2Bയുടെയും ബിറ്റ്വീൻ ദ DNA ടേൺസിന്റെ ഇടയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് H2Aയുടെയും H4ന്റെയും മുകളിലും താഴെയായിട്ട് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ആയിട്ടാണ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോൺ ടെയിൽസ്? അത് നമ്മൾ പ്രോട്ടിയേസ് ഡൈജഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. പ്രോട്ടിയേസ് ഡൈജഷൻ വെച്ച് ചെയ്തപ്പോൾ ഹിസ്റ്റോൺ ടെയിൽസ് കട്ടായി പോകും. ഹിസ്റ്റോൺ ടെയിൽസ് കട്ടായി പോകുമ്പോഴും ന്യൂക്ലിയോസോമൽ ലെവൽ ഓഫ് ഓർഗനൈസേഷന് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഇൻടാക്ട് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഹവെവർ അടുത്ത ലെവൽ ഓഫ് കണ്ടൻസേഷനിലേക്ക് വിച്ച് ഇസ് ദ 30 നാനോമീറ്റർ കണ്ടൻസേഷൻ, അതിലേക്ക് ന്യൂക്ലിയോസോമിന് പോകാൻ പറ്റുന്നില്ല. സോ ഹിസ്റ്റോൺ ടെയിൽസ് അല്ലെങ്കിൽ ഹിസ്റ്റോൺ ടെയിലിന്റെ ഇന്ററാക്ഷൻസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലേക്ക് പോവാം. 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് by the interaction of the positively charged amino terminus of the H4 and negatively charged region of the histone fold domain of H2A. അതായത് H2Aയുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് റീജിയണും H4ന്റെ
അമിനോ ടെർമിനസിലുള്ള കുറച്ച് പോസിറ്റീവ് ചാർജ്ഡ് റീജിയൻസും തമ്മിലാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ മാം. അല്ലെ, ക്ലിയർ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലേക്ക് പോകണമെങ്കിൽ ദ ഇന്ററാക്ഷൻ ഇസ് ബിറ്റ്വീൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ടെർമിനസ്. Okay, the positively charged amino terminus of the H4 and negatively charged region of the histone fold domain of H2A. നമ്മൾ നേരത്തെ 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ അവസാനം ഏത് ഇന്ററാക്ഷനിലാണ് നിർത്തിയത്? ടെട്രാമർ H3H4 ടെട്രാമറും H2A H2B ഡൈമറും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് നിർത്തിയത്. അത് ഏത് ഇന്ററാക്ഷൻ ആയിരുന്നു? H4ഉം H2Bയും തമ്മിലുള്ള ഇന്ററാക്ഷനിലാണ് നിർത്തിയത്. അങ്ങനെയാണ് ന്യൂക്ലിയോസം ഫോം ചെയ്തത്. ഇപ്പൊ അടുത്ത ലെവൽ ഓഫ് കണ്ടൻസേഷനിലേക്ക് പോകണമെങ്കിൽ the interaction is between H4ന്റെ ഹിസ്റ്റോൺ ടെയിലിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും H2A എന്ന് പറഞ്ഞ ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈനിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ N ടെർമിനൽ ടെയിൽസ് ആർ വെരി ഇമ്പോർട്ടന്റ്. N ടെർമിനൽ ടെയിൽ ഉണ്ടെങ്കിൽ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലേക്ക് കണ്ടൻസേഷൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ററാക്ഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? H4ന്റെ N ടെർമിനലിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും H2Aയുടെ ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈനിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും തമ്മിലാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഇസ് ഫോംഡ്. ആൻഡ് ഇന്റർഫേസിൽ ഒരു DNA-ക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കണ്ടൻസേഷൻ ഓർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർ ലെവൽ ഓഫ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് 30 നാനോമീറ്റർ ക്രോമാറ്റിൻ ഫൈബർ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു ഇന്റർഫേസിൽ DNA-ക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് കണ്ടൻസേഷൻ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. ഈ 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ തന്നെ കുറെ തിയറീസ് അല്ലെങ്കിൽ കുറെ ഹൈപ്പോത്തസിസുകൾ ഉണ്ട്. അതിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള രണ്ടെണ്ണാണ് സോളിനോയിഡ് ഫോമും സിഗ്സാഗ് ഫോമും. സിഗ്സാഗ് ഫോമിനെ നമ്മൾ 2 സ്റ്റാർട്ട് ഹെലിക്സ് എന്നും പറയാറുണ്ട്, ജസ്റ്റ് വേറൊരു നെയിം. അപ്പൊ സോളിനോയിഡ് ഫോമും സിഗ്സാഗ് ഫോമുമാണ് 2 ഫോംസ് ഓഫ് 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഈ 2 ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ DNA ഇപ്പൊ ആദ്യം മുതൽ പറയാം. ഒരു 2 നാനോമീറ്റർ സ്ട്രക്ചറിലുള്ള 2 നാനോമീറ്റർ ഡയമീറ്ററിലുള്ള DNA ആദ്യം ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷനിലേക്ക് പോകണം? 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലേക്ക് പോകണം. ആ 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആണ് പിന്നീട് എങ്ങോട്ട് പോകുന്നത്? 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആയിട്ടുള്ള എയ്തർ സോളിനോയിഡ് ഫോമിലേക്കോ അല്ലെങ്കിൽ സിഗ്സാഗിലേക്കോ പോകുന്നത്. രണ്ടിലേക്കും പോകേണ്ട ആവശ്യമില്ല, രണ്ടിലേക്കും പോവില്ല. ചില റീജിയൻസ് സോളിനോയിഡ് ആയിട്ടാണ് 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിന്റെ ഇന്റർഫേസിലെ മാക്സിമം കോമ്പാക്ഷൻ അറ്റൈൻ ചെയ്ത് നിൽക്കുന്നത്. ചില ജീൻ റീജിയൻസ് എവിടെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില DNA റീജിയൻസ് സിഗ്സാഗ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ മാക്സിമം പോസിബിൾ കോമ്പാക്ഷൻ ഫോർ DNA ഡ്യൂറിങ് ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഓഫ് 2 ടൈപ്സ്, സോളിനോയിഡ് ആൻഡ് സിഗ്സാഗ്. അതിൽ സോളിനോയിഡ് നമ്മൾ സോളിനോയിഡ് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ സ്പ്രിങ് അറിയില്ലേ? നമ്മൾ സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നത് സോളിനോയിഡ് സ്ട്രക്ചർ. അതായത് ഇങ്ങനെ 6 ന്യൂക്ലിയോസോംസ് ആണ് ഓരോ റിങ്ങിലും ഉണ്ടാവുക. ഓക്കെ, അതായത് സോളിനോയിഡ് എങ്ങനെയാണ്? ഇങ്ങനെ നമ്മൾ സ്പ്രിങ് വരയ്ക്കില്ലേ, അതുപോലെയാണ് സോളിനോയിഡ് ഉണ്ടാവുക. സ്പ്രിങ് പോലെ അങ്ങനെ ഇമാജിൻ ചെയ്യാം. അങ്ങനെ സ്പ്രിങ് പോലെയാണ് സോളിനോയിഡ് സ്ട്രക്ചർ ഉള്ളത്. അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് പറയുന്ന ഫിസിക്സിൽ ഇതേപോലത്തെ സ്ട്രക്ചർ അല്ലേ, സ്പ്രിങ് ഷേപ്ഡ് സ്ട്രക്ചർ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സോളിനോയിഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സോളിനോയിഡ് സ്ട്രക്ചർ ഈ ഒരു സ്പ്രിങ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതിൽ ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോം വീതമാണ് ഉള്ളത്. ഓക്കെ ആണോ? അതായത് ഇപ്പൊ 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ എങ്ങനെ ഇരിക്കുന്നു? ന്യൂക്ലിയോസോംസ് ആയിട്ട് ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന DNA ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതിനെ ഒന്ന് നമ്മൾ സോളിനോയിഡ് ആക്കി മാറ്റുന്നു. അങ്ങനെ സോളിനോയിഡ് ആക്കി മാറ്റുന്ന സമയത്ത് ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോംസ് വീതമാണ് കാണുന്നത്. So there are 6 nucleosomes in each ring in the solenoid structure. Same in the case of zigzag. Zigzagലും 6 ന്യൂക്ലിയോസോംസ് തന്നെയാണ് കാണുന്നത് ഓരോ റിങ്ങിലും. പക്ഷെ അത് വ്യത്യാസമുണ്ട്, അതിലേക്ക് വരാം. അതിനുമുമ്പ് ഇത് മനസ്സിലായല്ലോ? ഓരോ റിങ് ഇങ്ങനെ സർക്കിൾ ആയിട്ട് താഴോട്ട് ഇതിന്റെ താഴോട്ട് അങ്ങനെ ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിങ്സ് ഇങ്ങനെ ഫോം ചെയ്ത്
താഴോട്ട് സ്പ്രിംഗ് ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് ആയിരിക്കുന്നത്, സോളിനോയിഡ് ഫോം ഇരിക്കുന്നത്. ആൻഡ് സോളിനോയിഡ് ഫോം ഇസ് ഓൾസോ കോൾഡ് ആസ് ഫാക്കൽറ്റേറ്റീവ് facultative അല്ല, true heterochromatin. Okay, solenoid structure is also called as true heterochromatin. True heterochromatin എന്നാണ് നമ്മൾ സോളിനോയിഡ് ഫോമിനെ വിളിക്കുക. ഓക്കെ, അതെന്തുകൊണ്ടാണ് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇങ്ങനെ സോളിനോയിഡ് സ്ട്രക്ചറിൽ ഇരിക്കുന്നു, ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോംസ് വീതമാണ് ഇരിക്കുന്നത്. ഇതില് ലിങ്കർ DNA എവിടെയാണെന്ന് കാണാനുണ്ടല്ലോ. എവിടെ ലിങ്കർ DNA ഇരിക്കുന്നത്? ദാ ഇവിടെയാണ് ലിങ്കർ DNA ഇരിക്കുന്നത്, ദാ ഇതിന്റെ ഇടയിൽ. സോ the linker DNA is in between the nucleosomes. ന്യൂക്ലിയോസോംസിന്റെ ഇടയിലാണ് ഇരിക്കുന്നത്. ഇത് ഒറ്റ റിംഗ് അല്ല, കുറെ റിംഗ്സ് ആണ്. ഓക്കെ, എന്താ കിട്ടില്ല? കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല? ക്ലിയർ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ല? ക്ലിയർ ആണ് മാം. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം സോളിനോയിഡ് ഫോം എന്ന് പറയുമ്പോ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഹലോ നീയുടെ നെറ്റ്വർക്ക് ഒന്ന് നോക്കണേ. മേഘ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ സോളിനോയിഡ് ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്പ്രിംഗ് ഷേപ്ഡ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോംസ് വീതമാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലിങ്കർ DNA നോക്കിക്കേ, എന്റെ പോയിന്റർ കാണാനുണ്ടല്ലോ, പോയിന്റർ നോക്കിക്കേ. ലിങ്കർ DNA എവിടെ ഇരിക്കണത്? 2 ന്യൂക്ലിയോസോംസിന് ഇടയിൽ, അല്ലെങ്കിൽ ന്യൂക്ലിയോസോംസിന്റെ ഇടയിലാണ് ലിങ്കർ DNA ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ഇങ്ങനെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു കോമ്പാക്ട് സ്ട്രക്ചർ അല്ലേ, നമുക്ക് വരച്ച പോലെ ഇത്രയും സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു കോമ്പാക്ട് സ്ട്രക്ചറിൽ ഇരിക്കുന്ന സമയത്ത് ലിങ്കർ DNA is protected. Linker DNA is in between the nucleosomes, so it is well protected inside. അതുകൊണ്ട് തന്നെ ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യണേ, എല്ലാവരും ഓഡിയോ ഓഫ് ചെയ്യണേ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ലിങ്കർ DNA ന്യൂക്ലിയോസോംസിന്റെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയോസോംസിന്റെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് സസെപ്റ്റീവ് ടു ക്ലീവേജ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം ഡീഗ്രഡേറ്റീവ് എൻസൈംസ്. വെറുതെ ഇരിക്കുന്നത് ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വെറുതെ ഇരിക്കുന്ന ഒരു പോലെ തന്നെയല്ലേ. പക്ഷേ ഇങ്ങനെ ഇൻ സോളിനോയിഡ് ഫോം ഇത് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ട്രൂ ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചും കൂടി കോമ്പാക്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് ലിങ്കർ DNA കുറച്ചുകൂടി വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് സോളിനോയിഡ് ഫോമിൽ ഇരിക്കുന്നത് കമ്പയർ ടു സിഗ്സാഗ്. അപ്പൊ ഇനി സിഗ്സാഗിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോംസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് എങ്ങനെ ഫോം ചെയ്യണേ? ഇങ്ങനെ ഒരു റിംഗ് ഷേപ്പിലല്ല ഫോം ചെയ്യുന്നത്, ഒരു സിഗ്സാഗ് മാനറിലാണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ന്യൂക്ലിയോസം ഇവിടെ ആണെങ്കിൽ അടുത്ത ന്യൂക്ലിയോസം ഇവിടെ, അത് കഴിഞ്ഞ് അടുത്ത ന്യൂക്ലിയോസം ഇവിടെ, അത് കഴിഞ്ഞ് അടുത്ത ന്യൂക്ലിയോസം ഇവിടെ, അടുത്ത ന്യൂക്ലിയോസം ഇവിടെ. അങ്ങനെ ഒരു സ്റ്റാർ ഷേപ്ഡ് സ്ട്രക്ചർ. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഒരു കൈൻഡ് ഓഫ് ഒരു സ്റ്റാർ ഷേപ്ഡ് സ്ട്രക്ചർ അല്ലേ ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു സ്റ്റാർ ഷേപ്ഡ് സിഗ്സാഗ് മാനറിൽ അബ്രപ്റ്റ് ആയിക്കൊണ്ടാണ് അങ്ങോട്ട് വലിച്ചിട്ടുള്ളത്, അല്ലാതെ ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേൺസ് അല്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു എന്ത് ചെയ്തു, ഒരു ന്യൂക്ലിയോസോം, പിന്നെ അത് വലിച്ച് ഇപ്പൊ ഒരു ന്യൂക്ലിയോസോം, അങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് സിഗ്സാഗ് മാനറിലാണ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മേഘ ഒരു മിനിറ്റ്. അതായത് താനിപ്പോ സോളിനോയിഡ് സ്ട്രക്ചർ ട്രൂ ഹെട്രോക്രോമാറ്റിൻ ആണെന്ന് വരെ പറഞ്ഞു നിർത്തിയവരെ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ 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 പറയാം. ഓക്കെ, അപ്പൊ സോളിനോയിഡ് ട്രൂ ഹെട്രോക്രോമാറ്റിൻ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ലിങ്കർ DNA വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് സസെപ്റ്റബിൾ ടു ക്ലീവേജ് ആൻഡ് ദിസ് ഇസ് എ മച്ച് മോർ കോമ്പാക്ട് സ്ട്രക്ചർ. ഇത് കുറച്ചുകൂടി കോമ്പാക്ട് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോളിനോയിഡിനെ ട്രൂ ഹെട്രോക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നത്.
On the other hand, സിഗ്സാഗിലേക്ക് പോകുമ്പോൾ സിഗ്സാഗ് എങ്ങനെയാ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാ പറഞ്ഞേ അബ്രപ്റ്റ് ആയിട്ട് സിഗ്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂക്ലിയസും ഇവിടെ ആണെങ്കിൽ അടുത്ത ന്യൂക്ലിയസും ഇങ്ങോട്ട് അബ്രപ്റ്റ് ആയിട്ട് സിഗ്സാഗില്, പിന്നെ ഒന്ന് ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, ഇങ്ങനെ അബ്രപ്റ്റ്ലി സിഗ്സാഗ് മാനറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ന്യൂക്ലിയോസോംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സിഗ്സാഗ് മാനറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ലിങ്കർ DNA എവിടെയാന്ന് നോക്കിക്കേ. എന്റെ പോയിന്റർ കാണാനുണ്ടല്ലോ. ലിങ്കർ DNA എവിടെയാ? ത്രൂ ദ സെന്റർ അല്ലേ, അല്ലെങ്കിൽ ത്രൂ ദ സെന്റർ ഓഫ് ദ സിഗ്സാഗ് മാനർ, അല്ലെങ്കിൽ എബവ്, അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മുകളിൽ നിന്ന് കുറച്ചും കൂടി ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? സിഗ്സാഗ് ഫോമിൽ ഇരിക്കുമ്പോഴാണ്. അത് കുറച്ചും കൂടി കമ്പയർഡ് ടു സോളിനോയിഡ് ഫോം ലെസ് കോമ്പാക്ട് സ്ട്രക്ചർ ആണ്. സോ നമ്മൾ സിഗ്സാഗ് ഫോമിൽ എന്ത് വിളിക്കും? ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ. ഓക്കെ, അപ്പോ ഇതാണ് രണ്ട് തരത്തിലുള്ള 13 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചേഴ്സ്. ഒന്ന് സോളിനോയിഡ് ആണ്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഷേപ്പ് സ്ട്രക്ചറിലാണ് ന്യൂക്ലിയോസോംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ റിംഗിലും 6 ന്യൂക്ലിയോസോംസ് വീതമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലിങ്കർ DNA is in between the nucleosomes. It is well protected. It is a much more compact structure compared to that of zigzag. സിഗ്സാഗിലേക്ക് വരുമ്പോൾ സിഗ്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The linker DNA is easily accessible. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ ഒറ്റൊന്നുള്ളപ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതാണ് ഈസിലി ആക്സസിബിൾ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിങ്ങനെ പുറത്തുനിന്നേ ആക്സസിബിൾ ആണ്. നിങ്ങൾ താഴോട്ട് കുറെ ഉണ്ട്, അത് കുറച്ചുകൂടി കോമ്പാക്ട് സ്ട്രക്ചർ. ഇത് ഈസിലി ആക്സസിബിൾ ആണ്. സെന്ററിൽ ഫുള്ള് ലിങ്കർ DNA ആണ്. അപ്പൊ ഈസിലി ആക്സസിബിൾ ആണ്, ഈസിലി അൺവൈൻഡ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു സോളിനോയിഡ്. ന്യൂക്ലിയോസോമെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ 11 നാനോമീറ്റർ ഫൈബറിന്റെ സ്ട്രക്ചറിനെ അപേക്ഷിച്ച് ഇത് കണ്ടൻസ്ഡ് ഫോം ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ലെവൽ കണ്ടൻസേഷൻ ആണ്. പക്ഷേ കമ്പയർഡ് ടു സോളിനോയിഡ്, കമ്പയറിംഗ് സോളിനോയിഡ് ആൻഡ് സിഗ്സാഗ്, സിഗ്സാഗ് എന്ന് പറയുന്നത് കുറച്ച് ലെസ് കോമ്പാക്റ്റഡ് ഫോം ആണ്. സോ അതിനെ നമ്മൾ ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് വിളിക്കും. ആൻഡ് സോളിനോയിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ ഹെറ്ററോക്രോമാറ്റിൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there are housekeeping genes, there are luxury genes, and there are genes which are not at all needed. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ജീൻസ്, അല്ലെങ്കിൽ ജങ്ക്, സെൻട്രോമറിക് റീജിയൻ, ടീലോമറിക് റീജിയൻ തുടങ്ങിയിട്ടുള്ള കുറെ ജീനുകളും ഉണ്ട്. ഇവരൊക്കെ ഏത് സ്ട്രക്ചറിലാണ് ഇന്റർഫേസിൽ കാണുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഹൗസ് കീപ്പിംഗ് ജീൻസ്? ഏത് സമയവും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീൻസ് ആണ് ഹൗസ് കീപ്പിംഗ് ജീൻസ്. സോ ഹൗസ് കീപ്പിംഗ് ജീൻസിനെ ട്രൂ ഹെറ്ററോക്രോമാറ്റിൻ ആയിട്ടുള്ള സോളിനോയിഡ് ഫോമിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുമോ? പെട്ടെന്ന് നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യപ്പെടേണ്ട ജീൻസാ. അത്തരം ജീൻസിനെ നമ്മൾ സോളിനോയിഡ് ഫോമിൽ എടുത്തു വെക്കാൻ പറ്റില്ല. ഇന്റർഫേസിലാണ് മാക്സിമം ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും ഒക്കെ നടക്കുന്നത്. റെപ്ലിക്കേഷന്റെ സമയത്ത് പിന്നെ എല്ലാം അൺവൈൻഡ് ചെയ്യണം. അപ്പൊ സ്പേസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ ആക്റ്റീവായിട്ട് നടക്കേണ്ട സമയമാണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സിന്തസൈസ് ചെയ്യപ്പെടേണ്ട ജീൻസാ. അപ്പൊ അത്തരത്തിലുള്ള ജീൻസിനെ നമ്മൾ സോളിനോയിഡിൽ എടുത്തു വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സോളിനോയിഡിലായിട്ട് എടുത്തു വെക്കാൻ പറ്റുമോ? പറ്റില്ല. സോ അത്തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് ജീൻസ് which are always expressed or which have to be expressed always exist in nucleosomal level of organization in the interface. ഇന്റർഫേസിലെ മോസ്റ്റ് ഓഫ് ദ ടൈമും അത് 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ ഹൗസ് കീപ്പിംഗ് ജീൻസ് എങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്താണെന്ന് അറിയാം. അതെന്താ ഹൗസ് കീപ്പിംഗ് ജീൻസ്? ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സിന്തസൈസ് ചെയ്യപ്പെടേണ്ട ജീൻസ് ആണ് ഹൗസ് കീപ്പിംഗ് ജീൻസ്. അവര് 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ, അതായത് ഏറ്റവും ലീസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് കണ്ടൻസേഷനിൽ ഇരിക്കുന്നതാണ് അതിന്റെ എക്സ്പ്രഷന് നല്ലത്. അതല്ലേ എളുപ്പം. പെട്ടെന്ന് ക്രൊമാറ്റിനെ മാറ്റണമെങ്കിൽ മാറ്റി അവിടെ എന്ത് ചെയ്യാം? നമുക്ക് സിന്തസൈസിങ് നടത്താം, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ പെട്ടെന്ന് നടത്താം. സോ ഏറ്റവും എളുപ്പം എന്താ? അതിനെ 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് ജീൻസ് എങ്ങനെയായിരിക്കുന്നത്? 11 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ഇനി there are luxury genes. എന്താ ലക്ഷറി ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ എടുത്തിട്ട് എക്സ്പ്രഷൻ നടത്തുന്ന ജീൻസ് ആണ് ലക്ഷറി ജീൻസ്. ഇപ്പൊ നമ്മൾ ഇൻസുലിൻ എടുക്കാം. ഇൻസുലിൻ ഏത് നേരവും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ഇൻസുലിൻ ആവശ്യം വരുമ്പോ, അതായത് ഇൻസുലിൻ സിന്തസൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ജീനിന്റെ സിന്തസിസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആവശ്യം വരുമ്പോ മാത്രം സിന്തസൈസ് ചെയ്യപ്പെടേണ്ട ജീൻസ് ലക്ഷറി ജീൻസ്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ ലക്ഷറി ജീൻസിന്റെ എക്സ്പ്രഷൻ നടത്തുന്നുള്ളൂ. അത്തരത്തില് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന ജീൻസിനെ നമ്മൾ ഏത് ഫോമിൽ എടുത്ത് വെക്കും? 13 ഫൈബറിലെ തന്നെ സിഗ്സാഗിലാണ് എടുത്ത് വെക്കുന്നത്. ഓക്കെ, 13 നാനോമീറ്റർ സിഗ്സാഗിലാണ് എടുത്ത് വെക്കുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞ സെൻട്രോമറിക് റീജിയൻ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഒട്ടും ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല. ഇവിടുന്ന് നമുക്ക് പ്രോട്ടീനോ ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, എക്സ്പ്രഷനും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ജീൻസ് നമുക്ക് ഒരിക്കലും തുറക്കുക വേണ്ട. എക്സെപ്റ്റ് എസ് ഫേസിലെല്ലാം തുറക്കണം. അപ്പൊ എല്ലാം മൈൻഡ് ചെയ്യണം. എസ് ഫേസിലല്ലാത്ത സമയത്ത് നമുക്ക് ട്രാൻസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷനോ ഒന്നും എവിടുന്ന് വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ അല്ലേ, മിനി സാറ്റലൈറ്റ് ആണ്. എടുത്ത് വെക്കുക. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്ന സോളിനോയിഡ് ഫോം ആണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. വേണോ? മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാമോ? അവിടെ വരെ കേട്ടു. ലക്ഷറി ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് 13 നാനോമീറ്റർ ഫൈബർ സിഗ്സാഗ് മാനറിലാണെന്ന് വരെ ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ലക്ഷറി ജീൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ സിഗ്സാഗിൽ വെക്കുന്നു. ബിക്കോസ് എന്താ? 13 നാനോമീറ്റർ ഫൈബറിൽ സ്ട്രക്ചറിൽ സോളിനോയിഡിനെ അപേക്ഷിച്ച് ലീസ്റ്റ് കോമ്പാക്ട് ചെയ്താണ് സിഗ്സാഗ് ആണ്. സോ 13 നാനോമീറ്റർ ഫൈബറിലെ സിഗ്സാഗ് ഫോമിലാണ് ലക്ഷറി ജീൻസിനെ നമ്മൾ വെക്കുന്നത്. സെൻട്രോമറിക് റീജിയൻ നമുക്ക് ഒട്ടും ആവശ്യമില്ല. അത് DNA ആണ്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് എക്സ്പ്രസ് ചെയ്യണ്ട. അത്തരത്തിലുള്ള ജീൻസിനെ നമ്മൾ ഏത് ഫോമിലാ വെക്കുക? സോളിനോയിഡ് അല്ലെങ്കിൽ ട്രൂ ഹെട്രോമാറ്റൈസ്ഡ് വെക്കുന്നത്. ഇല്ല, ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. സെൻട്രോമിയർ പറയുന്നൊന്നും ക്ലാരിറ്റിയോടെ കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? മാം പറഞ്ഞോളൂ, നോക്കട്ടെ. ഓക്കെ, അപ്പൊ സെൻട്രോമറിക് റീജിയണും ടീലോമറിക് റീജിയണും ഇതൊക്കെ ജസ്റ്റ് റിപ്പിറ്റേറ്റീവ് DNA ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള DNA എന്ത് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എക്സ്പ്രഷൻ വേണ്ട, അതിൽ നിന്നൊന്നും നമുക്ക് കിട്ടാനും ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ടാണ് എടുത്തു വെക്കുന്നത്, അല്ലെങ്കിൽ അതിന് എന്ത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സോളിനോയിഡ് സ്ട്രക്ചറിലാണ് അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. സോളിനോയിഡ് സ്ട്രക്ചർ ട്രൂ ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ഫോമിലായിട്ടാണ് സെൻട്രോമറിക് റീജിയൻ, ടീലോമറിക് റീജിയൻ തുടങ്ങിയിട്ടുള്ള നോൺ കോഡിങ്, അതായത് നമുക്ക് ഒട്ടും എക്സ്പ്രഷൻ വേണ്ടാത്ത ജീൻസ് ഒക്കെ എടുത്തു വെക്കുന്നത് സോളിനോയിഡ് ഫോമിലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ 13 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. 13 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഇന്ററാക്ഷൻ നടക്കുന്നത് ആരൊക്കെ തമ്മിലാ? H4ന്റെ അമിനോ ടെർമിനസിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും H2A ഹിസ്റ്റോൺ ഫോൾഡ് ഡൊമൈനിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ആൻഡ് രണ്ട് ഫോംസ് ഓഫ് ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ രണ്ട് ഫോംസ് ഉണ്ട് 13 നാനോമീറ്റർ. സോളിനോയിഡ് ഉണ്ട്, ഒന്ന് സിഗ്സാഗ് ഉണ്ട്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അത് സ്പ്രിംഗ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ റിങ്ങിലും 6 ന്യൂക്ലിയോസോംസ് വീതമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിഗ്സാഗിലേക്ക് വരുമ്പോൾ 6 തന്നെയാണ്, പക്ഷെ അത് സോളിനോയിഡില് ലിങ്കർ DNA എന്ന് പറയുന്നത് സെൻട്രോമറിക് തന്നെയാണല്ലോ. നമുക്ക് ആവശ്യമില്ലാത്ത റീജിയൻസ് അല്ലേ സെൻട്രോമറിക് ടീലോമറിക് റീജിയൻസ്. ഓക്കെ, അപ്പൊ ആവശ്യമില്ല ഇൻ ദ സെൻസ് ആവശ്യമുണ്ട്, അവരെ കൊണ്ട് ആവശ്യമുണ്ട്. കാരണം സെൻട്രോമിയർ ഇല്ലാതെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വിടാനൊന്നും പറ്റില്ല നമുക്ക് DNA. ഇവിടെ ഇൻ ദ സെൻസ് ഞാൻ എന്ത് ആവശ്യമില്ല എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജീൻ എക്സ്പ്രഷൻ, അവരിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അവർക്ക് ജീൻ എക്സ്പ്രഷൻ ഇല്ലാത്തവരല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ച ആവശ്യമില്ലാത്ത ജങ്ക് കേട്ടോ. ജങ്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ആവശ്യമില്ലാത്ത, അവരില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല എന്നല്ല, അത് അവരില്ലെങ്കിലും അല്ലെങ്കിൽ അവര് എക്സ്പ്രഷൻ ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് എക്സ്പ്രഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈലി ട്രൂ ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ആയിട്ടുള്ള സോളിനോയിഡ് ഫോമിൽ എടുത്തു വെക്കുന്നു. അപ്പൊ ഇവിടെ ലിങ്കർ DNA ഇൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോസോംസ് ആണ്. സിഗ്സാഗ് ഫോമിലാണെങ്കിൽ ലിങ്കർ DNA പാസിംഗ്
എബവ് അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദ സെന്ററിലൂടെയാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. സോ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിലി ആക്സസിബിൾ. അപ്പൊ ലെസ് കോമ്പാക്ട് ആണ് സിഗ്സാഗ്, മച്ച് മോർ കോമ്പാക്ട് ആണ്, ഏറ്റവും മാക്സിമം കോമ്പാക്ഷൻ ആണ് സോളിനോയിഡ്. 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. ജിയ, ഇന്നത്തെ ക്ലാസ് മതിയോ അതോ കണ്ടിന്യൂ ചെയ്യട്ടെ? ഇനി 300-ഉം 700-ഉം വേഗം തീരൂലേടാ? ഓക്കെ, തീർക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ, അപ്പം 9:30 വരെ എടുത്തോട്ടോ. ഓക്കെ. അപ്പൊ ഇനി ഹയർ ഓർഡർ കണ്ടൻസേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇന്റർഫേസിലെ മാക്സിമം ലെവൽ ഓഫ് കണ്ടൻസേഷൻ ഏതാണെന്നാ പറഞ്ഞത്? 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ആണ് ഇന്റർഫേസിലത്തെ മാക്സിമം ലെവൽ ഓഫ് കണ്ടൻസേഷൻ. ഓക്കെ, അതില് നമ്മൾ പറഞ്ഞു ആദ്യം 11 നാനോമീറ്റർ ആയിരുന്നു, അതിനുശേഷം 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിലെ ഒന്നില്ലെങ്കിൽ സോളിനോയിഡ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ സിഗ്സാഗ് DNA ആയിട്ട് മാറാം. ഓക്കെ, അതില് 11 നാനോമീറ്ററിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ഒന്നില്ലെങ്കിൽ സോളിനോയിഡ് ആയിട്ടോ സിഗ്സാഗ് ആയിട്ടോ മാറാൻ പറ്റുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഏതൊരു സോളിനോയിഡ് ആയിട്ടോ സിഗ്സാഗ് ആയിട്ടോ എക്സിസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇന്റർഫേസിലെ മാക്സിമം കണ്ടൻസേഷൻ കഴിഞ്ഞു. നൗ സെൽ സൈക്കിൾ പ്രൊസീഡ് ചെയ്ത് എം ഫേസിലേക്ക് കടക്കാൻ പോവാണ്. സോ വിത്ത് ദ ഓൺസെറ്റ് ഓഫ് പ്രോഫേസ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ. ഓക്കെ, പ്രോഫേസ് തുടങ്ങുന്നതോടുകൂടിയാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഹിയർ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ഇൻവോൾവ്. Histone proteins are involved in lower order structure organization, while non-histone proteins are involved in higher order condensation. Okay, അപ്പൊ ഇവിടെയാണ് ഹയർ ഓർഡർ കണ്ടൻസേഷനിലെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഹയർ ഓർഡർ കണ്ടൻസേഷനിലെ തന്നെ ഫസ്റ്റ് ലെവലാണ് 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ലൂപ്പ് ആയിട്ടാണ് ഈ DNA. നമ്മളിപ്പോ ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ആണ്. സോ ഇവിടുത്തെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഓൾറെഡി സിഗ്സാഗിലോ സോളിനോയിഡിലോ ഇരിക്കുന്ന DNA ലൂപ്പ് ആയിട്ട് പിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഓൾറെഡി സോളിനോയിഡിലോ അല്ലെങ്കിൽ സിഗ്സാഗിലോ ഇരിക്കുന്ന DNA എന്ത് ചെയ്യുന്നു? നമ്മൾ ലൂപ്പായിട്ട് പിടിക്കുന്നു. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അങ്ങനെ കുറെ ലൂപ്പുകളായിട്ട് പിടിക്കുന്നു. ഓക്കെ, സോ ഓൾറെഡി 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ ഇരിക്കുന്ന നമ്മുടെ DNA എന്ത് ചെയ്യുന്നു? ലൂപ്പുകളായിട്ട് പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ഫോം ചെയ്യുന്നതാണ് 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ 30 നാനോമീറ്റർ സ്ട്രക്ചർ is made possible by scaffold proteins. Scaffold proteins എന്ന് പറയുന്ന നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് 300 നാനോമീറ്റർ ക്രോമാറ്റിൻ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. 300 അല്ലേ? 300 ഞാൻ 13 ആണോ പറഞ്ഞത്? സോറി, 300 സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് സ്കെഫോൾഡ് പ്രോട്ടീൻസ് ആണ്. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആയ സ്കെഫോൾഡ് പ്രോട്ടീൻസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്കെഫോൾഡ് പ്രോട്ടീൻസ് എവിടെയാ കാണുന്നത്? ന്യൂക്ലിയർ ലാമിനയിലാണ് കാണുന്നത്. സോ ഇത് ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് ഇതിപ്പോ ന്യൂക്ലിയസിന്റെ ഒരു എൻവലപ്പ് ആണെന്ന് വിചാരിക്കുക. ഒരു ജസ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഔട്ടർ മെമ്പറിലൂടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നുണ്ട്. ഇത് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്, ഇത് കൂടെയാണ് ട്രാൻസ്പോർട്ട്, എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ട്രാൻസ്പോർട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ കാണുന്നുണ്ട്. ഇവിടെ ഇന്നർ മെംബ്രെയിനിന്റെ ഉള്ളിലായിട്ട് എന്ത് കാണുന്നുണ്ട്? ന്യൂക്ലിയർ ലാമിന കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു സൈറ്റോസ്കെലട്ടൺ പോലെ സ്ട്രക്ചർ മെയിൻറ്റെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷീറ്റ്, ഒരു നെറ്റ്വർക്ക് ആണ് ന്യൂക്ലിയർ ലാമിന. ആൻഡ് ദിസ് ന്യൂക്ലിയർ ലാമിന ഇസ് ഫോംഡ് ബൈ ന്യൂക്ലിയർ ലാമിൻസ്. ലാമിൻ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ന്യൂക്ലിയർ ലാമിന ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ന്യൂക്ലിയർ ലാമിനയിലാണ് എന്ത് കാണുന്നത്? ന്യൂക്ലിയർ ലാമിനയിലാണ് നമ്മുടെ സ്കെഫോൾഡ് പ്രോട്ടീൻസ് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ന്യൂക്ലിയർ ലാമിനയിൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടായിരിക്കും സ്കെഫോൾഡ് പ്രോട്ടീൻസ് കാണുന്നത്. ഓക്കെ, പറയാം. ഓക്കെ, അപ്പൊ ഹയർ ഓർഡർ കണ്ടൻസേഷൻ എപ്പോ തുടങ്ങുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? ഹയർ ഓർഡർ കണ്ടൻസേഷൻ തുടങ്ങുന്നത് പ്രോഫേസ്, എം ഫേസിലെ പ്രോഫേസ് തുടങ്ങുന്നതോടു കൂടിയാണ് ഹയർ ഓർഡർ കണ്ടൻസേഷൻ തുടങ്ങുന്നത്. ആൻഡ് ഹയർ ഓർഡർ കണ്ടൻസേഷനിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ്
300 nanometer fiber structure. 300 nanometer fiber structure is formed by the help of, or with the help of, scaffold proteins. Scaffold proteins in the help odu കൂടിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? 300 nanometer fiber structure ഫോം ചെയ്യുന്നത്. And the scaffold proteins is present along with nuclear lamina. ന്യൂക്ലിയർ ലാമിനയിൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് എന്ത് കാണുന്നത്? സ്കഫോൾഡ് പ്രോട്ടീൻസ് കാണപ്പെടുന്നത്. ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ, അതായത് ഇന്നർ ന്യൂക്ലിയർ എൻവലപ്പിന്റെ ഉള്ളിലായിട്ട് ഒരു ബേസൽ സ്ട്രക്ചർ, ഒരു സൈറ്റോസ്കെലറ്റൽ എലമെന്റ് പോലെ, അല്ലെങ്കിൽ അതിനൊരു സ്കെലട്ടൺ പോലെ, അതിനൊരു സ്ട്രക്ചറൽ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് ന്യൂക്ലിയർ ലാമിന. ആൻഡ് ദിസ് ന്യൂക്ലിയർ ലാമിന ഇസ് ഫോംഡ് ബൈ ന്യൂക്ലിയർ ലാമിൻസ്. ഈ ലാമിൻസ് ചേർന്നിട്ടുള്ള ലാമിനയിലാണ് നമ്മുടെ സ്കഫോൾഡ് പ്രോട്ടീൻസ് കാണപ്പെടുന്നത്. ആൻഡ് സ്കഫോൾഡ് പ്രോട്ടീൻസ് എന്താ ചെയ്യുന്നത്? ഇതാണ് സ്കഫോൾഡ് പ്രോട്ടീൻ. ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ ന്യൂക്ലിയർ ലാമിനയിൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് സ്കഫോൾഡ് പ്രോട്ടീൻസ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ന്യൂക്ലിയർ ലാമിനയിലുള്ള സ്കഫോൾഡ് പ്രോട്ടീൻസ് എന്താ ചെയ്യുന്നത്? ഈ DNA ഓൾറെഡി 30 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചറിൽ ഇരിക്കുന്ന, 30 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ എയ്തർ ബി സോളിനോയിഡ് ഫോം ഓർ ഇറ്റ് ക്യാൻ ബി സിഗ്സാഗ് ഫോം. സോ ഓൾറെഡി സിഗ്സാഗിലോ അല്ലെങ്കിൽ സോളിനോയിഡിലോ ഇരിക്കുന്ന 30 നാനോമീറ്റർ ക്രോമാറ്റിൻ ഫൈബറിനെ എന്ത് ചെയ്യാണ്? ലൂപ്പ് ആക്കിക്കൊണ്ട് പിടിക്കുന്നു. ഇതാ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലൂപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? അവര് സാർ സൈറ്റ് അല്ലെങ്കിൽ സ്കഫോൾഡ് റീജിയൻ റീജിയൻ എന്ന് പറഞ്ഞ സൈറ്റ്സ് ഉണ്ട്. എന്താണ്? സാർ അല്ലെങ്കിൽ മാർ. സാർ മതി, ഇപ്പൊ നമുക്ക് സാർ കൺസിഡർ ചെയ്താൽ മതി. സ്കഫോൾഡ് അറ്റാച്ച്മെന്റ് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീജിയൻ ഓൺ ദ ലിങ്കർ DNA. ബ്ലർ ആണോ? ക്ലാരിറ്റി ഇല്ല? കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പം ഇവിടെ ഈ ലിങ്കർ DNA ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലാണ് ആര് പോയി ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ പോയി ചെയ്യുന്നത്. എവിടെയാണ്? ജീൻ ബൗണ്ടറീസ്. ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലാണ് പോയിട്ട് ആര് ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ സ്കഫോൾഡ് പ്രോട്ടീൻസ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്കഫോൾഡ് പ്രോട്ടീൻസ് ജീൻ ബൗണ്ടറീസിൽ കയറിയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ജീൻ ബൗണ്ടറീസിൽ കയറി ബൈൻഡ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ആയിട്ട് DNA അല്ലെങ്കിൽ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഇങ്ങനെ സ്കഫോൾഡ് അറ്റാച്ച്മെന്റ് റീജിയൻ ആയിട്ടുള്ള ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത്. സാർ ഒന്നുകൂടി പറയാം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ആണോ? ഇപ്പോഴും വോയിസ് ബ്രേക്ക് ആണോ? ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് പോയി ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ സ്കഫോൾഡ് പ്രോട്ടീൻസ് DNA പിടിക്കുന്നത്. ഈ സ്കഫോൾഡ് പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്ന റീജിയനെയാണ് സ്കഫോൾഡ് അറ്റാച്ച്മെന്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കഫോൾഡ് പ്രോട്ടീൻ എവിടെയാണോ പോയി ബൈൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്കഫോൾഡ് അറ്റാച്ച്മെന്റ് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് അത് അറ്റാച്ച് ചെയ്യുന്ന റീജിയൻ എവിടെയാണ്? ജീൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിലാണ് പോയിട്ട് സ്കഫോൾഡ് പ്രോട്ടീൻസ് പോയി ബൈൻഡ് ചെയ്യുന്നത്. സോ ആ പറയുന്ന ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ ജീൻ ബൗണ്ടറീസ് where the scaffold protein binds is called as the scaffold attachment region. അങ്ങനെ സ്കഫോൾഡ് അറ്റാച്ച്മെന്റ് റീജിയനിലേക്ക് ബൈൻഡ് ചെയ്തുകൊണ്ടാണ് ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ആര് ഫോം ചെയ്യുന്നത്? സ്കഫോൾഡ് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഒന്നുകൂടി പറയാം. അതായത് സ്കഫോൾഡ് പ്രോട്ടീൻസ് നമ്മൾ ഇനി പഠിക്കും. സ്കഫോൾഡ് പ്രോട്ടീൻസ് ഏതൊക്കെയാന്നൊക്കെ നോക്കാനുണ്ട്. ആ സ്കഫോൾഡ് പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യുന്ന റീജിയൻ ഓഫ് ദ DNA ലിങ്കർ DNAയുടെ റീജിയനിലാണ് പോയി ബൈൻഡ് ചെയ്യുന്നത്.
അതില് the region of the linker DNA that the scaffold protein binds, അതിനെയാണ് നമ്മൾ scaffold attachment region അല്ലെങ്കിൽ SAR എന്ന് പറയുന്നത്. അവിടെയാണ് scaffold ബൈൻഡ് ചെയ്യുന്നത്, scaffold proteins ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനെ ലൂപ്പ് ആയിട്ട് പിടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഇതില് scaffold proteins, അതിൽ തന്നെ scaffold proteins എന്ന് പറയുമ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് രണ്ട് SMC ഫാമിലി പ്രോട്ടീൻസിലെ രണ്ട് പേരാണ്. അല്ലെങ്കിൽ SMC ഫാമിലി എന്താ പറയാ scaffold പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് വരുന്നത് SMC ഫാമിലി പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അതിൽ SMC ഫാമിലി പ്രോട്ടീൻസിലെ തന്നെ കണ്ടൻസിനും കൊഹസിനുമാണ് മേജർ മോളിക്യൂൾസ്, മേജർ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ scaffold പ്രോട്ടീൻസ് അല്ലെങ്കിൽ മേജർ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ SMC ഫാമിലി എന്ന് പറയുന്നത് കണ്ടൻസിനും കൊഹസിനുമാണ്. കണ്ടൻസിനും കൊഹസിനും. ഓക്കെ, കണ്ടൻസിൻ കൊഹസിൻ, ഈ രണ്ടു പേരാണ് SMC ഫാമിലി പ്രോട്ടീൻസിലെ അല്ലെങ്കിൽ SMC ഫാമിലിയിലെ മേജർ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ സ്കാഫോൾഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ആണ്. SMC ഫാമിലി ഓഫ് പ്രോട്ടീന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിപെപ്റ്റൈഡ്സ്. 2 പോളിപെപ്റ്റൈഡ് യൂണിറ്റ്സ് വെച്ചിട്ടാണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 2 പോളിപെപ്റ്റൈഡ്സും എന്ത് ചെയ്യും, അവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ എൻ ടെർമിനലും സി ടെർമിനലും, അതിന്റെ പോയിന്റർ നോക്കിക്കഴിഞ്ഞാൽ കാണാലോ, ഈ പറയുന്ന ഇത് എന്ത് കളറാ, ഇതൊരു ആഷ് കളർ എന്ന് വിചാരിക്കാം. സോ ഈ ഒരു ആഷ് കളറും ഇത് ഗോൾഡൻ കളറും. സോ ഈ ആഷ് കളറിലുള്ളത് ഒരു പോളിപെപ്റ്റൈഡ് ആണ്, ഗോൾഡൻ കളറിൽ കാണുന്നത് രണ്ടാമത്തെ പോളിപെപ്റ്റൈഡ് ആണ്. സോ ഈ 2 പോളിപെപ്റ്റൈഡുകൾ ചേർന്നതാണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ്. ഇതില് ഓരോ പോളിപെപ്റ്റൈഡും അതിന്റെ തന്നെ എൻ ടെർമിനൽ ആൻഡ് സി ടെർമിനൽ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ATPase ഹെഡ് ഫോം ചെയ്യുന്നു. ഓക്കെ ആണോ? അതായത് 2 പോളിപെപ്റ്റൈഡ് വെച്ചിട്ടാണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓരോ പോളിപെപ്റ്റൈഡും അതിന്റെ തന്നെ എൻ ആൻഡ് സി ടെർമിനൽ തമ്മിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഒരു ഹെഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ബൈ 2 പോളിപെപ്റ്റൈഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ഹിഞ്ച് റീജിയൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഓരോ മോണോമേഴ്സും ഫോൾഡ് ചെയ്യുന്നു, അവർ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഡൈമറൈസ് ചെയ്യുന്നത് ഒരു ഹിഞ്ച് റീജിയൻ വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു ഡൈമറൈസ്ഡ് സ്ട്രക്ചർ ആണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസിനുള്ളത്. എല്ലാവർക്കും, അതിപ്പോ കണ്ടൻസിന് ആയിക്കോട്ടെ കൊഹസിൻ ആയിക്കോട്ടെ, SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസിന് ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ കാണുന്ന ഡൈമറൈസ്ഡ് സ്ട്രക്ചർ. സോ ഇത് എങ്ങനെ ഉണ്ടായത്, 2 പോളിപെപ്റ്റൈഡ് ഉണ്ടായിരുന്നു, അതിന്റെ തന്നെ എൻ ആൻഡ് സി ടെർമിനൽസ് തമ്മിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഹെഡ് ഗ്രൂപ്പ് ഉണ്ടായി, അങ്ങനെ ഫോൾഡഡ് മോണോമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അവർ ഡൈമറൈസ് ചെയ്യുന്നു ത്രൂ ഹിഞ്ച്, ഒരു ഹിഞ്ച് റീജിയൻ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഡൈമറൈസ് ചെയ്തു. അവരുടെ ഹെഡിൽ ATP ബൈൻഡിങ് ഡൊമൈൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഇനി കോഹസിനിലേക്ക് വരികയാണെങ്കിൽ സ്കാഫോൾഡ് പ്രോട്ടീൻസിൽ നമ്മളിപ്പോ പറഞ്ഞു SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ആണ് മേജർ ആയിട്ട് വരുന്നത്. SMC ഫാമിലിയിൽ തന്നെ കോഹസിനും കണ്ടൻസിനും 2 മെമ്പേഴ്സ് ആണ്. നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് കോഹസിൻ ആൻഡ് കണ്ടൻസിൻ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് നമ്മൾ കണ്ടു, ഡൈമർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ഓരോന്നിനും കോഹസിന്റെ സ്ട്രക്ചറും കണ്ടൻസിന്റെ സ്ട്രക്ചറും ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിക്കലി അല്ലെങ്കിൽ ജനറലി SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ഹോൾഡ് 2 ഡബിൾ സ്ട്രാൻഡഡ് റീജിയൻസ് ടുഗെദർ. 2 ഡബിൾ സ്ട്രാൻഡഡ് റീജിയൻസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് പ്രോട്ടീൻസ് ആണ് SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ഇൻ ജനറൽ. സൗണ്ട് അതിപ്പോ കൊഹസിനായാലും അത് തന്നെയാണ് ചെയ്യുന്നത്. വോയിസ് ബ്രേക്ക് ആണോ? ജസ്റ്റ് ബ്രേക്ക് ആയാലും ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കൊഹസിനായാലും ശരി കണ്ടൻസിനായാലും ശരി ചെയ്യുന്നത് എന്താ, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള 2 റീജിയൻസിനെ തമ്മിൽ പിടിക്കുന്ന ആൾക്കാരാണ് കൊഹസിനും കണ്ടൻസിനും. അല്ലെങ്കിൽ ജനറലി SMC ഫാമിലി ഓഫ് പ്രോട്ടീൻസ് ഹോൾഡ് 2 ഡബിൾ സ്ട്രാൻഡഡ് റീജിയൻസ് ടുഗെദർ. ഇവിടെ കൊഹസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കൊഹസിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിപെപ്റ്റൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടുത്തെ പേര് SMC1 SMC3 എന്നാണ്. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. SMC1 SMC3 ആണ് ഇവിടുത്തെ 2 പോളിപെപ്റ്റൈഡുകൾ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡ് റീജിയൻസ് ATPase ഹെഡ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹിഞ്ച് റീജിയൻ വെച്ചിട്ട് അവർ ഡൈമറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ്
നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ these head regions are connected by connector proteins. Claisen family of connector proteins. Okay, head regions are connected by Claisen family of connector proteins. Claisen family of connector proteins വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? Head regionsനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, Claisen family of connector proteins വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം SCC1 ഉം SCC3 ഉം ആണ് ഇവിടുത്തെ connector proteins or Claisen family of connector proteins. And ഇതിന്റെ കൂടെ കോഹസിനില് PDS5 and VAP1 എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്നില്ലേ, അയാളാണ് VAP1. ഓക്കെ, VAP1 ആണ്, WAP1. ഓക്കെ, സോ ഈ കോഹസിന്റെ കേസില് in addition to the Claisen family of connector proteins, PDS5 ഉം VAP1 ഉം നമുക്ക് കാണാൻ പറ്റും. And along with that സൊറോറിൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനെ കൂടി കാണാൻ പറ്റും. എന്താണ് സൊറോറിൻ? ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ സൊറോറിൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഇവിടെ ഡൈമറൈസ് ചെയ്തു ആൻഡ് ഹെഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ Claisen family of connector proteins ആയിട്ടുള്ള SCC1 ഉം SCC3 ഉം വന്നു. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് PDS5, VAP1 ആൻഡ് സൊറോറിൻ എന്ന് പറഞ്ഞുള്ള 3 പ്രോട്ടീൻസ് കൂടി ഉണ്ട്. PDS5 ആൻഡ് VAP1 ഇറ്റ് കോസസ് ദ അൺലോഡിംഗ് ഓഫ് കോഹസിൻ, അല്ലെങ്കിൽ കോഹസിൻ അൺലോഡ് ചെയ്യാൻ കാരണമാവുന്ന പ്രോട്ടീൻസ് ആണെങ്കിൽ അൺലോഡിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് PDS5 ഉം VAP1 ഉം. ആൻഡ് ഈ അൺലോഡിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ആളാണ് സൊറോറിൻ. സോ സൊറോറിൻ ഇൻടാക്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കോഹസിൻ എന്ത് ചെയ്യില്ല? അൺലോഡ് ചെയ്യില്ല. സോ കോഹസിൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് കോഹസിൻ. രണ്ട് ഡബിൾ സ്ട്രാൻഡഡ് ഹലോ ബ്ലറായി പോവാ. രണ്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. എടാ ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് PDF5 VAP1 ഉം അത് ചെയ്തത് എന്താ അൺലോഡ് ചെയ്യുന്നത്? കോഹസിൻ ഇപ്പൊ എന്താ ചെയ്തത്? കോഹസിനും കണ്ടൻസിനും ഒക്കെ എന്താണ് അത്? ഡബിൾ സ്റ്റാൻഡേർഡ് രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് റീജിയൻസിന് തമ്മിൽ കണക്ട് ചെയ്യുന്ന SMC ഫാമിലി ഓഫ് സ്കഫോൾഡ് പ്രോട്ടീൻസ് അല്ലേ? അങ്ങനെ കോഹസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആളാണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ എന്തിനാ ജോയിൻ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും കണക്ട് ചെയ്ത് വെക്കുന്നത്? S ഫേസില് റെപ്ലിക്കേഷൻ നടക്കും. റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്ററിനെ ദൂരെ എവിടേക്കെങ്കിലും വിടാൻ പറ്റുമോ? വിടാൻ പറ്റില്ല. കാരണം എന്താ? കൃത്യമായിട്ട് മൈറ്റോസിന്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വിടാനുള്ളതാ. സോ അതുവരെ അടുത്തടുത്ത് തന്നെ പിടിക്കണം. സോ അങ്ങനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ബൈൻഡ് ചെയ്യുന്ന ആളാണ് കോഹസിൻ. സോ അങ്ങനെ കോഹസിൻ ലോഡ് ചെയ്തിരിക്കുമ്പോ PDS5 ഉം VAP1 ഉം എന്ത് ചെയ്യും? അൺലോഡിംഗ് ഓഫ് കോഹസിൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അൺലോഡിംഗ് ഓഫ് കോഹസിൻ ഫ്രം ദ ഡബിൾ സ്റ്റാൻഡേർഡ്, ആ ഒരു എവിടെയാണോ ബൈൻഡ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് അൺലോഡ് ചെയ്യുന്നത് കോസ് ചെയ്യുന്ന ആൾക്കാരാണ് VAP1 ഉം PDS5 ഉം. നേരെ തിരിച്ച് സൊറോറിൻ ഉണ്ടെങ്കിൽ സൊറോറിൻ പ്രിവെന്റ്സ് അൺലോഡിംഗ് ഓഫ് ദ കോഹസിൻ ഫ്രം ദാറ്റ് സൈറ്റ്. അപ്പൊ സൊറോറിൻ ഉള്ളിടത്തോളം കാലം, സൊറോറിൻ ഉണ്ടെങ്കിൽ ഇൻടാക്ട് ആയിട്ട് ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ ഇറ്റ് റിമെയിൻസ് ദെയർ. അപ്പൊ അത് കൃത്യമായിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് കോഹസിന്റെ സ്ട്രക്ചർ. ഇനി കണ്ടൻസിന്റെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് കണ്ടൻസിൻ. കണ്ടൻസിൻ തന്നെ രണ്ട് കണ്ടൻസിൻ ഉണ്ട്. കണ്ടൻസിൻ 1 ഉണ്ട്, കണ്ടൻസിൻ 2 ഉണ്ട്. കണ്ടൻസിൻ 2 എന്ന് പറയുന്നത് ന്യൂക്ലിയർ കണ്ടൻസിൻ ആണ്. ആൻഡ് കണ്ടൻസിൻ 1 എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കണ്ടൻസിൻ ആണ്. ഓക്കെ, അപ്പൊ കണ്ടൻസിൻ, there are two types of condensin, condensin 1 and condensin 2. Condensin 2 is the nuclear condensin. Nuclear condensin എന്ന് പറയുമ്പോൾ എന്താ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന കണ്ടൻസിൻ ആണ് condensin 2. And condensin 1 is the cytoplasmic condensin that is present in the cytoplasm. അപ്പൊ സ്കഫോൾഡ് അറ്റാച്ച് ചെയ്തിരിക്കേണ്ടതെന്ന് ചോദിക്കുക. അതായത് നമ്മൾ ലാമിൻസിൽ അറ്റാച്ച് ചെയ്തിരിക്കേണ്ടത് വെച്ചാൽ അറ്റാച്ച് ചെയ്തിരിക്കണം. അതിപ്പോ കണ്ടൻസിൻ 2 ആണ് ഇരിക്കുന്നത്. ബിക്കോസ് അതാണ് ഇപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ ഉള്ളത്. കണ്ടൻസിൻ 1 എവിടെ കാണുന്നത്? അത് സൊല്യൂബിൾ ഫോം ആണ്.
അത് സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടൻസിൻ 1ന്റെയും 2ന്റെയും സ്ട്രക്ചർ ഒരുമിച്ചാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടൻസിൻ 1 ആയാലും കണ്ടൻസിൻ 2 ആയാലും പോളിപെപ്റ്റൈഡ് SMC2ഉം 4ഉം ആണ്. നേരത്തെ കണ്ടൻസിൻ കൊഹസിൻ കണ്ടല്ലോ, കൊഹസിന്റെ പോളിപെപ്റ്റൈഡ്സ് SMC1ഉം SMC3ഉം ആയിരുന്നു. അതേപോലെ കണ്ടൻസിന്റെ പോളിപെപ്റ്റൈഡ്സിന്റെ പേരെന്താ? SMC4ഉം SMC2ഉം. അവിടെ 1ഉം 3ഉം ആയിരുന്നെങ്കിൽ ഇവിടെ 2ഉം 4ഉം ആണ്. ഇവിടെ ചേഞ്ച് വരുന്നത് കണക്ടർ പ്രോട്ടീൻസിന്റെ പേരിൽ മാത്രം. ഇൻ കേസ് ഇത് കണ്ടൻസിൻ 1 ആണെങ്കിൽ the connector proteins are cap H, cap D2 and cap G. Okay, ഇത് കണ്ടൻസിൻ 1 ആണെങ്കിൽ cap H, cap D2, cap G. ഇത് മൂന്നുമാണ് ക്ലീസിൻ ഫാമിലി ഓഫ് കണക്ടർ പ്രോട്ടീൻസ് ഇൻ ദ കേസ് ഓഫ് കണ്ടൻസിൻ 1. കണ്ടൻസിൻ 1 ഉണ്ട്, കണ്ടൻസിൻ 2 ഉണ്ട്. കണ്ടൻസിൻ 1 എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസ്മിക് കണ്ടൻസിൻ ആണ്, സൈറ്റോപ്ലാസത്തിൽ കാണുന്നതാണ്. കണ്ടൻസിൻ 2 എന്ന് പറയുന്നത് ന്യൂക്ലിയർ കണ്ടൻസിൻ ആണ്, ന്യൂക്ലിയസിനുള്ളിൽ കാണുന്നതാണ്. ഒബ്വിയസ്ലി ലാമിനിയായിട്ട് ബൈൻഡ് കാണുന്നതാണ്. ഈ കണ്ടൻസിൻ 1 ആണെങ്കിൽ അവിടുത്തെ ക്ലീസിൻ ഫാമിലി ഓഫ് കണക്ടർ പ്രോട്ടീൻസിന്റെ പേര് ക്യാപ്പ്, CAP, ക്യാപ്പ് H, ക്യാപ്പ് D2, ക്യാപ്പ് G. ഇത് മൂന്നുമാണ് ഇവിടുത്തെ ക്ലീസിൻ ഫാമിലി ഓഫ് കണക്ടർ പ്രോട്ടീൻസ് ഇൻ ദ കേസ് ഓഫ് കണ്ടൻസിൻ 1. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കണ്ടൻസിൻ 2 ആണെങ്കിൽ പോളിപെപ്റ്റൈഡിന്റെ പേരിനൊന്നും വ്യത്യാസം അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിൽ വ്യത്യാസം വരുന്നില്ല, പക്ഷേ അവിടുത്തെ കണക്ടർ പ്രോട്ടീൻസിലാണ് വ്യത്യാസം വരുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കണ്ടൻസിൻ 2, ദ കണക്ടർ പ്രോട്ടീൻസ് ആർ ക്യാപ്പ് H2, ക്യാപ്പ് D3 ആൻഡ് ക്യാപ്പ് G2. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം, കണ്ടൻസിൻ തന്നെ രണ്ട് തരത്തിലുള്ള കണ്ടൻസിൻസ് ഉണ്ട്. കണ്ടൻസിൻ 1 ഉണ്ട്, കണ്ടൻസിൻ 2 ഉണ്ട്. കണ്ടൻസിൻ 1 ആണെങ്കിൽ that is called cytoplasmic condensin, that is because it is present in the cytoplasm, and condensin 2 is the nuclear condensin. അപ്പൊ കണ്ടൻസിൻ കോമൺലി കണ്ടൻസിന് പോളിപെപ്റ്റൈഡിന്റെ പേര് SMC2, SMC4 തന്നെയാണ്. അവരുടെ ചേഞ്ച് വരുന്നത് ക്ലീസിൻ ഫാമിലി ഓഫ് കണക്ടർ പ്രോട്ടീൻസിലാണ്. കണ്ടൻസിൻ 1 ആണെങ്കിൽ the connector proteins are cap H, cap D2 and cap G. And if it is condensin 2, the Cleason family of connector proteins are cap H2, cap D3 and cap G2. So ഇങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള Cleason family of connector proteins വരുന്നത്. ഇതാണ് difference in the structure of cohesins and condensins, which form the major representatives of ഓക്കെ അപ്പൊ കണ്ടൻസിന്റെ സ്ട്രക്ചർ ഇത്രയാണ്. ഇതാണ് കണ്ടൻസിന്റെ സ്ട്രക്ചർ. കണ്ടൻസിൻ എന്ന് പറയുന്നതും കൊഹസിൻ എന്ന് പറയുന്നത് SMC ഫാമിലിയിലെ മേജർ റെപ്രസെന്റേറ്റീവ്സ് ആണ്. കണ്ടൻസിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ്? SMC1ഉം SMC3 ആയിരുന്നു അവരുടെ പോളിപെപ്റ്റൈഡ്. അവിടുത്തെ കണക്ടർ പ്രോട്ടീൻസ് SEC1, SEC3. അവരെ അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തുണ്ട്? PDS5, VAP1, സൊറോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്രോട്ടീൻസ് കാണാം. കണ്ടൻസിനിലേക്ക് വരുമ്പോഴേക്കും കണ്ടൻസിൻ 1 ഉണ്ട്, 2 ഉണ്ട്. 1 എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് കണ്ടൻസിനാണ്, 2 എന്ന് പറയുന്നത് ന്യൂക്ലിയർ കണ്ടൻസിനാണ്. 1ലായാലും 2ലായാലും പോളിപെപ്റ്റൈഡ് ചെയിന് വ്യത്യാസമൊന്നും വരുന്നില്ല. 2ഉം 4ഉം ആണ് അവരുടെ SMC പോളിപെപ്റ്റൈഡ് ചെയിന്റെ പേര്. പക്ഷെ അവരുടെ കണക്ടർ പ്രോട്ടീൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കണ്ടൻസിൻ 1 ആണെങ്കിൽ ക്യാപ്പ് H, ക്യാപ്പ് D2, ക്യാപ്പ് G. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കണ്ടൻസിൻ 2, ക്യാപ്പ് H2, ക്യാപ്പ് D3, ക്യാപ്പ് G2. ഓക്കെ, ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് 700 നാനോമീറ്റർ. അല്ല, ഇതും കൂടി പറഞ്ഞോട്ടെ, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് രണ്ട് സ്ലൈഡും കൂടെ ഉള്ളൂ. 700 നാനോമീറ്ററും കൂടി പറയാം, എന്നാ പിന്നെ ഇന്ന് തീരുമല്ലോ. ഓക്കെ, അപ്പം 700 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് കണ്ടൻസേഷൻ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ എന്തായിരുന്നു എന്നാ പറഞ്ഞത്? ലൂപ്ഡ് സ്ട്രക്ചർ ആയിരുന്നില്ലേ? ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ആയിരുന്നു 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ. ഈ ലൂപ്പുകൾ ഉണ്ടാക്കുന്നത് സ്കെഫോൾഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള കണ്ടൻസിൻ ആയിരുന്നു. കണ്ടൻസിൻ, ഈ കണ്ടൻസിനിൽ തന്നെ ഏത് കണ്ടൻസിൻ ആയിരിക്കും? പ്രോഫേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രോഫേസിലത്തെ ഒരു ഇവന്റ് ആണ് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിൻറ്റഗ്രേഷൻ. ന്യൂക്ലിയർ എൻവലപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ സൈറ്റോപ്ലാസത്തിലുള്ള പ്രോട്ടീൻസിന് ആരെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ക്രോമാറ്റിനെ അല്ലെങ്കിൽ ക്രോമസോമിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പക്ഷെ ന്യൂക്ലിയർ എൻവലപ്പ് എന്താണ്? ഇൻടാക്റ്റ് ആണ്. സോ ന്യൂക്ലിയർ കണ്ടൻസിൻ ആയിട്ടുള്ള കണ്ടൻസിൻ 2 ആണ് ലൂപ്പ് സ്ട്രക്ചർ ഓഫ് DNA ഫോം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. So loop structure of DNA or the 300 nanometer fiber structure is formed by condensin 2, which is the nuclear condensin, because
ന്യൂക്ലിയർ എൻവലപ്പ് ഇസ് ഇൻടാക്ട്. പ്രൊഫേസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയ ഉടനെ തന്നെ ഡിസിന്റഗ്രേഷൻ നടക്കില്ലല്ലോ, മെല്ലെ നടക്കുള്ളൂ. സോ ഇൻടാക്ട് ആയിട്ടിരിക്കുന്ന ന്യൂക്ലിയർ എൻവലപ്പിലുള്ള ന്യൂക്ലിയർ കണ്ടൻസിനായിട്ടുള്ള കണ്ടൻസിൻ 2 ആണ് 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. So loop structure of DNA or the 300 nanometer fiber structure is formed by condensin 2, which is the nuclear condensin, because nuclear envelope is intact. Prophase തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയ ഉടനെ തന്നെ ഡിസിന്റഗ്രേഷൻ നടക്കില്ലല്ലോ, മെല്ലെ നടക്കുള്ളൂ. സോ ഇൻടാക്ട് ആയിട്ടിരിക്കുന്ന ന്യൂക്ലിയർ എൻവലപ്പിലുള്ള ന്യൂക്ലിയർ കണ്ടൻസിനായിട്ടുള്ള കണ്ടൻസിൻ 2 ആണ് 300 നാനോമീറ്റർ ഫൈബർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്.